വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മളുടെ 281 GT ആണ്. അതായത് ഗൈഡഡ് ടോക്കിൻ്റെ ഈ ഒരു യാത്ര തുടങ്ങിയിട്ട് നമ്മൾ 300ലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 300ലേക്ക് അടുക്കുന്നു എന്നുള്ളൊരു ആവേശം നിങ്ങൾക്ക് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ അല്ലേ? ഓൺലൈനിലുള്ളവരൊക്കെ ഫുൾ എനർജിയിലല്ലേ നമ്മുടെ 300th GT കളറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് വർഷത്തെ ഒരുപാട് ആഴ്ചകൾ എടുത്തിട്ടുള്ള നമ്മളുടെ ആ ഒരു കലക്റ്റീവ് എഫേർട്ടിൻ്റെ ഗ്രേറ്റ് മാനിഫെസ്റ്റേഷൻ ആയിരിക്കണം 300th GT ഡിസംബർ 27 ഒരു വൺ ഡേ ഫുൾ കളർഫുൾ പ്രോഗ്രാമായിട്ട് നടക്കുമ്പോൾ നമുക്ക് വേണ്ടത്. മെഡിറ്റേഷൻസും അതുപോലെ തന്നെ ഇതേപോലത്തെ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസൊക്കെ ഒരുപാട് ആളുകൾ ഇരുന്ന് ഒരുമിച്ച് ലൈവായിട്ട് ചെയ്യുകയും അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സാധാരണ ഗൈഡ് ടോക്കിൽ ചെയ്യാറുള്ള ലൈവ് ഹീലിങ്സും Q&A ഒക്കെ മാസമായിട്ട് ഇരുന്നിട്ട് സമയപരിമിതികളില്ലാണ്ട് ഒരു ദിവസം മുഴുവൻ അതിനൊക്കെയായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു മാജിക് ഉണ്ട്. അപ്പോൾ അത് വിറ്റ്നസ് ചെയ്യാൻ ക്യൂരിയസ് ആയിരിക്കും നിങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ഒട്ടുമിക്ക ഓഫ്ലൈൻ പ്രോഗ്രാമുകളിൽ നമ്മൾ നേരിട്ടൊരു വലിയ പ്രയാസം ലാസ്റ്റ് മിനിറ്റിൽ, അതായത് 2 ദിവസം മുന്നേ 3 ദിവസം മുന്നേ തീരുമാനം എടുത്താലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു വെന്യൂ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ പാരൻറ്റിങ് കോച്ചസ് പ്രോഗ്രാം റൂമിനേറ്റ് ഒക്കെ ലാസ്റ്റ് വന്നപ്പോൾ എവിടെയെങ്കിലും പറ്റിപ്പിടിച്ച് നിന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് വരും. അപ്പോൾ ആ തീരുമാനങ്ങൾ കുറച്ച് നേരത്തെ ആക്കിയാൽ നമുക്ക് എല്ലാവർക്കും റാഹത്തിൽ നല്ല ഈസി ആയിട്ട് പരിപാടി കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് റൂമിനേറ്റ് പോലത്തെ ഒരു ചെറിയ പരിപാടിയല്ല, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്തുണ്ടാകേണ്ട വലിയൊരു സഹായം, തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ നേരത്തെ ഡിസൈഡ് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റും ഒക്കെ എൻറോൾമെൻ്റ് ഒക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് മാക്സിമം അടിപൊളിയാക്കാൻ പറ്റും പ്രോഗ്രാം എന്നുള്ളതാണ്. പലപ്പോഴും ഞാനും ടീം പറയാലോ, നമ്മുടെ ടീമിൽ ഞാനും ഒരു 15 മെൻറ്റേഴ്സും ഉണ്ട്. പിന്നെ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന നമ്മളെ കോച്ചസ് ആരെങ്കിലുമൊക്കെ സപ്പോർട്ടിങ് ഉണ്ട്. ഇതേ ഉള്ളൂ. ഇങ്ങനത്തെ വലിയ എല്ലാ പ്രോഗ്രാം അങ്ങനെ തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്ത്. ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് നിങ്ങൾ ഇരുന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, 2 ദിവസം മുന്നേ ഒക്കെ ഞാനുണ്ട് പറഞ്ഞ് ഓടി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമുക്കത് കോർഡിനേറ്റ് ചെയ്യാൻ ആ ലാസ്റ്റ് മിനിറ്റിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാനടക്കം അതിൽ ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ മാക്സിമം നേരത്തെ ഇതൊക്കെ പരിപാടിയൊക്കെ തീർത്ത് തീരുമാനമാക്കിയാൽ എനിക്കും മെൻറ്റേഴ്സിനും എല്ലാവർക്കും ഏതൊക്കെ ലെവലിലേക്ക് GT എത്തിക്കാൻ പറ്റും അത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പലപ്പോഴും ലാസ്റ്റ് ഡേ ഒക്കെ കഴിഞ്ഞ ഇവൻറ്റുകളിലൊക്കെ ലാസ്റ്റ് ദിവസം രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തിട്ടും വീണ്ടും ആളുകൾ രാത്രി 1 മണിക്കും 10 മണിക്കും 12 മണിക്കും ഒക്കെ വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വെന്യൂ ഒരിക്കലും അവിടുത്തെ സൗണ്ട് ചെക്കിംഗ് ഒക്കെ നടക്കുമ്പോൾ ഇതും നടത്തിക്കൊണ്ടിരിക്കുക ഒക്കെ വേണ്ടപ്പെട്ടവരായിരിക്കും. എല്ലാവരും നമ്മളെ ടീമിൽ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരല്ലേ. അപ്പോൾ തട്ടാനും പറ്റൂല. പക്ഷേ നിങ്ങൾ ഒന്ന് വിചാരിച്ചാൽ നമ്മൾ 10-15 പേർക്ക് നിങ്ങളൊരു കുറച്ച് ആൾക്കാർ തീരുമാനിച്ച് നമുക്കൊന്ന് ഈസാവാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉണ്ടല്ലോ സമയമുണ്ടല്ലോ ആവുന്നുണ്ടല്ലോ അത് ഡിസംബറിലല്ലേ എന്നിങ്ങനെ ആലോചിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ സമയം അങ്ങ് പോകും. പിന്നെ ഒരു ദിവസം മുന്നേ 2 ദിവസം മുന്നേ ആയിരിക്കുന്നല്ല. അപ്പോൾ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വേഗം സീറ്റ് അങ്ങ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാമെന്നുള്ള. അപ്പോൾ നിങ്ങൾ അങ്ങനെ സഹകരിക്കുന്നു കൂടി ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് അങ്ങ് വിശ്വസിക്കുകയാണ്. അങ്ങനെ നിങ്ങളൊക്കെ സഹായിക്കണം. ഈ 300 പ്രോഗ്രാമിനാണ് എനിക്ക് ഓൾറെഡി പറയാനുള്ളത്. അപ്പോൾ പേയ്മെൻറ്റ് ലിങ്ക് എൻറോൾമെൻറ്റ് ലിങ്ക് ഒക്കെ ചാറ്റിൽ വരാറുണ്ട്. മെൻറ്റേഴ്സിനെ കണക്ട് ചെയ്താൽ കിട്ടും. അപ്പോൾ എന്തായാലും 300th GT വെക്കേഷൻ പീരീഡാണ്, ക്രിസ്മസ് വെക്കേഷൻ ടൈമാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാവർക്കും ന്യൂ ഇയർ ഒക്കെ അടുക്കുന്ന സമയമാണ്. അപ്പോൾ നല്ലൊരു അപ്ഡേഷൻ ആയിരിക്കും എന്തായാലും വരാമെന്നുള്ളത്. ആദ്യം തന്നെ അതൊന്ന് ഉണർത്തിയതാണ്. കാരണം ഇനിയിപ്പോൾ നമ്മൾ GT 300-ഉമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർമ്മിപ്പിക്കൽ അടുത്ത ആഴ്ച ആയിരിക്കും. അപ്പോഴൊക്കെ ഒരാഴ്ച അങ്ങ് പോകുന്നുള്ളതാണ്. ഇവിടെ അല്ലേ എനിക്ക് നിങ്ങളോട് നേരിട്ട് ഇത് സംവദിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ആ ഒരു അവെയർനെസ്സിലേക്ക് വരാമെന്നുള്ളതാണ്. ഇന്ന് ഹുസ്നയുടെ ഇൻ്റർവ്യൂ വെച്ചപ്പോൾ അതിൽ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനിലാണ് നിർത്തിയത് തോന്നുന്നുണ്ട്. അപ്പോൾ പലരും എന്താണ് ആൻസർ എന്നുള്ളത്, എനിക്കാണെങ്കിൽ ഓർമ്മയില്ല എന്താണ് ആൻസർ എന്നുള്ളത്. ഏതായാലും ഇവിടെ വരുമ്പോൾ എന്ത് എനർജിയാണ് എല്ലാവർക്കും കിട്ടുക, അല്ലെങ്കിൽ ഈ സ്പേസിൽ കയറുമ്പോൾ എന്താ ഒരു പോസിറ്റിവിറ്റി എന്നിട്ടാണ് ചോദ്യം. എനിക്ക് തോന്നുന്നു പിന്നീട് അപ്പോൾ അതിൻ്റെ ബാക്കി പ്ലേ ആയിരിക്കും. എനിക്ക് ഓർമ്മയിൽ വരുന്നൊരു ത്രെഡ് തരാം. നിങ്ങളുടെ ക്യൂരിയോസിറ്റി ഞാൻ ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം, ഇവിടെ നിന്നല്ല എവിടെയാണെങ്കിലും നിങ്ങൾ വെറുതെ നിങ്ങൾക്കൊക്കെ പരീക്ഷിച്ച് നോക്കുക. നിങ്ങളെ വീട് ഒരു സ്വർഗീയ ഒരു അനുഭൂതിയുള്ള, അല്ലെങ്കിൽ ഒരു ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ള നല്ലൊരു ഹാർമോണിയസ് ഫീലിംഗ് കിട്ടുന്ന ഒരു വീടാക്കി മാറ്റണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഇടം അല്ലെ, വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണ ഇടം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ഇടമാക്കി മാറ്റണമെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി ആ സ്പിരിച്വൽ ഇൻറ്റിമസിയിൽ എല്ലാവരും നിൽക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കോമൺ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വസിക്കുന്നിടത്ത് മനുഷ്യരെ പറ്റിയിട്ടുള്ള ആവശ്യമില്ലാത്ത ചർച്ചകൾ ഒഴിവാക്കിയാൽ മതി. ഇവിടെ ഇപ്പോൾ നിങ്ങൾ എല്ലാ ആഴ്ചകളിലും വരുന്നു.
ഇവിടെ അനാവശ്യമായിട്ടുള്ള ആരെങ്കിലും വീട്ടിലെന്ത് സംഭവിച്ചു, അപ്പുറത്തെ പറമ്പിൽ എന്ത് സംഭവിച്ചു, ഇവിടെ ഇരിക്കുന്ന ആൾ ഇവരെന്തൊക്കെ അവരെ ഇതിൽ നടക്കണത് എന്ന് തുടങ്ങിയിട്ടുള്ള കൂടെ വർക്ക് ചെയ്യുന്നവരോ കൂടെ വസിക്കുന്നവരോ കുറിച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള അനാവശ്യമായിട്ടുള്ള മനുഷ്യരെ പറ്റിയിട്ടുള്ള ചർച്ചകൾ കുറയ്ക്കുക എന്നുള്ളതാണ്. ഇവിടെ എന്തായാലും ഇത്രയും വർഷമായിട്ട് നടന്നിട്ടില്ല. ഇപ്പോൾ ഈ സെപ്റ്റംബർ വന്നാൽ ഏകദേശം 3 വർഷമായി നമ്മൾ ഈ ഓഫീസ് ഇവിടെ ഓണാക്കിയിട്ട്. ഇന്നേ വരെ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ മനുഷ്യന്മാരെ പറ്റിയിട്ടുള്ള ഒരു ആവശ്യമില്ലാത്ത ചർച്ചകൾക്ക് സമയം കിട്ടിയിട്ടില്ല എന്നല്ല. ആശയങ്ങളുണ്ട്, അതുപോലെ തന്നെ നല്ല വിസ്ഡംസ് ഉണ്ട്, നല്ല സ്പിരിച്വൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കാറുണ്ട്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ആളുകൾ പ്രയാസം വന്ന് പറയാറുണ്ട്, അവരുടെ ഇമോഷൻസ് ഇവിടെ എക്സ്പോസ് ചെയ്യാറുണ്ട്. ദാറ്റ് മീൻസ് അതൊക്കെ സ്നേഹത്തിൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ള അത് ആ ഒരു പ്യൂരിറ്റി കഴിഞ്ഞ 3 വർഷത്തോളം കീപ്പ് ചെയ്യാൻ പറ്റിയോണ്ടായിരിക്കണം എല്ലാവർക്കും അങ്ങനെ ഒരു ഫീലിംഗ് ഇവിടെ കിട്ടണമെന്നുള്ള. അപ്പോൾ ഈ ഒരു ലെയറിൽ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പരിശ്രമിച്ച് നോക്കാവുന്ന ഒരു കാര്യമാണ് എന്ത്, ആവശ്യമില്ലാത്ത ചർച്ചകൾ, ജഡ്ജ് ചെയ്യുന്ന ചർച്ചകൾ, അതൊക്കെ മാറ്റിയിട്ട് നല്ല ആശയങ്ങളുടെ ചർച്ച സംഭവിക്കാം. അതിലൊരു പരിധി വരെ ഇപ്പോൾ കുറേ ആൾക്കാർ എനിക്കറിയാം ഓൺലൈനിൽ GT ഫാമിലീസ് ഉണ്ട്. അവർ വീട്ടിലൊക്കെ സ്വാഭാവികമായിട്ടും മക്കളും പാരൻസും ഒക്കെ ഒന്നിച്ചിട്ടൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഫാമിലിയാണെങ്കിൽ പതിയെ പതിയെ അങ്ങനെ മാറിയിട്ടുണ്ടായിരിക്കും. വേറെ എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യുന്ന നേരം കൊണ്ട് ചിലപ്പോൾ GTയിൽ പറഞ്ഞ ടോപ്പിക്കോ അല്ലെങ്കിൽ GCയിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലുമൊക്കെ കൂട്ടമായിട്ട് ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ ചർച്ച വന്നുകൊണ്ടിരിക്കുമ്പം അത് തന്നെ നല്ല വൈബ്രേഷനിലുള്ള നല്ല ഊർജ്ജത്തിലുള്ള ഡിസ്കഷൻസിന് ഒരു പ്ലേസ്, ഒരു സ്പേസ് ഉണ്ടാകുന്നില്ല. അത് നല്ലൊരു റെവല്യൂഷനും ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതാണ് എനിക്ക് അവിടെ പറയാൻ തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഒരാളുടെ അസാന്നിധ്യത്തിൽ അവരെ പറ്റിയിട്ട് ആവശ്യമില്ലാത്ത, നമുക്കും ഗുണമില്ലാത്ത ഓർക്കും ഗുണമില്ലാത്ത എന്തെങ്കിലും കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ സായുജ്യമണിയാണെങ്കിലും ആ സമയത്ത് ചിലപ്പോൾ എന്തൊക്കെ ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടുമെങ്കിൽ കൂടി ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, എൻ്റെ തോന്നിവാസങ്ങളൊക്കെ ഞാൻ പ്രകടിപ്പിച്ചു, എൻ്റെ തോന്നലുകളൊക്കെ ഞാൻ അങ്ങനെ ആവാം ക്യൂരിയോസിറ്റിയോട് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ ക്യൂരിയോസിറ്റിയോടുകൂടി അടുത്തൊരാൾ ഇരുന്നു, അവരതിലേക്ക് എഡീഷൻ വിത്ത് ടാക്സ് കുറച്ച് കാര്യങ്ങൾ തിരിച്ചു തന്നു. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും ആളുകൾക്ക്, ഇങ്ങോട്ട് ഇത് കഴിഞ്ഞു എന്നുള്ളൊരു സംഭവം. പക്ഷെ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊന്നും ബാക്കിയാകുന്ന എനർജി, അതൊന്നും ബാക്കിയാകുന്ന ഇമോഷൻ ഭയങ്കര നാശം പിടിച്ചതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊന്ന് ഓഡിറ്റ് ചെയ്യുക, നമ്മളെ വീട്ടിലും നമ്മുടെ ജോലി സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ടോ, അങ്ങനെ സംഭവിക്കാറുണ്ടെങ്കിൽ അതൊന്ന് മാറ്റുമ്പോഴേക്ക് തന്നെ അവിടെ ഭയങ്കര ഊർജം വരുമെന്നുള്ളതാണ്, നല്ല തെളിച്ചം വരുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തീരുമാനം എടുത്താൽ നമുക്ക് ഒരു ശുദ്ധി കലാശം നടത്തുന്ന പോലെ നല്ലൊരു പ്യൂരിഫിക്കേഷൻ, ഒരു സംസ്കരണം അവിടെ നടക്കുമെന്നുള്ളതാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റി ഒരു ക്രാക്ഡ് മിററിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മിറർ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പൊട്ടിയ അനുഭവങ്ങളല്ല അതിൽ എഴുതേണ്ടത്. പൊട്ടിയ അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾക്കുണ്ടായ തിരിച്ചറിവുകളാണ്. അന്ന് അത് പൊട്ടിപ്പോയെങ്കിൽ ചിലപ്പോൾ ട്രസ്റ്റ് ബ്രേക്ക് ആയതാവാം, എന്തെങ്കിലുമൊക്കെ പൊട്ടിപ്പോയ അനുഭവങ്ങളാണെങ്കിൽ പരാജയപ്പെട്ടു പോയതാവാം, തോറ്റുപോയതാകാം, തനിച്ചായി പോയതാകാം. ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ മനസ്സിൽ ധ്യാനിക്കുന്നു. പക്ഷേ ഈ പൊട്ടിയ കണ്ണാടിക്ക് സമാനമായിട്ട് നിങ്ങളൊരു ചിത്രം വരച്ചിട്ട് ആ ഓരോ ക്രാക്ഡ് മിററിൽ നിന്നും നിങ്ങൾ എന്ത് പഠിച്ചു അതാണ് എഴുതുന്നത് എന്നുള്ളതാണ്. സോ ഇറ്റ്സ് ലൈക്ക് എ റിഫ്ലക്റ്റീവ് തിങ്കിങ്. നമ്മൾ നമ്മളെ സബ് കോൺഷ്യസിനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മൾക്ക് തിരിച്ച് അറിയിച്ചു കൊടുക്കുകയാണ്, അവിടെ പൊട്ടിയെന്ന് നിനക്ക് തോന്നിയെങ്കിൽ കൂടി ഇങ്ങനൊരു നേട്ടം അവിടെ ഉണ്ടായിരുന്നു, ഇങ്ങനൊരു ഗെയിനിങ്സ് നിനക്ക് അവിടെ ഉണ്ടായിരുന്നു എന്ന തിരിച്ചറിവിൽ ധ്യാനിച്ച് കണ്ടംപ്ലേറ്റ് ചെയ്തിട്ട് അത് അവിടെ എഴുതുന്നതോട് കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പൊടി പിടിച്ച കണ്ണാടി പോളിഷ് ചെയ്യണത് പോലെയാണ്, അതിൽ പുതിയ സാധനങ്ങൾ എഴുതി കൊടുക്കുന്നത് പോലെയാണ്, പുതിയ പാഠങ്ങൾ ചേർത്ത് വെക്കുന്നത് പോലെയാണ്. അതൊരു ലൈഫ് ഹീലിംഗ് കൂടിയായിരിക്കും എന്നുള്ളതാണ്. ഒരു നല്ല ഹീലിംഗ് എക്സ്പീരിയൻസ് അതിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിനാണ് ഇന്ന് ചെയ്തത്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ചെയ്യുമ്പം കുറച്ചുകൂടി രസമുണ്ടായിരിക്കും, കുറച്ചുകൂടി ഹീലിംഗും അതിൽ നടക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര റിയലൈസേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു. കാരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ചില പൊട്ടിയ അനുഭവങ്ങൾ നമ്മൾ അങ്ങോട്ട് തിരിച്ചു നോക്കാൻ പോലും കൊതിക്കൂല. അങ്ങോട്ട് എനിക്ക് നോക്കണ്ട, അത് ഞാൻ ആലോചിക്കണേ ഇല്ല. പക്ഷെ ശരിക്കും അങ്ങോട്ടൊന്ന് വേണ്ട വിധത്തിൽ നോക്കാൻ ധൈര്യം കാണിച്ചു കഴിഞ്ഞാൽ ആ അനുഭവങ്ങളൊക്കെ നമുക്ക് കുറേ നല്ല പാഠങ്ങൾ തന്നിട്ടുണ്ടായിരിക്കും. ഇനി ഏതെങ്കിലും അനുഭവം നിങ്ങൾക്ക് നല്ലൊരു പാഠം തന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ ഒരു പാഠവും ഉണ്ടായിരുന്നു എന്നുള്ളതല്ല, നിങ്ങൾ ആ പാഠത്തിലേക്ക് ഇപ്പോഴും തുറന്നിട്ടില്ല. ചിലരല്ല, അതൊരു അടഞ്ഞ അധ്യായമാണ്. എപ്പോഴാണ് അത് അടഞ്ഞ അധ്യായമാകുന്നത് ചോദിച്ചാൽ ആ അടഞ്ഞ അധ്യായത്തിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെയോ നേട്ടങ്ങൾ, ചില സമ്മാനങ്ങൾ, ചില ഗിഫ്റ്റുകളുണ്ട്. അത് റിസീവ് ചെയ്യുമ്പോൾ മാത്രമേ അധ്യായം അടയ്ക്കാൻ നമ്മൾ പാകപ്പെട്ടിട്ടുള്ളൂ. ചിലർ അതൊന്നും എടുക്കാനുള്ളത് എടുക്കാതെ അങ്ങ് പൂട്ടിപ്പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ പൂട്ടിക്കഴിഞ്ഞാൽ അത് പൂട്ടിയ പോലെ ആവില്ല, അതിപ്പോൾ അകത്ത് കിടന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു ആക്ടിവിറ്റിയാണ്. ഇടയ്ക്കൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കേണ്ടത് നല്ലതാണ്. എന്ത് ഞാൻ അതിൽ നിന്ന് ഗെയിൻ ചെയ്തു. അങ്ങനെയാകുമ്പോൾ നമ്മുടെ നഷ്ടബോധത്തെ പറ്റിയുള്ള സംസാരങ്ങൾ കുറേ കുറയും. പലർക്കും ദുരനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ
കുറേ കാലം കഴിഞ്ഞാലും ചില മനുഷ്യന്മാരോടൊക്കെ നമ്മൾ പറയും എന്നാലും അന്ന് അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോകും, അന്ന് എനിക്ക് അങ്ങനെ സംഭവിച്ചേ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല. ഇങ്ങനെ കഴിഞ്ഞ കാലത്തെ കുറേ അനുഭവങ്ങൾ കെട്ടിയിട്ട് ഇങ്ങനെ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അത് എപ്പോഴാണ് നമുക്ക് അതിനെ മാറ്റാൻ പറ്റുക ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കിട്ടിയ നേട്ടങ്ങളെ പറ്റിയിട്ട് കൂടുതൽ സംസാരിച്ചിരിക്കുക. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ കൂടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനൊന്ന് ചെറുതാക്കിയിട്ട് ഇങ്ങനെ ഒരു 3-4 അതിലെ ലേണിങ്സ് ലെസൺസ് അതിനോടൊപ്പം ഒന്ന് ആവർത്തിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് പഠിക്കും. ഇനിയെങ്കിലും അതിനെ വലിയ ദുരന്തമാക്കി മാറ്റാതെ അതിലെ പാഠങ്ങൾ എടുത്തിട്ട് അതിലെ നേട്ടങ്ങളെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് അതിനെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇനിയും തോറ്റുപോകുമോ, ഇനിയും അങ്ങനെ ഉണ്ടാവും എന്നുള്ള പേടിയൊക്കെ പോവും. അല്ല നമ്മൾ കഴിഞ്ഞ കാലത്തെ കുറേ സാധനം അത് പൊട്ടിപ്പോയി, അത് ചീറ്റിപ്പോയി, അത് അലമ്പായിപ്പോയി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതിന് ആ എണ്ണത്തിൽ തന്നെ പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും പറഞ്ഞതുപോലെ ചുടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്നുള്ള രൂപേണ ഏത് കാര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പിറകോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം അത് മാറ്റാൻ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നല്ല ഹെൽപ്ഫുൾ ആകുന്നതാണ്. പ്രത്യേകിച്ച് ഒരു ജേർണലിംഗ് മോഡിൽ ഒരു പുസ്തകവും അല്ലെങ്കിൽ ഒരു പേപ്പറും പേനയൊക്കെ എടുത്ത് വളരെ കളർഫുള്ളായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കൂടുതലാവുന്നുള്ളതാണ്. ഇപ്പം ലേറ്റായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും ക്രിയേറ്റീവ് ആക്ടിവിറ്റിയിലും മെഡിറ്റേഷനിലൊക്കെ ജോയിൻ ചെയ്യണം. ഞാൻ എല്ലാ ആഴ്ചയും GTക്ക് വരുമ്പോഴും മെഡിറ്റേഷൻ ഷാന സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒന്ന് ഓൺലൈനിൽ കയറും. ഞാൻ നോക്കും എത്ര ആൾക്കാരുണ്ട്, എത്ര പേരുണ്ട്. അപ്പോൾ ഞാൻ നോക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ റെഡിനെസ് ആണ്. നിങ്ങൾ GTയെ ശരിക്കും സീരിയസ് ആയിട്ട് കാണുന്നുണ്ടോ? സിൻസിയർ ആയിട്ട് എത്ര ആൾക്കാരുണ്ട്, എത്ര പേര് GTക്ക് ഒരുങ്ങിയിട്ടുണ്ട്, എത്ര പേര് വീഡിയോയിലുണ്ട്. അതാണ് ശരിക്കും നമ്മളോട് പറഞ്ഞത് എത്ര സറണ്ടേർഡ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ആരൊക്കെ ഇതിലുണ്ട് എന്നുള്ള കാര്യം. നമ്മുടെ സറണ്ടറൻസും ഡിസിപ്ലിനൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് GTയിലേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ റിസൾട്ട് കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമുക്കിങ്ങനെ ഗ്രാഫ് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം ഞാൻ ഇന്ന് മെഡിറ്റേഷൻ തുടങ്ങുന്ന സമയത്ത് നോക്കിയപ്പം 280 ആൾക്കാരാണ്. മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡിസ്കഷനിലേക്ക് ഇങ്ങനെ പോയപ്പം 300 ചില്ലാൻ ആൾക്കാരിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ക്രിയേറ്റീവ് ആക്ടിവിറ്റി തുടങ്ങുമ്പോഴേക്കും ഒരു 350ലേക്ക് എത്തി. ക്രിയേറ്റീവ് ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴുണ്ട് പിന്നെ കുറേ ആൾക്കാർ ടാസ്ക് ഒന്നുകൂടി പറയുമെന്ന്. അപ്പോഴൊക്കെ എത്തിയിട്ടുള്ള ആൾക്കാർ അത് കഴിഞ്ഞ് ഞാനിതാ ജോയിൻ ചെയ്തു, 400 ആൾക്കാർ കവിഞ്ഞു. അപ്പോൾ ഈ GT എന്ന് പറഞ്ഞാൽ എൻ്റെ ടോക്ക് മാത്രമാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. എനിക്ക് ശരിയായ രൂപേണ സംസാരിച്ചിട്ട് നിങ്ങളുടെ എല്ലാ പാർട്ടും നിറ്റ് ചെയ്ത് തരാൻ, ഞാൻ പറയുന്നത് ഒരു കലക്റ്റീവ് വർക്കാണ്, അത് കറക്റ്റ് നിറ്റ് ചെയ്ത് തരാനാണ് അത്രയും നേരം ഞാൻ അവിടെ 6:45 മുതൽ കാത്തുക്കുന്നത്. ഞാൻ ആ റിസപ്ഷനിൽ ഷാന മെഡിറ്റേഷൻ തുടങ്ങുന്ന സമയം മുതൽ അവിടെ പോസ്റ്റാണ്. കാരണം ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാണ്. എന്നാൽ പിന്നെ എനിക്ക് സമയം ഞാൻ കയറിട്ടാറിന് എനിക്ക് ഓടി വന്നാൽ പോരെ. ഞാൻ ഈ 8 മണി 8:10 വരെ വെയിറ്റ് ചെയ്യണം എന്തിനാണെന്ന് എനിക്കറിയോ? നിങ്ങളുടെ ഈ പ്രോസസ്സ് കറക്റ്റായിരിക്കണം. ഈ പ്രോസസ്സുകളൊക്കെ കറക്റ്റായിട്ട് വേണം ഐ ഹാവ് ടു എൻ്റർ. അപ്പോൾ എനിക്കൊരു ഇൻറ്റ്യൂഷൻ വരും, ഇവർ ഏകദേശം സെറ്റായി. അപ്പോൾ ഞാൻ സിഗ്നൽ കൊടുക്കും, ഇവർ കളക്റ്റീവ് ആയിട്ടുണ്ട്, ഇവർ സിങ്ക് ആയിട്ടുണ്ട്, ഇവർ ഇമ്മേഴ്സ് ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഓൺലൈനിൽ വന്നിട്ട് ഒന്ന് ഇൻസ്പെക്ഷൻ നടത്തും. എങ്ങനെ ഇൻസ്പെക്ഷന്? എല്ലാവരും ഓൺലൈനിൽ വർക്ക് ചെയ്യണ വീഡിയോയിലൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇല്ലാത്തവരെ കഥ എനിക്കറിയില്ല, ഞാനങ്ങ് അനുമാനിക്കും ഓരൊക്കെ ഭയങ്കര ഇമ്മേഴ്സീവായിട്ട് നടക്കുകയാണ് എന്നിട്ട് ഞാൻ അങ്ങോട്ട് അനുഭവിക്കും. അല്ലാത്തവർ പിന്നെ നമുക്ക് പിടുത്തം തരുന്നില്ലല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ കോലത്തിലൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ ഏതായാലും ഞായറാഴ്ച അങ്ങോട്ട് വർക്ക് ചെയ്യണം. അങ്ങനെയാണ് അത് ഫുൾ ഫ്ലെഡ്ജിൽ എന്ത് ചെയ്യുക, അങ്ങ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള. കഴിവിൻ്റെ പരമാവധി നിങ്ങൾ വീഡിയോയിൽ തന്നെ ഇരുന്നാൽ അതിൻ്റെ ഇഫക്റ്റ് എന്തായാലും എക്സ്ട്രാ ആയിരിക്കും. ഓൺലൈനിലുള്ളവരോടാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ ഇഫക്റ്റ് എക്സ്ട്രാ ആയിരിക്കും. മെഡിറ്റേഷനോട് കൂടി തന്നെ അറ്റൻഡ് ചെയ്താൽ അതിൻ്റെ ഇഫക്റ്റ് വളരെ ഡീപ്പായിരിക്കും എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയോണ്ട് മാത്രമാണ് എല്ലാ ഞായറാഴ്ചകളും നമ്മൾ ഇത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്യണത്. മറ്റുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും പരിപാടികൾ ഇറക്കുമ്പോൾ ഇതുണ്ടെങ്കിൽ ഞാൻ അത് ഒഴിവാക്കിയിട്ട് തന്നെ വന്നിരിക്കണത്. ഇപ്പം കഴിഞ്ഞ വീക്കിൽ ഇതുപോലെ ഞാൻ പണ്ട് ട്യൂഷൻ നടത്തിയ സ്ഥാപനത്തിൽ അതിന് ശേഷമുള്ള ആൾക്കാർ അത് ഏറ്റു നടത്തിയിട്ട് അവർ വലിയ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് പുതിയ കോഴ്സ് കൊണ്ടുവന്നിട്ട് കേരളത്തിലെ CMA കോഴ്സ് ആദ്യമായിട്ട് ഫസ്റ്റ് റാങ്ക് അവിടെ ഫസ്റ്റ് ബാച്ചിൽ അച്ചീവ് ചെയ്തിട്ട് എന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. എന്നിട്ട് അതിന് പോകാൻ എനിക്ക് അത്രയും ആഗ്രഹമുണ്ട്. കാരണം നമ്മുടെ റൂട്ടാണ്. ഞാൻ ഈ കുട്ടികളൊക്കെ ട്യൂഷൻ പഠിപ്പിച്ച സ്ഥാപനം അതിനുശേഷം നമ്മൾ പഠിപ്പിച്ച കുട്ടികളെ ഏറ്റെടുത്ത് നടത്തിയിട്ട് അവരത് 20ഓളം കേരള റാങ്കുകൾ ഫസ്റ്റ് 20ഓളം ആൾക്കാർക്കുള്ള CMAയിൽ റാങ്ക് വന്നിട്ട് നിൽക്കുക. അപ്പോൾ ഒരു സന്തോഷത്തിൽ ഞാൻ ഗൈഡ് വരോ ചീഫ് ഗസ്റ്റ് ആയിട്ട് ചോദിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞായറാഴ്ച. ഞാൻ പറഞ്ഞു സമയം ഒരു 11:30-12 മണി വരെ. ഞാൻ പറഞ്ഞു 2 മണി വരെ മിക്കവാറും എനിക്ക് GTക്ക് പോകണം, വരാൻ പറ്റൂല. പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ GTയിൽ വന്നിരിക്കണേ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് അവിടെ പോകാമെന്നത് എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ വന്ന വഴി ഒന്ന് തിരിച്ചു പോവാം. ഇതൊക്കെ നമ്മൾ മാറ്റിച്ച് ഇവിടെ ഇരിക്കണതിന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ഇമ്പാക്റ്റുകൾ, അതിനേക്കാളും വലിയ മാജിക്കുകൾ ആക്ച്വലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് വേറെ ഒന്നിലേക്ക് ആക്ച്വലി പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാനാണ് ഈ പറഞ്ഞത്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുപോലെ നിങ്ങളെ ഞാനൊന്ന് ഉണർത്താണ്, നിങ്ങൾ GT ഓൺലൈൻകാരൊക്കെ ഉണ്ടെങ്കിൽ കഴിയുന്നതും നിങ്ങൾ അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് അത് കറക്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ രസമായിരിക്കും. ഇപ്പോൾ ഞാൻ രാവിലെ ഇങ്ങോട്ട് കയറിയ സമയത്ത് തന്നെ അരിഫല്ലേനോ അരിഫ് എന്നോട് വന്നിട്ട് തന്നെ ഒരു സന്തോഷ വാർത്ത പറയാനാണ്, കാര്യങ്ങളൊക്കെ സെറ്റായി, ഇങ്ങനെയായി എങ്ങനെയായി. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്താ, നമ്മുടെ സമയം മാറ്റി വെച്ചത് വെറുതെ ആയിട്ടില്ല, അവർക്ക് അങ്ങനത്തെ സന്തോഷങ്ങൾ കിട്ടിയല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ നടന്നല്ലോ എന്നുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരെയും കൂടി ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസിപ്ലിനോട് കൂടിയിട്ട്, സറണ്ടറൻസ് എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ ചേർന്നതാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഡിസിപ്ലിനാണ്. ഡിസിപ്ലിനും കൂടി ചേരുമ്പോഴാണ് സറണ്ടറൻസ് ആൻഡ് ഡെഡിക്കേഷൻ കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ അതിൻ്റെ സംഭവങ്ങൾ കൂടി സെറ്റായി കഴിഞ്ഞാൽ ദ റിസൾട്ട് വിൽ ബി മാജിക്കൽ എന്നുള്ളതാണ്. അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക, ഒന്ന് ഉണർത്തിയെന്നുള്ളൂ. എനിവേ, അപ്പോൾ ഇന്ന് നമ്മൾ ക്രാക്ക്ഡ് മിററിൻ്റെ വർക്കിലൂടെ പോയി ഇത് റിഫ്ലക്റ്റ് ചെയ്തു. ഇത് ജസ്റ്റ് ഒരു എന്തോ ഒരു സിമ്പിൾ ആക്ടിവിറ്റി ആയിട്ട് കാണുന്നതിനപ്പുറത്തേക്ക് GTയുടെ പ്രൊസീജിയേഴ്സ് എല്ലാം കൂടി ചേരുമ്പം അതിൻ്റെ ഇടയിലൂടെ നിങ്ങളിത് ചെയ്തു പോകുമ്പോൾ നിങ്ങളെ സബ് കോൺഷ്യസിലെ ഹീലിംഗ് ബൈപ്പാസ് ചെയ്ത് പോകാൻ ഇത് ഹെൽപ്ഫുൾ ആവും. നോക്കേ, പഠനങ്ങളാകുന്ന ബ്രെയിനിനെ പറ്റി നടന്നിട്ടുള്ള പഠനങ്ങളാകുന്ന എല്ലാ പഠനങ്ങളും പറഞ്ഞത് മനുഷ്യ മനസ്സിൻ്റെ അകത്ത് കിടക്കുന്ന മാലിന്യങ്ങൾ, തെറ്റായ വിശ്വാസങ്ങൾ, അറിയാതെ കയറിപ്പോയ ചില ഭയങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ പല സാധനങ്ങളുണ്ട്. ഇതൊക്കെയാണ് മനുഷ്യ മനസ്സിൽ മാലിന്യങ്ങളായിട്ട് മാറുന്നത്. GC ചെയ്തവർക്കറിയാം. അപ്പോൾ ഇത് ഉള്ളിൽ കളയുമ്പോഴാണ് നമുക്ക് ഫ്രീഡം കിട്ടുന്നത്. ഇത് ഉള്ളിൽ ഓൾറെഡി കിടന്നു കഴിഞ്ഞാൽ ആ മാലിന്യം കിടക്കുന്ന മനസ്സിലേക്ക് ഞാനിതാ നന്നാവാൻ പോവാം, ഞാനിതാ രക്ഷപ്പെടാൻ പോവാം, ഞാനിതാ എൻ്റെ കുടുംബത്തെ നന്നായിട്ട് നോക്കാൻ പോവാം, ഞാനിതാ നല്ലൊരു ജോലിയിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പുതിയ അവബോധത്തെ ഉള്ളിലെ മനസ്സിലേക്ക് കൊടുക്കുമ്പോൾ ഓൾറെഡി മറ്റേ ചുടുവെള്ളത്തിൽ ചാടിയ പൂച്ചയുടെ അനുഭവമൊക്കെ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പുതിയ അനുഭവത്തിലേക്ക് സ്റ്റെപ്പ് എടുക്കുമ്പം ഉള്ളിൽ ഓൾറെഡി കയറിപ്പോയ മാലിന്യങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് ഭയപ്പെടുത്തും നമ്മളെ. അല്ല പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായതല്ലേ, ഞാനിതിനൊക്കെ പോകുന്നതാണോ, ഈ രൂപേണ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പുതിയൊരു ആഗ്രഹത്തെ, പുതിയൊരു ലക്ഷ്യത്തെ, പുതിയൊരു ബോധത്തെ ഉള്ളിലേക്ക് കൊടുക്കണമെങ്കിൽ ആ ബോധത്തെ ചലഞ്ച് ചെയ്യുന്ന, ആ ബോധത്തെ വെല്ലുവിളിക്കുന്ന പഴയ അവബോധത്തെ കളയണ്ടേ. ഈ പഴയ അവബോധത്തെ പുതിയ ബോധം അങ്ങ് കൊടുക്കുമ്പോഴേക്ക് പോകത്തില്ല. ഇവർ സീനിയേഴ്സാണ്, ഒരവിടെ ഉണ്ടാവും കാലാകാലമായിട്ട്, മനസ്സിലായല്ലേ. അപ്പോൾ കാലാകാലമായിട്ട് അവിടെ കുറേ കാലമായിട്ട് വസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പെട്ടെന്ന് ഗവൺമെൻറ് പുതിയൊരു പ്രോജക്റ്റും കൊണ്ടുവന്നിട്ട് ഇവിടെ വികസനം വരാൻ പോവാ, NH വരാൻ പോകുന്നതാണ്. സംഭവം NH ആണ്, വികസനമാണ്, ഒക്കെ ഓക്കെയാണ്. പക്ഷേ നമ്മൾ ഇവിടെ നിന്നും പോവില്ല. നമ്മൾ അപ്പൂപ്പന്മാരായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പാരമ്പര്യം വിട്ട് നമ്മൾ പോകില്ല എന്ന് പറയുമ്പോഴാണ് പുതിയ ഐഡൻറ്റിറ്റിയിലേക്ക് നമുക്ക് പോകുന്നത് ഒരു ലിമിറ്റേഷനായിട്ട് മാറുന്നത്. നമ്മുടെ മനസ്സിൽ പോയി എന്താണ് നമ്മുടെ പഴയ ഐഡൻറ്റിറ്റി, പഴയ റോളിൽ നമ്മൾ എന്താണ്, അതായി തന്നെ തുടരാനാണ് അത് ഇഷ്ടപ്പെടുന്നത്. കാരണം അത്തരത്തിലുള്ള അവബോധങ്ങൾ ഓൾറെഡി ഉള്ളിലുണ്ട്. അപ്പോൾ ഇവിടെയാണ് എങ്ങനെയാണ് പഴയതിനെ സ്നേഹപൂർവ്വം മെല്ലെ പുറത്ത് ചാടിക്കാം, പുതിയതിനകത്താക്കാം. ഇവിടെയാണ് എല്ലാവർക്കും ക്രൈസിസ്. നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന, കൺസിസ്റ്റൻസി വേണമെന്ന് ആഗ്രഹിക്കുന്ന, പുതിയ തുടക്കങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പഴയ അനുഭവങ്ങൾ ഉള്ളിൽ കിടന്നിട്ട് നമ്മളെ അതായി തന്നെ തുടരാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചിന്തകൾ നമ്മുടെ പുതിയ തീരുമാനങ്ങളെപ്പോലും സ്വാധീനിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ ആയിരിക്കില്ല, ഇനി ഞാൻ അങ്ങനെ ആക്കും എന്നൊക്കെ പറയുമ്പോഴും ഓൾറെഡി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇടയിലൂടെ പോയിട്ട് ഇതുകൂടി വെക്കണേ അതിൻ്റെ കൂടെ എന്നൊരു സാധനം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ തീരുമാനങ്ങളൊക്കെ ഉദ്ദേശം പോലെ നടപ്പിലാക്കാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് മാറണമെങ്കിൽ ആദ്യം നടക്കേണ്ടത് മൈൻഡ് പ്യൂരിഫിക്കേഷനാണ്. പ്യൂരിഫിക്കേഷൻ ഇൻ ദ സെൻസ് അകത്ത് നിങ്ങളുടെ പുതിയ ബോധത്തിനെതിരായിട്ടുള്ളതിനൊക്കെ എടുത്ത് കളയണം. ഈ കളയൽ പരിശീലിപ്പിച്ച ഗ്രേറ്റ് മാസ്റ്റേഴ്സിൽ പെട്ടവരാണ് റൂമിയെ പോലുള്ളവരൊക്കെ. ഇവരെല്ലാവരും തന്നെ സ്പിരിച്വൽ സെയിൻസ് ആൻഡ് മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഒരാളെ ട്രെയിൻ ചെയ്ത് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ, ഉയർന്ന ബോധത്തിലേക്ക് എത്തിക്കാൻ, ഉയർന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് അവർ വ്യക്തമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ആത്മസംസ്കരണമാണ്. അതിൽ മെയിനായിട്ട് പറയുന്നത് പ്യൂരിഫിക്കേഷൻ ഓഫ് ദ ഹാർട്ടാണ്, ഹൃദയ ശുദ്ധീകരണം, ആത്മസംസ്കരണം. ദാറ്റ് മീൻസ് ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മനസ്സിലുള്ള മാലിന്യമായി കിടക്കുന്ന, പുതിയത് സ്വീകരിക്കുന്നതിന് എതിരായി കിടക്കുന്ന എന്തെല്ലാം മാലിന്യങ്ങളുണ്ടോ, ചവറുകളുണ്ടോ അതിനെ അൺലേൺ ചെയ്യണം. എന്താ റൂമി പറഞ്ഞത്, അൺലേണിങ് ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ലേണിങ്, ഹയസ്റ്റ് ഫോം ഓഫ് ലേണിങ്. ഹയസ്റ്റ് ഫോം ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞത് അൺലേണിംഗ് ആണ്, ഉള്ളതിനെ എടുത്ത് കളയുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഒരു ചോദ്യം, ഈ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി, ഈ ഫിലോസഫിയും തിയറിയും നമുക്ക് മനസ്സിലായി, ഇതെങ്ങനെ പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്യും? അത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന 2 ബോധ തലങ്ങളുണ്ട്, ബോധ മനസ്സിൻ്റെയും ഉപബോധ മനസ്സിൻ്റെയും. അപ്പം ഉപബോധ മനസ്സ് ഇത് വൃത്തിയാക്കാൻ സ്വമേധി അങ്ങനെ തുറന്നു തരണോ, ഞാൻ ഓക്കെയാണ്, ഇപ്പം എൻ്റെ ഉള്ളിലൊക്കെ ചുരണ്ടിക്കോ കുഴപ്പമൊന്നുമില്ല,
അല്ലാണ്ട് നമ്മൾ തൊടാൻ പോകുമ്പോഴത്തേക്ക് ചില കുട്ടികളില്ലേ എന്തെങ്കിലും ചളിയൊക്കെ ആയാൽ തൊടാൻ പോകുമ്പോഴത്തേക്ക് ഇല്ല എനിക്ക് വേദന ആവുമെന്ന് പറഞ്ഞിട്ട് പിടിച്ചിക്കണേ, അതേപോലെ ഉള്ളിലൊരു പിടുത്തം വരും. അതുകൊണ്ട് ആളുകൾക്ക് മാറാൻ പറ്റാത്തത്. അപ്പോൾ ചില ഘട്ടങ്ങളുണ്ട്, ചില സമയങ്ങളുണ്ട്. ഈ സമയങ്ങളിൽ മാത്രമാണ് നമുക്ക് ഈ ഉള്ളിലുള്ള സാധനങ്ങളെ എടുത്ത് കളയാൻ പറ്റുക. ഉള്ളിലുള്ളത് കളയാനും ഉള്ളിലേക്ക് പുതിയത് വെക്കാനും അകത്തെ ബോധം തന്നെ നമ്മൾ അനുവദിക്കണം. അപ്പോൾ ഇത് അനുവദിക്കാൻ ചില മെത്തേഡ്സ് സയൻസ് പറയുന്നുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട മെത്തേഡാണ് രണ്ട് മനസ്സില്ലാതെ ഒറ്റ മനസ്സിൽ നിൽക്കുന്ന നമ്മുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞതുപോലെ കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് ഒരേ ലൈനിൽ വരാമെന്ന് പറയും. രണ്ടും ഒരേ ലൈനിൽ വരാം. ആ ഒരേ ലൈനിൽ വരുന്ന സമയത്ത്, ഒരേ അവെയർനെസ്സിൽ വരുന്ന സമയത്ത് ബോധത്തിൽ നിന്നും ഉള്ളിലേക്ക് മെസ്സേജുകൾ കൊടുക്കാനും ഉള്ളിൽ നിന്നും പുറത്തേക്ക് മെസ്സേജുകൾ എടുക്കാനും പാകപ്പെട്ട അവസ്ഥ. സാധാരണ ഒരു മനുഷ്യൻ ഉണർന്നിരിക്കുന്ന സമയത്ത്, പൂർണ്ണ ബോധവാനായിട്ട് ഫുൾ ഓൺ ആയിട്ടിരിക്കുന്ന സമയത്ത്, പകൽ സമയം എന്ന് പറയാം, ഈ സമയത്ത് നമ്മൾ GCTPയിലൊക്കെ പഠിച്ചതാണ്, മെഡിറ്റേഷൻ ബേസ് ചെയ്ത് പഠിച്ചതാണ്. ഈ സമയത്ത് ഒരു മനുഷ്യൻ്റെ ബീറ്റ അവെയർനെസ് ആണ് ഉണർന്നിരിക്കുന്നത്. ബീറ്റ അവെയർനെസ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഓണാണ്, ബോധം ഫുള്ള് ഓണാണ്, ഉള്ളിലുള്ള ആൾ ഉറങ്ങാണ്. അപ്പോൾ നമ്മുടെ ബോധം ഭയങ്കര ഉയർന്നിരിക്കും, ഒരുപാട് ചിന്തകളൊക്കെ നടക്കും, അനാലിസിസ് ഒക്കെ നടക്കും, പക്ഷെ ഒന്നും ഉള്ളോട്ട് പോവില്ല. ഉള്ളോട്ട് പോയില്ല ഇൻ ദ സെൻസ് ഉള്ളിൽ മാറ്റാനുള്ള ഒന്നും പോവില്ല. ഉള്ളിലുള്ളത് എന്താണ് അത് അതേപോലെ ഓട്ടോ പൈലറ്റ് നടക്കാൻ ഓക്കെ ആയിട്ട് സ്വിച്ച് ഇട്ട് പോയതായിരിക്കും ഉള്ളിലുള്ള ആൾ. അതുകൊണ്ടാണ് എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ തോന്നുന്നത്. അത് അങ്ങനെ ഉണ്ടാവുള്ളൂ. കാരണം എന്താ, ഉള്ളിലുള്ള ആൾ പുതിയതൊന്നും ഉണ്ടാക്കി തരാൻ റെഡിയായ അവസ്ഥയിലല്ല. കാരണം നമ്മൾ ബീറ്റ എന്ന ബോധത്തിലാണ്, ഫുള്ള് ബോധം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി മറ്റൊരു തലം എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന സമയമാണ്. ഉറക്കുന്ന സമയത്ത് ബോധം പോകുന്നു, ഉള്ളിലുള്ള ആൾ ഫുൾ ഓണാ, കംപ്ലീറ്റ്ലി ഓണാണ് ഉറങ്ങുന്ന സമയത്ത്. ഹീലിംഗ് നടക്കുന്നത് അല്ലെ, മുറിവ് ഉണങ്ങുന്നത് ഉറങ്ങുന്ന സമയത്താണ്. അപ്പോൾ കഴിച്ച ഭക്ഷണം കുറച്ചുകൂടി ഈസി ആയിട്ട് ഡൈജഷൻ നടക്കുന്നതൊക്കെ നമ്മൾ ഫുൾ വർക്ക് ചെയ്യാതെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ ഈസി ആയിട്ട് ഉള്ളിലുള്ള ആൾക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നു. ഈ സമയത്ത് നമ്മൾ തീറ്റ അല്ലെങ്കിൽ ഡെൽറ്റ എന്നൊക്കെ പറഞ്ഞ ഒരു അവയർനെസ് ഇല്ല. ദാറ്റ് മീൻസ് ബോധമേ ഇല്ല. ഈ രണ്ടവസ്ഥയിലും ഞാൻ നേരത്തെ പറഞ്ഞ അകത്ത് മാറ്റൽ പുറത്തേക്ക് എടുക്കൽ നടക്കണില്ല. ഏതവസ്ഥയിലും നടക്കുക, ഇതൊരു ബാലൻസിൽ വന്നിട്ട് ഫുള്ള് ബോധത്തിലും അല്ല ഫുള്ള് ഉപബോധം മാത്രമുള്ള അവസ്ഥയിലല്ല. ഇത് രണ്ടും ബാലൻസ് ആണ് സമയത്താണ് ബോധം ഉപയോഗിച്ച് നമുക്ക് ഉള്ളിലേക്ക് എന്തെങ്കിലും കൊടുക്കാനും ഉപബോധത്തിന് നമ്മുടെ ബോധത്തിലേക്ക് എന്തെങ്കിലും പറഞ്ഞു തരാണെങ്കിൽ അത് തരാനും പറ്റാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നടക്കാൻ ചില മൊമെൻറ്റുകൾ സയൻസ് പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മെഡിറ്റേഷൻസിൻ്റെ സമയങ്ങൾ, മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയങ്ങൾ. അപ്പോൾ ഓൾറെഡി മെഡിറ്റേഷന് നമ്മൾ ആ പ്രൊസീജിയേഴ്സ് വളരെ ഈസി ആയിട്ട് നല്ല ഡീപ്പായിട്ട് പോയിട്ട് ആ ക്ലെൻസിങ്ങിൻ്റെ പാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ക്രിയേറ്റീവ് ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഇൻറ്റേർണൽ സംഭവം കോൺട്രാക്റ്റ് കറക്റ്റാക്കി വെച്ചിട്ടാണ് നമ്മൾ ഈ ക്രിയേറ്റീവ് ആക്ടിവിറ്റിയിൽ പോണത്. അപ്പോൾ ആ ക്രിയേറ്റീവ് ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, മെഡിറ്റേഷൻ കഴിഞ്ഞ് കുറച്ച് സമയത്തേക്കും ആ സ്റ്റേറ്റ് അങ്ങനെ തന്നെ നിൽക്കുന്നതാണ് പറയുന്നത്. അതാണ് പ്ലാറ്റിനം ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യണത്, നല്ല പുതിയ അവബോധങ്ങൾ, പുതിയ റിഫ്ലക്റ്റീവ് വർക്കുകൾ ചെയ്യണം. അപ്പോൾ നൈസായിട്ട് ഒരു ഇൻറ്റേർണൽ സർജറി ചെയ്യാൻ പാകപ്പെട്ട അവസ്ഥയിൽ നമ്മുടെ മനസ്സ് റെഡി ആയിട്ട് നിൽക്കായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങോട്ട് കയറുമ്പോൾ ഗൈഡ് കയറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വെത്തിനിരുന്ന് കഴിഞ്ഞാൽ ഈ പ്രോസസ്സൊക്കെ പോയോ? ഈ പ്രോസസ്സുകളൊക്കെ ചെയ്തൊരവസ്ഥയിൽ പുതിയ വയറിംഗ് ഒക്കെ ഇങ്ങനെ ബഡ് ചെയ്യണ പുതിയ വയറിങ്, പുതിയ ന്യൂറൽ വയറിങ്ങിൻ്റെ പുതിയ ബഡ് ഇങ്ങനെ സെറ്റായി വെച്ചിട്ടുണ്ടാവില്ല. ഭയങ്കര ഇളം സാധനം, തൊട്ടാ പൊട്ടിപ്പോവും. ആരേത് ലെവലിലേക്ക് ഇങ്ങനെ ബഡ് ചെയ്ത് വരായിരിക്കും. ആ ബഡ് ചെയ്ത് വരുന്ന സാധനത്തിന് ഞാനിവിടെ നിന്നിട്ട് എന്ത് ചെയ്യും, ഒന്ന് അവെയർനെസ് എലവേറ്റ് ചെയ്തിട്ട്, ഞാൻ റിഫ്ലക്റ്റീവ് ടാസ്കിനെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ടല്ലോ, ഒന്ന് എലവേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയത്തേക്ക് അതിനങ്ങ് സ്ട്രോങ് കണക്ടിവിറ്റിയിലൂടെ കൊണ്ടുപോകും. നിങ്ങളെ മൈൻഡിൽ വേറെ എവിടെയെങ്കിലും ഈ വളരെ ഇളമായി കിടക്കുന്ന ഇല അല്ലെങ്കിൽ ഈ ബഡിനെ സ്ട്രോങ് ആക്കാൻ വേറെ എവിടെയെങ്കിലും വളങ്ങളുണ്ടെങ്കിൽ ഞാൻ അവിടെ കുഴുത് പറിച്ചിട്ട് സാധനം ഇങ്ങ് എടുത്തിട്ട് അതിൻ്റെ കൂടെ അങ്ങ് വെച്ചരും. അപ്പോൾ ദിസ് ബിക്കം സ്ട്രോങ്. അപ്പോൾ ഒരു അടുത്ത ആഴ്ച നിങ്ങൾ ഇവിടുന്ന് പോയിക്കഴിഞ്ഞാലും ഈ സാധനം അവിടെ നെറ്റ്വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, വയർ ചെയ്തുകൊണ്ടിരിക്കും. ആ പണിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ മനസ്സിലായല്ലേ, ഇത് ആയുധം വെച്ചുള്ള പരിപാടിയാണ്. ഇതിങ്ങനെ വളവള പറയലല്ലാത്ത മനസ്സിലായല്ലേ, പോയിന്റ് മനസ്സിലായല്ലേ? അപ്പോഴാണ് ഇതിന് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്. അപ്പം നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു ഫ്രീ ആയിട്ടൊരു സൈക്കിക് സർജറി എല്ലാ ആഴ്ചയും കിട്ടുന്നുണ്ടെങ്കിൽ എന്തിനത് മിസ്സാക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനത് മിസ്സാക്കുന്നു? കാരണം ഇതെല്ലാം നമ്മൾ പ്രാക്ടിക്കലി സമയം എടുത്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി വരുമ്പം നമ്മൾ ഡിസ്കഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഇൻറ്റേർണൽ റിവയറിങ് സോ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. നമ്മൾ പറയാം, നമ്മൾ കൂടുതൽ പണിയെടുക്കാതെ ബാക്കിയുള്ളവർ നമുക്ക് വേണ്ടി പണിയെടുത്ത് തരാണ് എന്ത് സുഖം അല്ലേ. മറ്റാൾ പറഞ്ഞാൽ നിന്നെ പണിക്ക് മുതലാളിനെ പണിക്ക് വിട്ടിട്ടാണെങ്കിൽ ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞില്ലേ, അതേപോലെ നമ്മളെ കൊണ്ടൊക്കെ പണിയെടുപ്പിച്ചിട്ടാണ് നിങ്ങൾ കഴിച്ചിലാവാന്നുള്ളൊരു സാധനമല്ലേ ബാക്കിയുള്ളവരുടെ ഗോളിൽ. അപ്പോൾ ഇവിടെ ആളുകൾ എക്സ്പീരിയൻസുകൾ പറയുമ്പം അവരുടെ അവെയർനെസ്സുകൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ ചെലവിൽ നമ്മൾ ഗോൾ അടിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഗൈഡഡ് ടോക്കിൽ
റിസൾട്ടുകൾ നമ്മളോട് പേഴ്സണലി ഷെയർ ചെയ്ത മെജോറിറ്റി ആൾക്കാർ ചോദ്യം പോലും ചോദിക്കാത്തവരാ. നമ്മൾക്ക് എന്തേലും പരിപാടി അത് ഓരോരുത്ത് പറയുമ്പോൾ ഞാനിങ്ങനെ കണക്ട് ചെയ്തിട്ട് സാധനം കിട്ടിയിട്ടുണ്ട്, സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ മെജോറിറ്റി ആൾക്കാർ ഇവിടെ വീഡിയോയിൽ ഇരിക്കാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ, വീഡിയോയിൽ വരാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ വലിയ വിദ്വാൻമാരാണ്. ഇവർക്ക് എനിക്ക് തോന്നുന്നു ഏതോ ഒരു ക്ലാസ്സിൽ ഞാൻ ഈ KR നാരായണൻ്റെ കഥയൊക്കെ പറഞ്ഞപ്പോൾ ക്ലാസ് മുറിയുടെ പുറത്തിരുന്നിട്ട് ഒളിച്ചു നോക്കിയിട്ടൊക്കെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ അതെവിടെ വയറായതാ തോന്നുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ വരൂല, ഇങ്ങനെ KR നാരായണ ആവാനുള്ള ഒരു ഇതിലാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവരെ ലക്ഷ്യം തന്നെ എന്ന് പറഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഞാൻ വീഡിയോയിൽ വരെ വരാതാ GT കൊണ്ട് രക്ഷപ്പെട്ടത്, ഇത് പറയാനിങ്ങനെ കാത്തിരിക്കുന്നത് പോലെയാണെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സെൽഫ് എസ്റ്റീം കൂട്ടാനും നമ്മുടെ സെൽഫ് അവെയർനെസ് കൂട്ടാനും നമ്മുടെ സെൽഫ് വർത്ത് കൂട്ടുന്നതിൽ വരെ അപ്പിയറിങ് ഇൻ ദ വീഡിയോ വിൽ ഹെൽപ്പ് യു. കാരണം എന്താ, വീഡിയോയിൽ വരണമെങ്കിൽ വളരെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടെ ഇരിക്കുക, ഞാൻ കുറേ ആയിട്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കലേ, കുറേ വർഷമായില്ല ഈ പരിപാടി കൊണ്ടിട്ട്. ഇതിൽ മെജോറിറ്റി ആൾക്കാരുടെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുങ്ങുന്നില്ല. GTക്ക് എന്തില്ല, ഒരുങ്ങുന്നു ഇല്ല GTക്ക്. നിങ്ങൾ വെറുതെ എങ്ങനെ ആലോചിക്കുക, രാവിലെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഞാൻ ക്ലാസ് എടുക്കണം വിചാരിക്കാം. അപ്പോൾ രാവിലെ 6:30 ആകുമ്പോൾ ഗൈഡ് ഇങ്ങനെ നിങ്ങളെ വീട്ടിൻ്റെ കൊലായിലിങ്ങനെ നിൽക്കുന്നുണ്ട്. ഷാൻ അങ്ങനെ വന്നിട്ട് നിങ്ങളുടെ ഹോളിലേക്ക് കയറിയിട്ട് മെഡിറ്റേഷൻ തുടങ്ങാമെന്ന് പറയുമ്പോൾ എല്ലാവരും വീഡിയോയിൽ അറിയുമ്പോൾ നിങ്ങൾ റൂമിൽ ഡോറും ലോക്ക് ചെയ്തിട്ട് പുതപ്പിൻ്റെ ഉള്ളിൽ ഓൺലൈനിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കേൾക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഷാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നെ ഷാനേറ്റ് മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നിങ്ങളുടെ ഹോളിൽ തന്നെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്, ഇപ്പുറത്തെ ഒരാൾ എന്നോട് ചോദിക്കണം നിങ്ങൾ ഹോളിലാണ് നടക്കണേ, ഗൈഡ് സംസാരിക്കണ്ടല്ലോ ഹോളിൽ ഇരുന്നിട്ട്, അപ്പോഴേക്ക് ഇപ്പോൾ റെഡി ആകുന്ന പറഞ്ഞിട്ട് പിന്നെ എണീറ്റ് പോയി ചാടി വാഷ്റൂം പോയിട്ട് പല്ലേക്കലും അതിൻ്റെ ഇടയിൽ ഇതിങ്ങനെ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ആയിരിക്കും ചായ എൻ്റെ സൈഡ് കൂടി ആക്കുന്നുണ്ട്. ഒക്കെ കഴിയുമ്പോഴത്തേനെ ഗൈഡും മുസ്ലിയും തമ്മിലുള്ള സംസാരം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഹോളിലേക്ക് വരാം എന്ന് തീരുമാനിച്ചിരുന്നപ്പോൾ വീണ്ടും ഒരു സംഭവമല്ല, വീഡിയോയിൽ ഇപ്പം തന്നെ ഗൈഡിനെ പോയി കാണണം, ഗൈഡ് മൊത്തം സംസാരിക്കണം മുന്നേ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റീവ് ടാസ്ക് വരുമ്പോൾ വീണ്ടും ഒന്നുകൂടി ബെഡിലേക്ക് ചാടിയിട്ട് ഒന്നുകൂടി കിടന്ന് ചെയ്യട്ടാറ്. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ ഹോളിൽ ഇരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ നന്നായിട്ട് സ്വീകരിക്കുകയാണോ ചെയ്തത്, അപമാനിക്കുകയാണോ ചെയ്തത്? അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് നിങ്ങളുടെ ഹീലിംഗ് മാത്രം നടന്നാൽ പോരാ, എൻ്റെ ഹീലിംഗ് നടക്കണ്ടേ, മനസ്സിലായല്ലേ? അപ്പോൾ മറ്റാൾ പറഞ്ഞാൽ അല്ല നിർത്തി അങ്ങ് അപമാനിക്കുവാണോ എന്ന് വെച്ച പോലെയുള്ള അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ ഒന്നും മാറ്റിയിട്ട് ഇനി ന്യൂ ഇയർ വരെ ഒന്നും കാത്തിരിക്കേണ്ട. ഈ പ്രാവശ്യത്തെ വെച്ച് കുറേ ആൾക്കാരുണ്ട് എല്ലാ GTയും വീഡിയോയിൽ അപ്പിയർ ചെയ്യും. 2 കൊല്ലം മുന്നേയുള്ള ന്യൂ ഇയർ റെസൊല്യൂഷനാണ്, ഇപ്പോഴും ആയിട്ടില്ല. ഇതിപ്പോൾ ഏതായാലും 300 ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിലെത്താന്നുള്ളതാണ് എൻ്റെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും നമ്മളെത്തൂല. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ആർ സെർട്ടൻ, അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ അങ്ങനെ അപ്പിയർ ചെയ്യുമ്പോൾ യു ലേൺ, ആ ഡിസിപ്ലിൻ നിങ്ങൾ മനസ്സിലാക്കും. അതിനാണ് അതെത്ര നിർബന്ധമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് തുടങ്ങിയ കാലം മുതലേ പറയുന്നവരാണ്, ചെയ്യുന്നവർക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് കിട്ടാറുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിവേ, അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ഈ അവബോധം മാറ്റുന്ന ചില സമയങ്ങളുണ്ട്, അത് മെഡിറ്റേഷൻ സ്റ്റേറ്റുകളാണ്, ഇങ്ങനെ പല മൊമെൻറ്റുകളാണ്. അപ്പോൾ അതിലൂടെ കടന്നു പോകുന്ന ആ മൊമെൻറ്റുകളിൽ മാത്രമേ ഇൻറ്റേർണൽ ക്ലെൻസിങ് നടക്കുള്ളൂ. അപ്പോൾ പണ്ട് ഈ സ്പിരിച്വൽ സൈറ്റ്സ് ആയിട്ടുള്ള മിസ്റ്റിക്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ആ ഒരു വണ്ണസ് എന്ന് പറഞ്ഞ ഉള്ളിലത് മാറ്റാൻ പാകപ്പെട്ട ആ ഒരു അവസ്ഥ, ആ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പല ടൂളുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പലതരത്തിലുള്ള മെഡിറ്റേറ്റീവ് ടൂളുകൾ. ഇപ്പം ചില ആളുകൾ ഡിവൈൻ നെയിംസ് ചാൻഡ് ചെയ്ത്, അതായത് ഡിവൈൻ റിമെമ്പറൻസ്, സ്മരണ ചാൻഡ് ചെയ്ത് ഒന്നെങ്കിൽ പ്രകൃതിയുടെ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നിട്ട് പ്രകൃതിയായിട്ട് അങ്ങനെ സിങ്ക് ചെയ്തിട്ട് ഒരൊറ്റ വേർഡ് മാത്രം ആവർത്തിക്കുകയാണ്. ഈ രാമനാമം ജപിക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരൊറ്റ വേർഡ് മാത്രം, ഒരു ഡിവൈൻ നെയിം മാത്രം റിപ്പീറ്റ് ചെയ്ത് ചാൻഡ് ചെയ്ത് വരുമ്പോഴേക്ക് അവർക്കുള്ളിലെ പ്യൂരിറ്റി സെൽഫ് ഉണരാണ്. ദാറ്റ് മീൻസ് ഞാനും നിങ്ങളും എല്ലാ GTയിലും പറഞ്ഞാണ്, ഞാനും നിങ്ങളും എല്ലാവരുടെ ഉള്ളിലും ഈ മനസ്സിലുള്ള ഐഡൻറ്റിറ്റിക്ക് അപ്പുറത്തേക്ക് മനസ്സൊരു ഐഡൻറ്റിറ്റി സ്വീകരിക്കുന്നതിന് മുന്നേ ഉള്ളൊരു പ്യൂരിറ്റി ഉണ്ടല്ലോ, ഇല്ലേ? പേരൊക്കെ വരുന്നതിന് മുന്നേ, മനസ്സ് പഠിക്കുന്നതിന് മുന്നേ, മനസ്സിലേക്ക് വിശ്വാസങ്ങൾ ഐഡിയകളൊക്കെ വരുന്നതിന് മുന്നേ ഉള്ളൊരു സെൽഫ് കിടക്കുന്നുണ്ടല്ലോ. ഈ സെൽഫ് എന്ന് പറഞ്ഞാൽ ഡിവൈൻ ക്വാളിറ്റിയിലാണ് കിടക്കണേ. അപ്പം നിങ്ങൾ ഇസ്മുകൾ പറഞ്ഞ് മെഡിറ്റേറ്റ് ചെയ്യുന്നത് പോലെ, ഡിവൈൻ നാമങ്ങൾ ജപിക്കുന്നത് പോലെ, മന്ത്രിക്കുന്നത് പോലെ, ദിക്റുകൾ ചൊല്ലുന്നത് പോലെ, അത്തരം മെഡിറ്റേറ്റീവ് സ്റ്റേറ്റുകൾ ഇരുന്നിട്ട് അവരിങ്ങനെ ആവർത്തിക്കുന്നതിലൂടെ അവരുടെ മനസ്സിൻ്റെ എല്ലാ ലെയറുകളും, മലിനമായി കിടക്കുന്ന എല്ലാ ലെയറുകളെയും ക്ലീൻ ചെയ്ത് അവർ ഉള്ളോട്ട് സീക്ക് ചെയ്ത് പോവുക. അപ്പോൾ അവർ ലക്ഷക്കണക്കിന് ദിക്റുകൾ, മന്ത്രങ്ങൾ അവർക്ക് ജപിക്കാനുണ്ടാവും.
ഒറ്റ മന്ത്രം തന്നെ ലക്ഷോപലക്ഷം സമയം മന്ത്രിച്ചുകൊണ്ടിരിക്കുക. എന്താണ്? അവരൊരു മെഡിറ്റേറ്റീവ് ടൂളായിട്ട് ഈ മനസ്സിൽ കയറിയിട്ടുള്ള മാലിന്യങ്ങളൊക്കെ വകഞ്ഞു മാറ്റിയിട്ട് അവരുടെ ഉള്ളിൽ ആ പ്യൂരിറ്റി എന്ന് പറഞ്ഞ ഐഡിയൽ ആകുന്ന ഒരു സെൽഫിനെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഐഡിയൽ സെൽഫിൽ പോയിട്ട് അവർ ചില മൊമെൻറ്റിലൊക്കെ കണക്ട് ചെയ്യുമ്പോഴേക്ക്, ടച്ച് ചെയ്യുമ്പോഴേക്ക് അതിൽ നിന്നും വല്ലാത്തൊരു പ്രകാശത്തിൻ്റെ പ്രവാഹം ഉണ്ടാവാണ്. ആ പ്രവാഹം ഉള്ളിൽ നിന്ന് അങ്ങ് ഓണാകുമ്പോഴേക്ക് ആ പ്രകാശം ഇരുട്ടിനെ ശുദ്ധീകരിക്കുമോ? വെള്ളം എങ്ങനെയാണോ മാലിന്യത്തെ ശുദ്ധീകരിക്കുന്നത്, ഇതേപോലെ തന്നെ നമ്മുടെ അകത്ത് അടഞ്ഞുകൂടി കിടക്കുന്നത് നമ്മുടെ അല്ലാത്ത ലോ സെൽഫ് ഐഡൻറ്റിറ്റികൾ, ഈഗോ ബേസ് ചെയ്തിട്ടുള്ള ഐഡൻറ്റിറ്റികളൊക്കെ അതെന്ത് ചെയ്യും? സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ, ഇത് രണ്ടിനെയും ആ പ്രകാശം കൊണ്ട് അവർ ശുദ്ധീകരിക്കുന്നു. ഇങ്ങനെയാണ് അവർ ആ മെത്തേഡ് ഉണ്ടാക്കിയത്. എന്നാൽ മോഡേൺ സയൻസിലേക്ക് വരുന്ന സമയത്ത് ന്യൂറോ സയൻറ്റിസ്റ്റുകളും ഹാർവാർഡ് പോലത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉള്ളവർ വർഷങ്ങളോളം 10, 30, 40 വർഷത്തോളം ഇത്തരം സ്പിരിച്വൽ പ്രാക്ടീഷണേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ബ്രെയിനിൽ എന്താ നടക്കുന്നത് ഈ ക്ലെൻസിങ് പ്രോസസ്സിലൂടെ പോകുമ്പോൾ, അവരെങ്ങനെയാണ് ഇൻറ്റേർണൽ റിയാലിറ്റി ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ പഠിച്ചിട്ട് അവരിന്ന് മോഡേൺ ആയിട്ട് കുറേ സിസ്റ്റങ്ങൾ ഉണ്ടാക്കി. അതിൽപ്പെട്ടതാണ് ട്രാൻസെൻഡൽ മെഡിറ്റേഷൻ, കോൺവെർസേഷണൽ പ്രോഗ്രാമിംഗ്. അത് ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു മോഡേണൈസ് ചെയ്തിട്ട് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പാകത്തിനാണ് അവരത് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് വെരി പ്രാക്ടിക്കൽ. പല രീതികളിലൂടെ ഈ ഐഡിയൽ സെൽഫിലെത്തിയിട്ട് ആ ചേഞ്ച് ഉണ്ടാക്കാൻ, ആ ഷിഫ്റ്റ് ഉണ്ടാക്കാൻ ഇന്ന് പല മൊഡാലിറ്റീസ് ഉണ്ട്, പല ടൂളുകളുണ്ട്. അതിലേറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ടൂളുകളാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സ്പിരിച്വലി നോക്കിക്കഴിഞ്ഞാൽ മൗലാന റൂമി ഇതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞു, ഏറ്റവും ബെസ്റ്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അൺലേണിംഗാണ്. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ? അൺലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളല്ലാത്തതിനൊക്കെ കളയലാണ്. ആക്ച്വലി നമ്മളല്ലാത്തതെന്തോ, നമ്മൾക്ക് പുതിയതിലേക്ക് കടക്കാൻ എന്താണോ ചലഞ്ചിങ് ആയിട്ട് ഉള്ളിലുള്ളത് അതിനൊക്കെ ഒന്ന് എടുത്ത് കളയാനുണ്ട്. അത് റൂമി മിസ്റ്റിക്കലി സ്പിരിച്വലി തന്നെ പറഞ്ഞു, അൺലേണിംഗ് ആണ് ബെസ്റ്റ് ഫോം ഓഫ് ലേണിംഗ്. ഇനി ഇപ്പുറത്ത് വേറൊരു സൈഡിൽ സയൻസിലേക്ക് വരുമ്പം സയൻസ് പറയുന്നു ഹയസ്റ്റ് ഫോം ഓഫ് ഇൻ്റലിജൻസ് എന്താണ്? നിങ്ങൾ പറഞ്ഞോ? ഇതാ തേങ്ങ. ഹയസ്റ്റ് ഫോം ഓഫ് ഇൻ്റലിജൻസ് എന്താണ്? കഴിഞ്ഞ 2 മെഗാ ഇവൻറ്റിൽ ഞാൻ നായകക്ക് 40 വട്ടം പറഞ്ഞു മെറ്റാ കോഗ്നിഷൻ. മറന്നു പോയതാ അല്ലേ? മറ്റേ ബുക്ക് എടുത്തില്ല ഒന്നും ഡോക്ടർ, അതാണ് എനിക്ക് മനസ്സിലായി, എൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ ഹയസ്റ്റ് ഫോം ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെറ്റാ കോഗ്നിഷൻ. മെറ്റാ കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ചിന്തകളെക്കുറിച്ച് ചിന്തിക്കാം, ചിന്തകളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ ചെയ്ത ഇന്നത്തെ ആക്ടിവിറ്റി മെറ്റാ കോഗ്നിറ്റീവ് ആണ്. ഇവിടെ ചെയ്യുന്ന എല്ലാ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് എന്താണ്? നിങ്ങൾ ഡിസസോസിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ നടന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുകയാണ്. അതൊരു ഹയസ്റ്റ് ഫോം ഓഫ് ഇൻ്റലിജൻസാണ്. അപ്പോൾ റൂമി പറഞ്ഞ അൺലേണിങ്ങും ഈ പറഞ്ഞ മെറ്റാ കോഗ്നിഷനും ഇത് രണ്ടും കൂടി കണക്റ്റിംഗ് ആയാൽ എന്ത് സംഭവിക്കും? ഒരു ഭാഗത്ത് സെൽഫ് റിഫ്ലക്ഷൻസ് നന്നായിട്ട് നടക്കുന്നു, വേറൊരു ഭാഗത്ത് അൺലേണിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് സൈമൾട്ടേനിയസ് ആയിട്ട് ആൾട്ടർനേറ്റ് അല്ല പാരലലി ഇങ്ങനെ ഒരുമിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? നമ്മുടെ ബ്രെയിന് പുതിയ പുതിയ റെലമിലേക്ക്, പുതിയ പുതിയ അവെയർനെസ്സിലേക്ക്, പുതിയ പുതിയ എവല്യൂഷൻസിലേക്ക് അത് സെറ്റാവും. ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഗൈഡഡ് ടോക്കിലും നമ്മുടെ എല്ലാ പ്രോഗ്രാംസിലും നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. ഇപ്പം നിങ്ങളിവിടെ ഇരിക്കുന്ന സമയത്ത് മുഴുവനും ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആ സെൽഫിൽ നിന്ന് ഡിസസോസിയേറ്റ് നിങ്ങൾ അവിടെ മാറി മാറി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കിയേ, ഈ മെറ്റാ കോഗ്നിറ്റീവ് അവെയർനെസ്സിലും അൺലേണിംഗ് അവെയർനെസ്സിലും എല്ലാതിരിക്കുമ്പം നമ്മളെ മനസ്സ് ഏത് ഈഗോയിലാണോ ആ ഈഗോനെ നമ്മൾ റിയാലിറ്റി ആയിട്ട് സ്വീകരിച്ച് അതിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ആർ ഇൻസൈഡ് ഇറ്റ്, അതിൻ്റെ അകത്താണ്. അതൊന്നും പുറത്തേക്ക് വരൽ ഭയങ്കര പ്രയാസമാണ്. ആ ഈഗോ സെൽഫിൻ്റെ അകത്തിരുന്ന് നിങ്ങൾ എത്ര ചിന്തിച്ചാലും എന്തൊക്കെ പ്രോസസ് ചെയ്താലും ആ ഈഗോ സെൽഫിൻ്റെ റിയാലിറ്റിയിലേക്ക് മാച്ച് ചെയ്യുന്ന ഡെസിഷൻസേ വരൂ. യു ഫീൽ ലൈക്ക് ഞാനിവിടെ കറക്റ്റായിട്ടൊരു തീരുമാനം എടുത്തു, പക്ഷെ ചോദ്യം, ആ തീരുമാനം എടുത്തതേ ഒരു ഈഗോ സെൽഫിൽ നിന്നാണെങ്കിൽ ആ ഈഗോ സെൽഫിന് മാച്ച് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തെന്നല്ലാണ്ട് അതിൻ്റെ പുറത്തേക്ക് നിങ്ങൾക്കൊരു പോവലില്ല. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഒരു കാട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ്, ആ കാട്ടിൽ ഒരു സ്പെസിഫിക് ഏരിയയിൽ അകപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾ ഈ മുറിയിൽ നിന്നും ആ മുറിയിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ആ കാട്ടിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു വഴി, ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു തോട്ട് കിട്ടി, ഇവിടുന്ന് അടുത്ത മുറിയിലേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിച്ച് ആക്ച്വലി ഫുള്ളായിട്ട് രക്ഷപ്പെട്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പുറത്തേക്ക് വരണ്ടേ, നിങ്ങൾ എവിടെ നിൽക്കണേ കാണണ്ടേ. അപ്പോഴല്ലേ നിങ്ങൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷനിലേക്കും സാൽവേഷനിലേക്കും വേണ്ട ഡെസിഷൻസ് എടുക്കാൻ പറ്റുക. അപ്പം കുറേ ആൾക്കാർ ഇപ്പോൾ എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ ഏത് സെൽഫിലാണോ ആ സെൽഫിൻ്റെ ഐഡൻറ്റിറ്റിക്ക് അകത്ത് നിന്നുകൊണ്ട് റിയാലിറ്റീസിൽ മാറാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മോക്ഷം എന്ന് പറയുന്നത്, ഒരു അൾട്ടിമേറ്റ് ഫ്രീഡം എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കൊള്ളണമെന്നില്ല.
ഒരു ലിമിറ്റഡ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സോ മെറ്റാ കോഗ്നിറ്റീവ് പ്രോസസ്സിലൂടെയും അൺലേണിംഗ് പ്രോസസ്സിലൂടെയും മാത്രമേ നമുക്കതിനെ മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ. ഈവൻ ഇതിൻ്റെ അകത്തിരുന്നിട്ട് സ്വപ്നങ്ങൾ കണ്ട ആൾക്കാർ പോലും, മീൻസ് ഈ ഫ്രെയിമിൻ്റെ അകത്തിരുന്ന് സ്വപ്നങ്ങൾ കണ്ട ആൾക്കാർ പോലും അവർക്ക് അച്ചീവ് ചെയ്യാനുള്ള വലിയ സ്വപ്നങ്ങളായി കാണുന്നത് ഈ ലിമിറ്റഡ് ഫ്രെയിമിൻ്റെ ഉള്ളിലുള്ള സാധനം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അവർക്ക് സ്വപ്നങ്ങൾ പോലും ഇല്ല. അവർ അച്ചീവ് ചെയ്യുമ്പോൾ യെസ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ആഗ്രഹിച്ച സംഭവങ്ങളൊക്കെ കിട്ടി. പക്ഷെ നിങ്ങളെ ഏത് ഈഗോ സെൽഫിലാണോ നിങ്ങൾ നിന്ന് അതിൻ്റെ മാനിഫെസ്റ്റേഷനിൽ മാത്രം നിങ്ങൾ പോയിട്ടുള്ളൂ. നിങ്ങളുടെ ട്രൂ ആയിട്ടുള്ള സെൽഫിലേക്ക് നിങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ എന്താണ് അതിനുള്ള പരിഹാരം? അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ബെറ്റാ കോഗ്നിറ്റീവ് പ്രോസസ്സിലൂടെയും അൺലേണിംഗ് പ്രോസസ്സിലൂടെയും നമ്മളതിൻ്റെ അപ്പുറത്തേക്ക് അടുക്കണം. ഓക്കെ, നമ്മുടെ സോൾ അവെയർനെസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പ്യോർ. സോൾ എന്ന് പറയുമ്പോൾ നമുക്ക് പ്യൂരിറ്റി അല്ലേ ഫീൽ ചെയ്യുക? അല്ല, അങ്ങനെയല്ലേ ഫീൽ ചെയ്യുക? നമുക്ക് സോൾ എന്ന് പറയുമ്പോൾ ഒന്നും തോന്നില്ല. ഞാൻ സോൾ എന്ന് പറയുമ്പോൾ തന്നെ എന്തോ കണക്ഷൻ കിട്ടാത്ത പോലെയൊക്കെ ചില ആൾക്കാരുടെ ഫേസിൽ. സോൾ മീൻസ് അല്ലേ, സോൾ എന്ന് പറയുമ്പോൾ തന്നെ വി ഫീൽ പ്യൂരിറ്റി. സോൾ ഈസ് സോ പ്യുവർ എന്നുള്ളതാണ്. അപ്പോൾ സോൾ എന്ന് പറയുമ്പോൾ പ്യൂരിറ്റി വരാം. മൈൻഡ് എന്ന് പറയുമ്പോഴാണ് ശരിക്കും നമുക്ക് ഇമോഷൻസ്, പ്രോബ്ലംസ്, ചലഞ്ചസ്, ഗോൾസ്, ഡിസയേഴ്സ്, അറ്റാച്ച്മെൻറ്റ്, പൊസസീവ്നെസ്, ലെറ്റ് ഗോ തുടങ്ങിയിട്ട് എല്ലാ ഡെസ്റ്റിനേഷൻ മുതലൊക്കെ കിടക്കുന്നത് എന്തില്ല? മൈൻഡിലാണ്. മൈൻഡിലാണിത് ഫുള്ള്. നമുക്ക് മൈൻഡ് മാനേജ് ചെയ്യാനാണ് വലിയ ബുദ്ധിമുട്ട്. സോള് മാനേജ് ചെയ്യേ വേണ്ട, സോളിനങ്ങ് തുറന്നു വിട്ടാൽ. മൈൻഡിന് ഡെസ്റ്റിനേഷൻ ഉണ്ട്, മൈൻഡിന് ഗോളുണ്ട്. എന്നാൽ സോളിനെ സംബന്ധിച്ചോളം ഡെസ്റ്റിനേഷനും ഇല്ല, ഗോളും ഇല്ല. മൈൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ബിക്കമ്മിങ് ആൻഡ് ഡൂയിങ് ആൻഡ് റീച്ചിങ്. മൈൻഡ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്കത് ആവണം, എനിക്കവിടെ എത്തണം, എനിക്കത് ചെയ്യണം. ഇതിനെ റെഡിയാക്കാനാണ് ഇത്രയും വലിയ ബുദ്ധിമുട്ട് കിടക്കുന്നത്. എന്നാൽ സോളിനെ സംബന്ധിച്ചിടത്തോളം ബിക്കമിങ് ഇല്ല, ഡൂയിങ് ഇല്ല, ഗോയിങ് ഇല്ല, റീച്ചിങ് ഇല്ല, ബീയിങ്. എന്താണ് ബീയിങ് എന്നതാണ് സോൾ. സോൾ അതിലാണ്, അതിലാവുക എന്നുള്ളതാണ്. ബീ ഓൾറെഡി അതിലാണ് എന്നാണ് സോൾ. അപ്പം നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ, സ്പിരിച്വൽ മാനിഫെസ്റ്റേഷൻ തിയറീസ് ഒക്കെ പറയുമ്പോൾ പറഞ്ഞൊരു സംഭവമാണ് അല്ലേ, ബി ആൻഡ് ഇറ്റ് ഈസ്. ആവുക എന്ന് പറയുമ്പോഴേക്ക് ആവുന്നു. ആ സ്റ്റേറ്റിലാണ് എന്ത് കിടക്കണത്? സോള് കിടക്കണത്. ആവുക എന്ന് പറയുമ്പോഴേക്ക് അതാകുന്നു. പക്ഷെ ആവുക എന്ന് പറയുമ്പോഴേക്ക് ആകുവാൻ അല്ലെങ്കിൽ ആക്കിത്തരാൻ സോളിനെ നമ്മൾ തുറന്നു വിടണം. അപ്പോൾ റൂപ്മി നിങ്ങൾ അൺലേൺ ചെയ്യണമെന്ന് പറയാനുള്ള കാരണം, നിങ്ങൾ മനസ്സിൻ്റെ അകത്തിരുത്തിട്ട് ഗോളും ഡിസയേഴ്സും ഡെസ്റ്റിനേഷനൊക്കെ വെച്ചിരിക്കുമ്പം നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് പവർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, നിങ്ങളുടെ ഡിവൈൻ പവർ ഉപയോഗിക്കുന്നില്ല. ക്ലിയർ ആയോ? മൈൻഡ് പവറിന് മീതെയാണെന്ത്? ഡിവൈൻ പവർ. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ ഒന്നാമത്തെ ലെവലിൽ മനസ്സിലാക്കൽ ഞാനൊരു മൈൻഡ് പവർ ട്രെയിനർ എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഇവിടെ സോൾ പവർ ട്രെയിനർ എന്നും പറഞ്ഞാൽ അതാർക്കും തിരിയൂല്ല, ആകെ നട്ടം തിരിയും, ആകെ വേറെ എന്തൊക്കെ വിചാരിച്ചേക്കോ. ഇപ്പോൾ സോൾ പവർ ട്രെയിനർ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എന്താ തോന്നുക, എന്താ എക്സോസിസം, മറ്റേ ബാധൊക്കെ ആത്മാക്കളൊക്കെ പിടിക്കുന്ന സാധനം എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അതെന്തായാലും നടക്കില്ല. മൈൻഡ് പവർ എന്ന് പറയുമ്പോൾ തന്നെ ഭ്രാന്തന്മാർക്കാണോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ സോൾ പവർ എന്ന് കൂടി പറഞ്ഞാൽ കഴിഞ്ഞ കഥ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പേരിട്ട് നിൽക്കലല്ലാണ്ട് വേറെ വകുപ്പില്ലല്ലോ, കാര്യങ്ങൾക്ക് തിരിയിട്ടില്ല എന്താണെന്നല്ലേ. അപ്പോൾ ഇതുപോലെ ഈ നമ്മൾ മൈൻഡിൻ്റെ റിലേറ്റീവിൽ മൈൻഡ് പവർ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ പറഞ്ഞു നമ്മളെ സോൾ പവർ എന്തായിട്ടില്ല, ആക്സസ് ചെയ്തിട്ടില്ല. സോൾ പവർ ഈസ് കമ്മിങ് ഫ്രം ദ സ്പിരിച്വാലിറ്റി. അപ്പം മൈൻഡിൻ്റെ നിയമങ്ങളുടെ നേർ വിപരീതത്തിലാണ് സോള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് റൂമിക്ക് മനസ്സിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ബുദ്ധിതലത്തിൽ എല്ലാ സംഭവങ്ങളും കിട്ടിക്കഴിഞ്ഞപ്പം ഇനി സോൾ ലെവലിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടണമെന്ന് തീരുമാനിച്ച് ആഗ്രഹിച്ച് കൊതിച്ച് സോൾ മാനിഫെസ്റ്റേഷൻ എന്നോണം ഗുരുവാകുന്ന തെബരീസി ആണ്. അപ്പോൾ തെബരീസി എന്താ ചെയ്തത്? റൂമിയുടെ മനസ്സിൻ്റെ തലത്തിലുള്ള എല്ലാത്തിനും അങ്ങ് തലമേലെ മറിച്ചിട്ട്, അടിമേലെ മറിച്ചിട്ട്, തല തിരിഞ്ഞു പോകാന്നൊക്കെ പറയില്ലേ, മൊത്തത്തിൽ അങ്ങ് തിരിഞ്ഞു എന്നുള്ളതാണ്. അപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ മൈൻഡ് പവർ ബേസ് ചെയ്തിട്ട് നല്ലൊരു പാരൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ നല്ല കുട്ടിയാകുന്നതിനെ പറ്റി വിഷ്വലൈസ് ചെയ്യുന്നു, നല്ല കുട്ടിയാവാനുള്ള മനസ്സിൻ്റെ കെപ്പബിലിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തു, ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുമ്പോൾ യെസ് ഈ ടാലൻറ്റ് എൻ്റെ മനസ്സിൽ ബിൽഡായി, ഈ ക്ഷമ എന്നുള്ള സാധനം എൻ്റെ ഉള്ളിലായി. ഇങ്ങനെ ഓരോരോ ലക്ഷ്യങ്ങൾ ഇനിയും കുറേ ഉണ്ട്, ഇത് ഓരോന്നോരോന്ന് ടിക്കിടണം ലിസ്റ്റ് ഇട്ടിട്ട്. ഇതാണ് മൈൻഡിൻ്റെ ലെവലിൽ നടന്നുകൊണ്ടിരിക്കണത്. എന്നാൽ അങ്ങനെ ഉദ്ദേശിച്ച് വെക്കുന്ന രക്ഷിതാക്കൾ ഒന്നും ചെയ്യാതെ സോളിനങ്ങ് തുറന്നു വിടുമ്പോഴേക്ക്, സോളിനങ്ങ് ഫ്രീ ആക്കുമ്പോഴേക്ക് ഓൾറെഡി എന്തൊക്കെയാണോ ആകേണ്ടിയിരുന്നത് അത് താനെ അവരിൽ പ്രകടമാകുന്നു. ഏതാ നല്ല പരിപാടി? രണ്ടാമത്തതല്ലേ? താനെ അങ്ങ്
അത് പ്രകടമാകുന്നു, നാച്ചുറലി അത് പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ത്രൂ നാച്ചുറാലിറ്റിയാണ് ആ സോൾ കോൺഷ്യസ്നെസ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും ഇവിടെ വരുന്ന ആൾക്കാർ അനുഭവിക്കാറുണ്ട്. രണ്ടും, ഈ രണ്ട് എക്സ്പീരിയൻസും ഇതിൻ്റെ രണ്ടിനും മിശ്രിതമായിട്ടുള്ള അനുഭവങ്ങളാണ്. ഒരു ഭാഗത്ത് നമുക്ക് ഗോള്, ലക്ഷ്യങ്ങൾ, സാധനങ്ങൾ, ലിസ്റ്റൊക്കെ ഇട്ട് നമ്മളിങ്ങനെ പോകും. വേറൊരു ഭാഗത്ത് സെറ്റ് ഫ്രീ, സറണ്ടറൻസ് തുടങ്ങിയിട്ടുള്ള കുറേ സംഭവങ്ങളും ഉണ്ട്. ഇത് രണ്ടും ഒരേപോലെ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ തന്നെ നമ്മളിവിടെ ട്രെയിൻ ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ മൈൻഡിന് ഗോളും ഡെസ്റ്റിനേഷനും അറ്റാച്ച്മെൻറ്റും തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനവും മൈൻഡിനാണ് നമുക്ക് അഷ്യൂരിറ്റി വേണ്ടത്, കൺഫർമിറ്റി വേണ്ടത്. ഈ പോയാൽ വിളിക്കല്ലോ അല്ലേ എന്നാരാ ചോദിക്കുക? മൈൻഡല്ലേ ചോദിക്കുക. സോളോ ആ കാര്യത്തെ മൈൻഡ് ചെയ്യുക പോലും ഇല്ല. സോളിന് വിളിച്ചാലും കുഴപ്പമില്ല, വിളിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സോള് എക്സ്പീരിയൻസ് ആണ്. സോളിന് നിങ്ങൾ അവിടെ പോയാൽ നമ്മൾ കണക്റ്റഡ് ആണ്, ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ കണക്റ്റഡ്, അങ്ങനെയല്ല. എവിടെയാണെങ്കിലും കണക്റ്റഡ് ആണ്. എവിടെ എന്തും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സോൾ. ഞാൻ 5 കൊല്ലം കഴിഞ്ഞാൽ ഇന്ന നിലയിലെത്തുമെന്ന് മനസ്സ് ലക്ഷ്യം വെച്ച് മനസ്സത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സോൾ ഓൾറെഡി അതിലെത്തിയാൽ എന്താണോ അതിപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ സോളിൽ ഓൾറെഡി ട്രൂത്തും റിയാലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ സോളുമായിട്ട് അലൈൻഡ് ആകുമ്പോൾ യു ഗെറ്റ് ദ ഫ്ലോ. സോളുമായിട്ട് അലൈൻഡ് ആകുമ്പോൾ സോളിൽ ആണ് ഈ പറഞ്ഞ ഫീൽ ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് വരുന്നത്. യു ഫീൽ ഇറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി ദർ ഇൻ ദ സോൾ. സോൾ ഈസ് ദ പീക്ക് ലെവൽ ഓഫ് മാനിഫെസ്റ്റേഷൻ. ആ പീക്ക് ലെവൽ ഓഫ് മാനിഫെസ്റ്റേഷൻ സോളാണ്, സോളിലാണ് കിടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ടുമുണ്ട്. ഒരിക്കൽ റൂമിയുടെ ഒരു കഥ വരുന്നുണ്ട്. റൂമി ഒരു കഥ പറയുന്നുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. ചൈനയിൽ നിന്നും റോമിൽ നിന്നും, അപ്പം റോമൻ എംപയറിൽ നിന്നും, റോമിൽ നിന്നും ചൈനയിൽ നിന്നും 2 ചിത്രകാരന്മാർ ഒരു കൊട്ടാരത്തിലേക്ക് വരുന്നു. അപ്പോൾ കൊട്ടാരത്തിൽ 2 പേർക്കും സ്പേസ് കൊടുത്തു. ഒരു ദിവസം സമയമാണ്. ആരാണ് ഏറ്റവും നല്ല ചിത്രം വരയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ്. അപ്പോൾ ചൈനക്കാർക്ക് നമ്മളുടെ നാട്ടിലാണ് ഏറ്റവും നല്ല ആർട്ടുള്ളതെന്ന് പ്രൂവ് ചെയ്യണം. അതേപോലെ തന്നെ റോമൻസിന് എന്ത് ചെയ്യണം? നമ്മുടെ നാട്ടിലാണ് ഏറ്റവും പൈതൃകം നിറഞ്ഞിട്ടുള്ള ആർട്ടുള്ളതെന്ന് പ്രൂവ് ചെയ്യണം. 2 പേർക്ക് 2 മുറി കൊടുത്തു, കേട്ടണിട്ടു. 2 ആൾ 2 മുറിയിൽ അപ്പുറത്തുപ്പുറത്തായിട്ട് പണി തുടങ്ങി. അപ്പോൾ ചൈനക്കാരൻ അയാൾക്ക് വേണ്ട എന്തൊക്കെ വർണ്ണങ്ങളാണോ, എന്തൊക്കെ നിറങ്ങളാണോ, എന്തൊക്കെ പേനയും പെൻസിലും കളറൊക്കെ ആണോ വേണ്ടി എല്ലാം ഓർഡർ ചെയ്തു. അപ്പം എല്ലാം കൊടുത്തു. ഇവരെന്ത് ചെയ്തു? കിട്ടിയ ഉടനെ തന്നെ പണി തുടങ്ങി. ആ മുറി മൊത്തം അവർ നല്ല ചിത്രപ്പണികളിലൂടെ, നല്ല അലങ്കാരപ്പണികൾ സ്റ്റാർട്ട് ചെയ്ത് എഫേർട്ട് ഇട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ചിത്രം വരയ്ക്കുന്നുണ്ട്. അപ്പോൾ റോമക്കാരോട് ചോദിക്കുന്നുണ്ട്, റോമേന്ന് വന്ന ആർട്ടിസ്റ്റിനോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, അല്ല കളറൊന്നും വേണ്ട, അല്ല എനിക്ക് കളറൊന്നും വേണ്ട, നിങ്ങളെന്താ ചെയ്യാൻ പോണേ? ലെറ്റ് സി. റോമക്കാരൻ പോയി ചെയ്തുകൊണ്ടിരിക്കുന്ന റോമക്കാരൻ പറഞ്ഞത്, ഓൾറെഡി ഇത് വളരെ ബ്യൂട്ടിഫുള്ളാണ് ഈ മുറി. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി ബ്യൂട്ടി കാണുന്നുണ്ട്. ഇതിൽ ബ്യൂട്ടി അല്ലാത്തതൊക്കെ കളയിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അപ്പുറത്ത് പറഞ്ഞത് ഇത് അലമ്പ് മുറിയാണ്, ഇത് മൊത്തം പിക്ചർ പെയിൻറ്റ് ചെയ്ത് കളറാക്കി അപ്പം സെറ്റാക്കി തരാമെന്നാണ് അപ്പുറത്തുള്ള ഡിസൈനർ പറയുന്നത്. ഇപ്പുറത്തുള്ള ആൾ പറഞ്ഞത് ഇതിൽ ഓൾറെഡി ബ്യൂട്ടി ഉണ്ട്, അതിലെ ബ്യൂട്ടിനെ എല്ലാത്തിനൊക്കെ ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാറുള്ളൂ. അങ്ങനെ ചൈനക്കാരൻ വരയോട് വരാം. റോമക്കാരൻ ചെയ്യണതോ ആദ്യം നിന്നെ നന്നായിട്ട് മിനുസപ്പെടുത്താൻ തുടങ്ങി. ആ ചുമര് മൊത്തം നന്നായിട്ട് മിനുസപ്പെടുത്തി വന്നപ്പോഴേക്ക് ഭയങ്കര ഒരു ഷൈനിങ് വരാൻ തുടങ്ങി. നമ്മൾ ചില ഈ ചിരട്ടൊക്കെ ഇങ്ങനെ ചുരണ്ടി പോയി ലാസ്റ്റ് അതിലൊരു ഷൈനിങ് പോലെ, ഒരു മിറർ പോലെ ഇങ്ങനെ ഓരോന്നും വരുന്നത് കാണാം. അപ്പോൾ ആ എല്ലാത്തിൻ്റെ അകത്തും വെട്ടിത്തിളങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. അതിൻ്റെ മുകളിലുള്ള പൊടി കളയാന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഇവർ നന്നായിട്ട് ചുമരങ്ങനെ റബ്ബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് അതിലുള്ള പൊടിയും സാധനങ്ങളൊക്കെ മാറ്റിയപ്പോൾ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു വോളായിട്ട് മാറുന്നു. അതിൻ്റെ മുകളിൽ ഇങ്ങനെ വീണ്ടും കുറച്ചുകൂടി അവരിങ്ങനെ ചുരണ്ടി പോയപ്പം അതിൽ നിന്നും പല രൂപങ്ങളും ചിത്രങ്ങളും ഒക്കെ കൊത്തി ചുരണ്ടി ഉണ്ടാക്കാൻ തുടങ്ങി. ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വർണ്ണങ്ങളും എഡീഷണലി കൊടുക്കാതെ ആ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതിന് അഭംഗിയായിട്ടുള്ളത് എന്താണോ അതിനൊക്കെ കളയാണ്. ഇപ്പുറത്തെ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഭംഗിയുടെ മീതെ കുറച്ച് സാധനം കെട്ടിപ്പടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജാവ് വന്നു, ഒരു മുറി പോയി നോക്കിയപ്പം ഭലേ ബേഷ്, എന്താ രസം, ചൈനക്കാരൻ്റെ ചിത്രം വർണ്ണശബളമായി കിടക്കുന്നു, വർണ്ണാഭമായി കിടക്കുന്നു എന്നുള്ള രീതിയിൽ അത്രയും ഭംഗിയിൽ അവരിത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് വേറെ റോമക്കാരൻ്റെ റൂം കഴിക്കുമ്പോൾ ഒന്നുമില്ല, കളറൊന്നുമില്ല, പക്ഷേ റൂം മൊത്തം മാറിയിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുന്നതിൻ്റെ എന്താണ് വ്യത്യാസം? അപ്പോൾ റോമക്കാരൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഞാൻ കണ്ട ബ്യൂട്ടി കളർലെസ്നെസ്സിലാണ്. കളർലെസ്നെസ്, എല്ലാ വർണ്ണങ്ങളും എടുത്ത് കളയുമ്പം ആഡ് ചെയ്യുക, ഇനിയും കളർഫുൾ ആക്കുക എന്നുള്ളത് ഈഗോയാണ്. എന്നാൽ വർണ്ണമില്ലാത്ത അവസ്ഥയിലേക്ക് എല്ലാം ഓൾറെഡി ആഡ് ചെയ്യപ്പെട്ടതൊക്കെ കളഞ്ഞ് പോയി നോക്കിയപ്പം കളർലെസ്നെസ്സിലുള്ള ഒരു നിറമുണ്ട്. വർണ്ണങ്ങളില്ലാത്ത വർണ്ണന അല്ലെങ്കിൽ വർണ്ണം,
അതാണ് നമ്മുടെ സോൾ എന്ന് പറയുന്നത്. സോളിന് നിറം ഉണ്ടോ വെച്ചാൽ നിറമില്ല. പക്ഷെ അതിങ്ങനെ നമ്മൾ മനസ്സിനെ ഇങ്ങനെ ചുരണ്ടി എഡീഷൻസ് ഒക്കെ കളഞ്ഞപ്പം ആ മനസ്സൊരു കണ്ണാടിയായി മാറിയിട്ട് സോളിനെ പുറത്തേക്ക് പ്രതിഫലിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രതിഫലിച്ചപ്പം അതിന് വല്ലാത്തൊരു ഭംഗി കണ്ടെത്താൻ പറ്റി, അതിൽ ഭയങ്കര രസം കണ്ടെത്താൻ പറ്റി എന്നുള്ള. ഒരു നിറവും ഇല്ല, പക്ഷെ അതിന് വല്ലാത്തൊരു ഭംഗിയാണ്. ഇതിനെ ഉപമിച്ചുകൊണ്ട് റൂമി പറഞ്ഞത് ഇങ്ങനെയാണ്: സൂര്യൻ ആത്മാവ് പോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആത്മാവ് പോലെ പ്രകാശിക്കുന്ന സൂര്യൻ്റെ മീതെ ക്ലൗഡ്സ് വെച്ച് നിൽക്കുമ്പോഴും മറ്റ് പല തരത്തിലുള്ള, നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ നീല നിറം അല്ലേ, പല പല നിറങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ നിറങ്ങളൊക്കെ അവിടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആ നിറങ്ങളൊക്കെ ഭംഗിയായി കാണുന്നത് അതിലൂടെ സൂര്യൻ അടിക്കുമ്പോൾ മാത്രമാണ്. സൂര്യൻ്റെ വെളിച്ചം അതിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ അതിന് ഭംഗിയുള്ളൂ. അപ്പോൾ ആ സോളിനെ പ്രതിഫലിപ്പിക്കുന്നതിനെ പറ്റി മാത്രം നോക്കുക, മറ്റുള്ളത് ആഡ് ചെയ്യാതെ തന്നെ സോളിൻ്റെ ആ വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കാൻ, അതിനെ ഉണർത്താൻ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എന്ത് കൊണ്ടുവച്ചാലും ഭംഗിയായിരിക്കും. ഇപ്പോൾ ചില ആൾക്കാർ പറയില്ലേ, പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്നൊക്കെ പറഞ്ഞത്. അവർ അതിൽ എന്ത് കണ്ടെത്താണ്? ആ സോൾഫുൾനെസ്സിൽ നിന്നിട്ട് അതിനെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ളതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് മാറുന്നൊരവസ്ഥ. ഇതിലേക്കാണ് റൂമി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ അൺലേണിങ്ങിലൂടെയും ഈ മെറ്റാ കോഗ്നിറ്റീവ് പ്രോസസ്സിലൂടെയും ഡെസ്റ്റിനേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്ന നമ്മൾക്ക് ഡെസ്റ്റിനേഷൻ ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രൂത്ത് ഉണ്ട്, ഒരു ലൈറ്റ് ഉണ്ട്. അത് കണ്ടെത്തുന്നതിനെ പറ്റിയിട്ട് കൂടി നമ്മൾ ചിന്തിക്കണം. മനസ്സെപ്പോഴും ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. എന്നാൽ ആത്മാവ് എപ്പോഴും ഒരു ലക്ഷ്യവും ഇല്ലെങ്കിലും നിനക്ക് ലക്ഷ്യം ഉണ്ടാക്കി തരാൻ പറ്റുന്ന, ആത്മാവിനൊരു ലക്ഷ്യമില്ല, പക്ഷേ എങ്കിൽ കൂടി നിനക്ക് ഏത് ലക്ഷ്യവും കാണിച്ചു തരാൻ പാകത്തിന് അവിടെ ഇങ്ങനെ വിളങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ അകത്തുള്ള കണ്ണാടി കണ്ടെത്താതെ അതിന് പൊടി തട്ടി ക്ലീൻ ആക്കാതെ നമ്മൾ പുറത്തേക്ക് ഒരുപാട് ഇനിയും പുട്ടിയിട്ടുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ബ്യൂട്ടി ലൈസ് ഇൻ ദ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോൾ പ്യൂരിറ്റിയാണ്. അതിനോളം ഭംഗി മറ്റൊന്നിനും ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നിറങ്ങളില്ലാത്ത നിറം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിറങ്ങളില്ലാത്ത നിറം, രുചിയൊന്നുമില്ലാത്ത രുചി, ഒരു രുചിയും ഇല്ലാത്തതിൽ രുചി ഉണ്ടാക്കുന്നത്, ഒരു നിറവും ഇല്ലാതെ തന്നെ എല്ലാത്തിനും നിറം കൊടുക്കുന്നത്, ഈ ഒരു സാധനം എൻ്റെ നിങ്ങളുടെയും എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതിലൊരു മാജിക് കിടക്കുന്നുണ്ട്. അത് അന്വേഷിക്കാൻ, അത് കണ്ടെത്താൻ കൂടി വേണ്ടിയിട്ടാണ് അൺലേണിങ്ങിലൂടെ കൂടി നമ്മൾ പോകണമെന്ന് പറയാനുള്ളത്. നമ്മുടെ ലോകം മുഴുവനും ഇനിയും പഠിക്കാനും ഇനിയും എക്സ്പ്ലോർ ചെയ്യാനും ഇനിയും അച്ചീവ് ചെയ്യാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം പഠിക്കേണ്ട, അച്ചീവ് ചെയ്യേണ്ട ഒന്നുമല്ല. പക്ഷേ നിങ്ങൾ പുറത്തേക്ക് എന്തൊക്കെ വേണോ അതിന് തേടി പോകുന്ന അതേ സമയത്തിന് അതിനോളം ബാലൻസ് ചെയ്ത് തന്നെ നമ്മൾ അകത്തേക്ക് കൂടി പോകണം എന്നുള്ളതാണ്. അപ്പോഴാണ് ഒരു ഭാഗത്ത് എഡീഷൻ നടക്കുമ്പം വേറൊരു ഭാഗത്ത് സബ്ട്രാക്ഷൻ കൂടി നടക്കണം. ഒരു ഭാഗത്ത് ഡിഫറൻസിയേഷൻ നടക്കുമ്പം വേറൊരു ഭാഗത്ത് ഇൻ്റഗ്രേഷൻ കൂടി നടക്കണം. അപ്പോൾ ഇത് രണ്ടും സമാസമമായിട്ട് സംഭവിക്കുമ്പോഴാണ് നമ്മൾക്ക് ഫുൾ ഫ്ലെഡ്ജിൽ എന്നും കളർഫുൾ ആക്കുന്ന, എന്നും മൈൻഡ്ഫുൾ ആക്കുന്ന, എന്നും സോൾഫുൾ ആക്കുന്ന എക്സ്പീരിയൻസിലൂടെ കടന്നു പോകാൻ വേണ്ടി പറ്റാമെന്നുള്ളതാണ്. അപ്പോൾ ഈ സോൾ പ്യൂരിറ്റി എന്ന് പറയുന്നത് നമുക്കുള്ളിലെ വെളിച്ചത്തെ തേടി പോകാനുള്ള ഒരുപാട് ടൂളുകളുണ്ട്. ആ ടൂളിലാണ് കണ്ടംപ്ലേഷൻ, റിഫ്ലക്ഷൻ, അതുപോലെ തന്നെ ഫോഗിനെസ്, മെഡിറ്റേഷൻ, ജേർണലിങ്, ഈ തുടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെ പുറത്തേക്ക് നമ്മളെ ലക്ഷ്യങ്ങളെ തേടി പായിക്കുന്നതിനപ്പുറത്തേക്ക് അകത്ത് നമ്മളെ ഒന്ന് മിനുക്കിയെടുക്കാൻ, ഒന്ന് പോളിഷ് ചെയ്തെടുക്കാൻ, അതുപോലെ തന്നെ അകത്ത് നമ്മളൊന്ന് അതിലെ പൊടികളൊക്കെ ഒന്ന് തട്ടി സെറ്റാക്കിയിട്ട് ഉള്ളിലെ വെളിച്ചത്തെ ഉണർത്താൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പം എല്ലാത്തിൻ്റെയും മീതെ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും പിറകെ പോകുന്ന നമുക്ക് നമ്മളെ പിറകെ പോവാന്ന് പറഞ്ഞത് കൂടി ഒരു ഹരമാവണം. നമ്മളെ പിറകെ പോവാന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തേക്ക് പോകലാണത്. എൻ്റെ അകത്തുള്ളതിനെ എനിക്ക് അറിയണം, എൻ്റെ അകത്തുള്ള ആ വെളിച്ചത്തിനെ എനിക്കൊന്ന് ഉണർത്തണം, അല്ലെങ്കിൽ അതൊന്ന് എങ്ങനെയാണ് ഷൈൻ ചെയ്യണത് എനിക്ക് കാണണം എന്നൊരു ആഗ്രഹം കൂടി നമുക്കുണ്ടാകണം. അതിനെ കൂടി ലക്ഷ്യമാക്കണം. എന്നാൽ സെൽഫ് ആക്ച്വലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, സെൽഫ് ആക്ച്വലൈസേഷൻ്റെ സീക്രട്ട് അറിയുന്ന ആൾക്കാർ, സെൽഫ് ആക്ച്വലൈസേഷൻ നടന്നു എന്ന് പറഞ്ഞ ആൾക്കാരുടെ പ്രത്യേകത അവർ പുറമേ അന്വേഷിക്കുന്നതിനേക്കാളും അകത്തെ അന്വേഷണത്തിന് പ്രിയോറിറ്റി കൊടുക്കുന്നവരാണ്. ആ പ്രിയോറിറ്റി കൊടുക്കാനുള്ള ബോധം ഉണരുമ്പോൾ ആ ഉണരുന്ന അവസ്ഥയ്ക്ക് നമ്മൾ എവേക്കണിംഗ് എന്ന് പറയാം. ഇതാണ് എവേക്കണിംഗ്. എവേക്കണിംഗ് എന്ന് പറഞ്ഞാൽ അകത്ത് അങ്ങനെ ഒരു വെളിച്ചമുണ്ട് എന്നും അങ്ങനെ പോളിഷ് ചെയ്താൽ വെട്ടിത്തിളങ്ങുന്ന ഒരു മിറർ ഉണ്ട് എന്നും ബോധ്യപ്പെടുകയും ആ ബോധ്യപ്പെട്ടതിന് അടിസ്ഥാനത്തിൽ അതിന് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്ന ആ തുടക്കമാണ് എവേക്കണിംഗ് എന്ന് പറഞ്ഞാൽ.
അപ്പോൾ എവേക്കൻഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവരുടെ അകത്തേക്ക് അങ്ങനെ ഇറങ്ങിപ്പോവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ മാത്രമേ അത് സാധ്യമാവുള്ളൂ. ചില കവികളെ പറ്റി പറയാറുണ്ട്, അവർ എവേക്കൻഡ് ആയതുകൊണ്ട് എഴുതാനും വായിക്കാനും അറിയാത്ത കവികളുണ്ടായിരുന്നു. എഴുതാനും വായിക്കാനും അറിയാത്ത കവികൾ. അപ്പോൾ അവർ പുറത്തുനിന്നും എഴുത്തും ഭാഷയും പഠിച്ചില്ല, അവരെ മനസ്സിലേക്ക് എഴുത്തും ഭാഷയും വന്നില്ല. എന്നിട്ട് കൂടി അവർ പറയുന്ന കാര്യങ്ങൾ ചുറ്റുമുള്ള ആൾക്കാർ എഴുതിയെടുത്തിട്ട് അത് ലോകപ്രസിദ്ധമായിട്ടുള്ള കഥകളും കവിതകളുമായിട്ട് മാറി. കബീർദാസിൻ്റെ ദോഹങ്ങൾ പഠിച്ചിക്കണോ? കബീർദാസിൻ്റെ ദോഹങ്ങൾ പഠിച്ചിക്കണോ? അങ്ങേർക്ക് എഴുതാനും വായിക്കാനും അറിയാവുന്ന കൂടി ഒന്ന് ചെക്ക് ചെയ്തൊക്കെ ഉണ്ട്. നമ്മൾ എഴുതി പഠിച്ചത്, വായിച്ച് പഠിച്ചത് എവേക്കൻഡ് ആയിട്ടുള്ള എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകളുടെ അനുഭവങ്ങളാണ്. അപ്പോൾ അതാണ് അകത്തെ ജ്ഞാന ലോകം, അകത്തെ വെളിച്ചത്തിൻ്റെ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ പുറമേ മിനുക്കാതെ അകത്തേക്കുള്ള ആന്തരിക ലോകത്തേക്ക് അന്വേഷിച്ചു പോയപ്പം അതിൻ്റെ അകത്തുള്ള ജ്ഞാനക്കടൽ കണ്ടെത്തിയപ്പോൾ, അത് ജ്ഞാനക്കടൽ മാത്രമല്ല, ആ സോൾ എക്സ്പീരിയൻസിലേക്ക്, സോൾ പൂളിലേക്ക് നമ്മൾ പോകുന്ന പറഞ്ഞാൽ അവിടെ ജ്ഞാനമുണ്ട്, അവിടെ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളുണ്ട്, അവിടെ ശമനത്തിൻ്റെ മരുന്നുകളുണ്ട്, അവിടെ എല്ലാത്തിൻ്റെയും ഇക്വേഷനുകളുണ്ട്. കാലാതീതമായിട്ട് സംരക്ഷിക്കപ്പെട്ട രഹസ്യം എന്താണോ അതൊക്കെ അവിടെ ഉണ്ട്. ഞാനും നിങ്ങളൊക്കെ അത് പേറി നടക്കുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. നമ്മളത് വഹിക്കുന്നുണ്ട്. ശരിക്ക് വേദം ചുമക്കുന്ന കഴുത എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ സാധാരണ മനസ്സിലാക്കുക കുറേ പഠിച്ചിട്ട് അത് ഉപയോഗിക്കാത്തവരെന്നാണ്. ഒരു മാത്രമല്ല, ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും എല്ലാം പഠിച്ചാലും നമ്മുടെ ഉള്ളിലൊരു വേദമുണ്ട്. ആ വേദം നമ്മളൊക്കെ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ വേദം ഇന്നേ വരെ വായിച്ചിട്ടില്ല, നമ്മൾ ആ വേദത്തെ അറിയാൻ ഇന്നേ വരെ പരിശ്രമിച്ചിട്ടില്ല. അപ്പം നമ്മളെല്ലാവരും ആ കൂട്ടത്തിൽ പെട്ടവരാണ്. അകത്ത് വായിക്കേണ്ടതായിട്ടുള്ള ഒരു വേദമുണ്ട്, ഒരു ജ്ഞാനമുണ്ട്, ഒരു രഹസ്യമുണ്ട്. അതിലേക്ക് എത്തുന്നതിലേക്കുള്ള വഴിയാണ് ഈ കഥയിലൂടെയൊക്കെ റൂമി പറയുന്നത്. ഞാൻ റോമക്കാരെ കഥ പറഞ്ഞില്ലേ, അപ്പോൾ ആ കഥയിലൂടെയൊക്കെ പറഞ്ഞത് നിൻ്റെ അകത്തേക്ക്, നീ പുറത്തേക്ക് ജ്ഞാനിയാകാൻ വേണ്ടി ഓടുന്ന പോലെ തന്നെ നിൻ്റെ അകത്ത് ഓൾറെഡി ജ്ഞാനിയായ ഒരാളുണ്ട്. നിൻ്റെ പുറത്തേക്കുള്ള ഓട്ടങ്ങൾ മുഴുവനും നിൻ്റെ അകത്തൊന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. നിനക്ക് അറിവ് വേണം എന്ന് കരുതി നിനക്ക് ഇങ്ങനെ ഓടാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്ക്, അറിവുള്ള ഒരാൾ നിൻ്റെ ഉള്ളിലുണ്ട്. ആ ആളെ അറിയാൻ വേണ്ടിയിട്ട് നിനക്ക് അറിവിനോട് വല്ലാത്ത താല്പര്യം ജനിപ്പിക്കുകയാണ്. നിന്നോട് പിരമിഡ് വരെ പോവാൻ, സാന്റിയാഗോനോട് പിരമിഡ് വരെ പോയിക്കോ, അവിടെ നിധി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിരമിഡിനോടും നിധിയോടും ആഗ്രഹമിട്ട് തന്നത് എന്തിൻ്റെ പേരിലാണ്? പിരമിഡിൻ്റെ അവിടെ നിധി ഉണ്ടായിട്ടില്ല. ആ ആഗ്രഹത്തിലൂടെ നിധി അർഹിക്കുന്ന ഒരാൾ നിൻ്റെ ഉള്ളിലുണ്ട്, നിധി കിട്ടേണ്ട ഒരാൾ നിൻ്റെ ഉള്ളിലുണ്ട്. അത് ഓൾറെഡി ഡെസ്റ്റൈൻഡ് ആണ്. അത് നീ കണ്ടെത്താൻ വേണ്ടിയിട്ട് പുറത്തേക്കൊരു പ്രയാണത്തിലേക്കൊരു ചിന്ത നിൻ്റെ മനസ്സിട്ട് തരാം. മനസ്സ് നിന്നെ പുറത്തേക്ക് ഓടിക്കും. പക്ഷെ മനസ്സിലേക്ക് പുറത്തേക്ക് ഓടാൻ തരുന്ന ഓരോ ചിന്തയും നീ മനസ്സിലാക്കുക, നിൻ്റെ ആത്മാവിൽ അതിൻ്റെ കഷ്ണങ്ങളുണ്ട് ഓൾറെഡി. അപ്പം ഈജിപ്തിലേക്ക് ഓടിയ സാന്റിയാഗോ അവസാനം തുടങ്ങിയോടത്തും തന്നെ കിടന്ന് എവിടാണോ കിടന്നുറങ്ങി, ആ ഉറങ്ങിയതിൻ്റെ അടിയിൽ തന്നെയാണ് എന്ത് കിടക്കുന്നത്? നിധി കിടക്കുന്നത്. ഇതേപോലെ തന്നെ നിന്നെ എന്തെല്ലാം ഇട്ട് ഓടിക്കുന്നുണ്ടോ, എന്തിലേക്കെല്ലാം നീ ആകർഷിക്കപ്പെടുന്നുണ്ടോ, ആ ആകർഷണത്തിലൂടെയൊക്കെ അതിൻ്റെ പിറകെ പോകാൻ നിൻ്റെ മനസ്സ് നിന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു കാര്യം നീ മനസ്സിലാക്കുക, മനസ്സ് ബിക്കമിങ്, അച്ചീവിങ്, റീച്ചിങ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം സോൾ ഓൾറെഡി ബീയിങ്ങിലാണ്. സോൾ ഈസ് ഓൾറെഡി ദാറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഭൂമി വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, നീ ഒരു നെക്ലസ് തേടി നടക്കാണ്, ഒരു ഡയമണ്ട് വേർത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഡയമണ്ട് നെക്ലസ് നീ തേടി നടക്കാണ്. പക്ഷെ നീ അറിയുന്നില്ല നീ ചൂടിയിട്ടാണ് തേടുന്നത് എന്ന്. നീ ഓൾറെഡി അത് ചൂടിയിട്ടുണ്ട്. അത് ചൂടിയിട്ടുണ്ടെന്ന് അറിയാതെയാണ് നീ എന്ത് ചെയ്യണത്? തേടി നടക്കുന്നത്. അതുപോലെ തന്നെയാണ് മനുഷ്യരുടെ എല്ലാവരുടെയും അവസ്ഥ. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പം മനസ്സുകൊണ്ട് പ്രയത്നിച്ച് അതിന് പോകുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. നമുക്ക് തോന്നൽ വരും മനസ്സും തന്നെ, ഞാനിതൊക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ടോ, ഞാനിത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല, ഞാൻ ഓൾറെഡി അതാണ്, എന്നിൽ ഓൾറെഡി അത് ഉണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ഉമ്മയാകണം എന്നൊരാഗ്രഹം വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ഒരു നല്ല ഉമ്മയുണ്ട്. ആ ഉമ്മ നിങ്ങൾ ഉള്ളോട്ട് ക്ഷണിക്കുക, നല്ലതാകുന്ന ഒരു അമ്മ എന്ന ഭാവം എൻ്റെ ഉള്ളിലുണ്ട്. അതിലേക്കുള്ളിലുള്ള ആൾ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഉൾവിളിക്ക് ഉത്തരം കൂടി നൽകണം. ഞാൻ ആയിട്ടില്ല, ഞാൻ അതല്ല, എനിക്ക് ആകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മൾ നമ്മുടെ കുറവുകളെ, നമ്മുടെ ഇൻഫീരിയോറിറ്റിയെ, നമ്മുടെ ഗിൽറ്റുകളെ നമ്മൾ വീണ്ടും വീണ്ടും ഇനി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതിനപ്പുറത്തേക്ക് ഓൾറെഡി എന്നിൽ അതുള്ളത് കൊണ്ടാണ് അതാവാൻ എനിക്ക് കൊതി വന്നിരിക്കണേ. അപ്പോൾ ഓൾറെഡി നല്ലതാകുന്ന ഉമ്മ എന്ന എൻ്റെ ഉള്ളിൽ വെളിച്ചത്തിലായിട്ട് കിടക്കുന്ന ആ ഒരു ഉമ്മ എന്ന അവസ്ഥയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അതല്ലാത്തതിനെ കളയൽ മാത്രം ഞാൻ ചെയ്താൽ മതി എന്ന് തിരിച്ചറിയലാണ് അവിടെ ആവശ്യം. ചെറിയ കാര്യമല്ല. നിങ്ങൾ എന്തിൻ്റെയൊക്കെയോ പിറകെ ഓടിയിട്ട് നിങ്ങൾക്ക് എവിടെ എത്തുന്നില്ല എന്നൊരു തോന്നൽ വരണമെങ്കിൽ എന്തിൻ്റെ പിറകെ ഓടാനാണോ നിങ്ങളുടെ ഉള്ളിൽ നിന്നും തോന്നലായിട്ട് വന്നത് അത് നിങ്ങളുടെ അകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ആദ്യം നമ്മൾക്കുള്ളിൽ അത് ക്ലെയിം ചെയ്യണം. അതാണ് ഈ ആൽക്കെമിസ്റ്റിൽ പേഴ്സണൽ ലെജൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നൊരു സംഭവം. ഹയർ സെൽഫ്, ട്രൂ സെൽഫ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് അതിനെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം അത് നമുക്ക് അംഗീകരിക്കണം. ഇല്ല, എന്നിൽ അതില്ല, എനിക്കത് പറ്റൂല, ഞാൻ പരിശ്രമിച്ച് നോക്കട്ടെ. എന്നിട്ട് നിങ്ങൾ പരിശ്രമിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു പരിശ്രമവും ഇല്ലാതെ തന്നെ അതായിരിക്കുന്ന ഒരു ഊർജം, ഒരു രഹസ്യം, ഒരു വെളിച്ചം, കുൻ ഫയ കൂനിൻ്റെ മാനിഫെസ്റ്റേഷനിൻ്റെ എന്തും ആവുക എന്ന് പറയുമ്പോൾ ആവാനായി തയ്യാറായിരിക്കുന്ന ഒരു ബോധം നിൻ്റെ ഉള്ളിലുണ്ട്. എനിക്കതാകണമെന്ന് ചിന്തിക്കുമ്പോഴേക്ക് ഓൾറെഡി ആയിരിക്കുന്നൊരു ഊർജ്ജതലം നിൻ്റെ ഉള്ളിലുണ്ട്. അതെൻ്റെ ഉള്ളിലുണ്ട്. അതുമായിട്ട് ചേരാൻ ഞാൻ എന്ത് ചെയ്യണം, അതുമായിട്ട് ചേർന്നിട്ട് എൻ്റെ ആക്ഷൻസിനെ എങ്ങനെ അലൈൻ ചെയ്യിക്കണം, ഇതാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. അപ്പോൾ നല്ല ഉമ്മയാവുക, നല്ല ബിസിനസ്സുകാരനാവുക, അല്ലെങ്കിൽ നല്ല കൂട്ടുകാരനാവുക, നല്ല ഭർത്താവ് ആവാന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ചിന്ത വരുന്നുണ്ടെങ്കിൽ നല്ലതായതിൻ്റെ ഏതൊരു വേർഷൻ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളത് മീറ്റ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ അത് ഉണ്ട് എന്ന് ഉറപ്പിച്ചിട്ട് അകത്തു നിന്നത് കണ്ടെത്താൻ വേണ്ടിയിട്ട് പുറത്ത് പരിശ്രമിക്കുക. അകത്തുനിന്നും കണ്ടെത്താൻ വേണ്ടിയിട്ട് പുറത്ത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓൾറെഡി ഇല്ല, എവിടെയോ പോയിട്ട് ഞാൻ ആകണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും ആവില്ല. അപ്പം എന്തൊന്ന് നീ ആഗ്രഹിക്കുന്നുവോ, നീ ആഗ്രഹിക്കുന്ന നിമിഷത്തിൽ തന്നെ നിൻ്റെ അകത്ത് അതിൻ്റെ ഒരു വേർഷൻ ഓൾറെഡി ഇൻറ്റേർണലി എനർജറ്റിക്കൽ ഇറ്റ് ഈസ് ദർ. അത് ഏത് വേർഷനിലാണ്, അത് എവിടെയാണ് എന്നൊരു അന്വേഷണത്തിൽ അകത്തേക്ക് കൂടി നമ്മുടെ ബോധം മെല്ലെ മെല്ലെ ഇറക്കി വെക്കാൻ നമുക്ക് പറ്റണം എന്നുള്ള. അപ്പോൾ വെറുതെ ഒന്ന് മനസ്സ് ബിക്കമിങ്ങിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ഒരു കുറച്ച് സ്പാർക്ക് ഓഫ് ടൈമിലേക്ക്, ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിലേക്ക് ഒന്ന് ആലോചിക്കുക. ഓൾറെഡി അത് എൻ്റെ ഉള്ളിലായിട്ട് ഉണ്ടെങ്കിലോ, അതായി ഓൾറെഡി അവിടെ ഉണ്ടെങ്കിലോ. ഞാനിതൊരു ഉദാഹരണമായിട്ട് പറയാറുള്ളത്, പ്രവാചകരാണ് എന്ന് മനസ്സിലാക്കുന്നത്, തിരിച്ചറിയുന്നത് 40-ാമത്തെ വയസ്സിലാണ്. 1-ാമത്തെ വയസ്സിലും 2-ാമത്തെ വയസ്സിലും 3-ാമത്തെ വയസ്സിലും 10-ാമത്തെ വയസ്സിലും ഒക്കെ പ്രവാചകരുടെ ഉള്ളിൽ പ്രവാചകൻ ആണ് എന്ന ഒരു ഉൾബോധം അവിടെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് പെട്ടെന്ന് അവിടെ പോയിട്ട് പരിശീലിച്ചിട്ട് ഞാൻ പ്രവാചകനാവുള്ള കോഴ്സ് ചെയ്ത് വരാൻ തന്നെ പോയതൊന്നുമല്ല. ഓൾറെഡി അത് ഉണ്ടായിരുന്നു. അപ്പോൾ ആരാണോ താങ്കൾ എന്നത് അറിയാൻ വേണ്ടിയിട്ട് ഉള്ള അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു പറ്റി അത് തിരിച്ചറിയായിരുന്നു ഞാൻ ഇതാണ്. അപ്പോൾ ഉള്ളിനുള്ളിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ആ മറകളൊക്കെ അൺലേണിങ്ങിലൂടെ, കോഗ്നിറ്റീവ് പ്രോസസ്സിലൂടെ, ഹിറയിലിരുന്ന് ധ്യാന നിർഭരമായ നിമിഷത്തിലൂടെ സംഭവിച്ചപ്പോൾ ആ മറകളൊക്കെ നീങ്ങിയപ്പോൾ വെളിച്ചം വരുന്നു, അല്ലേ? വേദം വരുന്നു, വെളിച്ചം വരുന്നു. വേദം പുറത്ത് നിന്ന് വരാ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ, പ്രത്യക്ഷത്തിലാക്കിനെ പറയുമെങ്കിൽ കൂടി ആന്തരിക ജ്ഞാനത്തിൻ്റെ പ്രതിഫലനമാണ്, ആന്തരിക പ്രകാശത്തിൻ്റെ മാനിഫെസ്റ്റേഷനായിട്ട് പുറത്തതാ വരുന്നു. ആസ് വിത്തിൻ സോ വിത്തൗട്ട്. ഓൾറെഡി അകത്ത് വേദമുണ്ട്, ഓൾറെഡി അകത്ത് ജ്ഞാനമുണ്ട്, ഓൾറെഡി അകത്ത് പ്രവാചകൻ അങ്ങനെ തന്നെയുണ്ട്, പ്രവാചക ബോധമുണ്ട്. പക്ഷെ അകത്തതിൻ്റെ മറകൾ നീങ്ങിയപ്പം പുറത്ത് മാനിഫെസ്റ്റ് ചെയ്തിട്ട് മാലാഖവെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ പ്രവാചകരാകുന്നു, നിങ്ങൾ പ്രബോധനം ചെയ്യേണ്ടവരാകുന്നു. അത് മാലാഖവെന്ന് പറഞ്ഞാൽ മാത്രം അങ്ങനെ ആവല്ല. ഓൾറെഡി ജനിക്കുന്ന സമയം മുതൽ അതാണ് ദൗത്യം എന്നുള്ളിലുണ്ട്. അപ്പോൾ അതാണ് സോൾ എത്തുന്നത് ഓൾറെഡി ബീയിങ് എന്നതിലാണ്, മൈൻഡ് എത്തുന്നത് ബിക്കമിങ് ആണ്. അപ്പോൾ എൻ്റെ സോൾ ബീയിങ് എന്താണെന്ന് മനസ്സിലാക്കാൻ മൈൻഡിൻ്റെ ബിക്കമിങ്ങിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ദർ ഇസ് നോ ഡെസ്റ്റിനേഷൻ. ഞാൻ ഈ സീക്കേഴ്സിൻ്റെ മെൻറ്ററിങ് ഇനീഷ്യേറ്റ് ചെയ്ത സമയത്ത് അതിൽ ഒരു തരത്തിലുള്ള ആഡുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് അതിൽ വരുന്നവരോട് ഞാൻ പറയും, നിങ്ങൾ ഒരു ഗോളും ഒരു എക്സ്പെക്റ്റേഷനും ഒന്നും വെക്കരുത് പറയാനുള്ള കാരണം നിങ്ങളുടെ സോൾ ബീയിങ് എന്താണെന്ന് മനസ്സിലാക്കാനാണ്. ഇനിയും നമ്മൾ മൈൻഡിൽ അതാണ് ഇതാണെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ എക്സ്പീരിയൻസിലൂടെ പോകുന്ന ആ ലൈനിലൂടെ പോകുമ്പം നമുക്ക് ആ ബിക്കമിങ് എന്നുള്ളത് ചലഞ്ചിങ് ആയി മാറും. അപ്പോൾ ഒരു എക്സ്പെക്റ്റേഷനും കാര്യങ്ങളും ഇല്ലാണ്ട് നമ്മൾ അകത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് കൂടുതലായിട്ട് നമ്മളിലെ ബീയിങ് എന്താ, എന്താ എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ ഇതുകൂടി നമ്മുടെ ബോധത്തിൽ ഉണ്ടാവണം. നമ്മൾ ഓട്ടത്തിലാണ്, എല്ലാവരും ജീവിതത്തിൻ്റെ ഓട്ടത്തിലാണ്, എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ്
റൂമി പറയുന്നത് നിങ്ങളിലെ നമ്മൾ എന്തിൻ്റെ പിറകെ ഓടുന്നു അത് നമ്മളെ ഓടിച്ചുകൊണ്ടേയിരിക്കും. ബിക്കോസ് ഒരു കാര്യത്തിൻ്റെ പിറകെ നിങ്ങൾ ഓടാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രം യുവർ മൈൻഡ്. എന്നാൽ സോൾ എപ്പോഴും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ എന്തിൻ്റെ പിറകെയാണ് ഓടുന്നത് അത് നിങ്ങളിലേക്ക് ഇങ്ങോട്ട് ഓടി വരട്ടെ, അതിനുവേണ്ടി റെസ്റ്റ് ചെയ്യാനാണ് സോള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇറ്റിനോ സോളിന് എപ്പോഴെങ്കിലും ഒരു റെസ്റ്റ് എപ്പോഴാണ് കിട്ടുന്നത് ചോദിച്ചാൽ ഞാൻ ആകെ കൊടുക്കൽ റെസ്റ്റ് ഇൻ പീസിലെത്തുമ്പോഴാണ്, RIP ആണോ, അതുവരെ ഓടാണ്. അപ്പോഴാണ് സോളിനൊരു ഫ്രീഡം കിട്ടുന്നത്. അതുവരെ നമ്മൾ മൈൻഡിനിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓട്ടത്തിലാണ് എല്ലാവരും. അപ്പം സോള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റിലാക്സ്, കാം, ബി, ഇതൊക്കെ സോളിൻ്റെ ലാംഗ്വേജ്. അത് മൂപ്പര് പറഞ്ഞുകൊണ്ടിരിക്കണത്. മൈൻഡ് പറഞ്ഞുകൊണ്ടിരിക്കണതോ നോ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, വെപ്രാളമാണ്, കാര്യങ്ങളാണ്. എന്നാൽ സോളിൻ്റെ സ്റ്റേറ്റിലുള്ള, സോളിന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള റിലാക്സ്, കാം, ബി എന്ന ചേരുവകളൊക്കെ ഭംഗിയിലാക്കിയിട്ട് ആ ഐഡൻറ്റിറ്റിക്ക് പ്രിയോറിറ്റി കൊടുത്ത് ഇങ്ങനെ വെക്കുമ്പം സോള് നമ്മളെ കൊണ്ടുപോകാൻ തുടങ്ങും. സോള് നമ്മളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സോള് നമ്മളെ ഗൈഡ് ചെയ്യും. സോളും മൈൻഡിനെ ഇങ്ങനെ കൊണ്ടുപോകും. അതാണ് ഒരു ആൽക്കമിസ്റ്റ് സാന്റിയാഗോനെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ. എട്ടും പൊട്ടും തിരിയാത്ത സാന്റിയാഗോ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഇറങ്ങി തിരിച്ചപ്പോൾ ഉള്ള കാശും പോയി, ഉള്ള ആട്ടുംപറ്റങ്ങൾ പോയി, ഒക്കെ പോയില്ലേ മൈൻഡ്. എന്നാൽ ആ പാഠത്തിൽ വേദനിച്ച് ദുഃഖിതനായി സാന്റിയാഗോ റെസ്റ്റ് ചെയ്തു. ഇനി യാത്ര ഒന്നുമില്ല, ഇവിടെ നിൽക്കട്ടെ, ചില്ലുപാത്രക്കടങ്കിൽ ചില്ലുപാത്രക്കട അവിടെ കൂടട്ടെ എന്ന രീതിയിൽ കൂടിയപ്പോൾ ബി, കാം, റിലാക്സ്, അക്സെപ്റ്റ് ഇൻ ദ മൊമെൻറ്റ്, അത് മൈൻഡ്ഫുൾ, അതിൽ എൻജോയ് ചെയ്യും. അതങ്ങ് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? സോള് ഹാപ്പിയായി. സോള് ഹാപ്പി ആയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വിട്ട് കളയാമെന്ന് തോന്നിയ സ്വപ്നം വീണ്ടും വരാം. അതിനി വേണ്ട, ഞാൻ സെറ്റ് ഫ്രീ ചെയ്തു, ലെറ്റ് ഗോ ചെയ്തു, ആവശ്യത്തിന് കാശായി, ഇനി തിരിച്ചു പോയാൽ മതി. മൈൻഡ് അങ്ങനെ നിൽക്കണേ. പക്ഷെ ആ സമർപ്പണത്തിൽ നീ നിൻ്റെ ലക്ഷ്യമൊക്കെ മറന്നിട്ട് എന്താണോ നിൻ്റെ മുന്നിൽ കണ്ടത് അതിൽ നീ സമർപ്പിച്ച് ജീവിച്ചപ്പോൾ നിൻ്റെ സോളിന് കാംനെസ് കിട്ടി, സോളിന് മൈൻഡ്ഫുൾനെസ് കിട്ടി, വെപ്രാളങ്ങളൊക്കെ പോയി. അങ്ങനത്തെ ശരിക്കും പറഞ്ഞൊരു തന്ത വൈബ് എന്നൊക്കെ ഒരു പറഞ്ഞ ലെവലിലേക്ക് എത്തി. അപ്പോൾ അതാ വീണ്ടും സാന്റിയാഗോൻ്റെ ഉള്ളിൽ കാമായിട്ട്, കൂളായിട്ട്, ന്യൂട്രലായിട്ട് ചിന്തകൾ ഉദിക്കുന്നു. ഒന്നുകൂടി പോയി നോക്കിയാലോ. അത് എവിടുന്നാണ് വന്നത്? സോളിൽ നിന്നാണ് വന്നത്. ആ സോളിനായിട്ടുള്ള അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യാനുള്ള വർക്ക്ഷോപ്പുകാരിലായിരുന്നു താൽക്കാലികമായിട്ട് 1 വർഷം സാന്റിയാഗോൻ്റെ യാത്ര മുടങ്ങിയത്. കാരണം യാത്ര കുറേ പോകാനുണ്ട്. ഇവൻ്റെ വിചാരം ഈജിപ്ത് എന്ന് പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് എത്തുന്നൊക്കെ ആയിരുന്നല്ലോ. പോയി നോക്കുമ്പോഴല്ലേ പറയുന്നത് മാസങ്ങൾ യാത്രയുള്ള പരിപാടിയാണെന്നുള്ളത്. പല ആൾക്കാർ ബിസിനസ്സിലേക്കും കല്യാണത്തിലേക്കൊക്കെ എടുത്തു ചാടുമ്പോൾ ഈ റീൽസിലും മറ്റോടത്തെ കണ്ട മാതിരി ഇതിങ്ങനെ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള 10,000 രൂപ കൊണ്ട് തുടങ്ങി ഇപ്പം 30 ലക്ഷം കോടിയാണ് ടേൺ ഓവർ എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക്, 3 ലക്ഷം കോടിയാന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എൻ്റെ ഇപ്പോൾ 10,000 ഉണ്ട്, കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. 15 സെക്കൻഡിൽ ഒരു പറഞ്ഞു തീർത്ത റീല് കണ്ടിട്ട് അവരുടെ 20 വർഷത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ 15 സെക്കൻഡിലൊന്നും തീരൂല. അപ്പോൾ അതിപ്പോൾ എനിക്കൊക്കെ ഉണ്ടല്ലോ, ഞാനും സാന്റിയാഗോ എന്ന് പറയുന്നത് ചാടും. ആൽക്കമിസ്റ്റിനെ കൂടി കേൾക്കാതെ കണ്ടുമുട്ടാതെ സാന്റിയാഗോ അവൻ ആരും നോക്കരുത്, അങ്ങനെയല്ലേ? അതാ സാന്റിയാഗോ തരുന്ന പാഠം. 1ാമത്തെ ഭാഗത്തിൽ സാന്റിയാഗോ തനിച്ചാ പോകുന്നത്. ആ തനിച്ചുള്ള പോക്കിലാണ് എല്ലാ പണികളും കിട്ടുന്നത്. ആ പണിയൊക്കെ കിട്ടിയിട്ട് തനിച്ചിരുന്നിട്ട് അവിടെ അങ്ങനെ സെറ്റിലായപ്പോൾ എന്ത് സംഭവിച്ചു? സാന്റിയാഗോൻ്റെ സോൾ അലൈൻഡായി. ആ അലൈൻമെൻറ്റ് ആ അറബി ആയിട്ടുള്ള മനുഷ്യൻ്റെ കടയിൽ കുറച്ച് കാലം നിന്നപ്പോൾ അങ്ങേര് ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള കാംനെസ് പറയുന്ന, ആർത്തിയില്ലാത്ത, ആക്രാന്തമില്ലാത്ത, തിടുക്കമില്ലാത്ത ഒരു സാധാരണക്കാരൻ്റെ കടയിൽ സാന്റിയാഗോ നിന്ന് അദ്ദേഹത്തിനോടൊപ്പം തന്നെ നിന്ന് ഇങ്ങനെ പ്രവർത്തിച്ചപ്പം സാന്റിയാഗോന് പതിയെ എങ്ങനെ ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ളത് പഠിച്ചു. അപ്പം നമ്മൾ ഗ്രോത്തിലേക്ക്, തിടുക്കത്തിലേക്ക് ഓടുന്നതിനിടയിൽ എവിടെയെങ്കിലും പഠിച്ചോന്നൊരു ജംഗ്ഷനിൽ കൊണ്ടിട്ടിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യും, ഒന്ന് റിലാക്സ് ചെയ്യും, ഒന്ന് കാമാവ്, ഒന്ന് സെറ്റിലാകുക, ഒന്ന് ഫ്രീ ആവുക. അത് സോൾ അലൈറ്റ്മെൻ്റ് ആണ്. ആ അലൈറ്റ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മുടെ ദീർഘയാത്രകളൊക്കെ നമുക്ക് ആസ്വദിച്ച് പോകാൻ വേണ്ടി പറ്റാം. അപ്പോൾ ആ അലൈറ്റ്മെൻറ്റ് കിട്ടിയതിന് ശേഷമുള്ള യാത്രയിൽ സാന്റിയാഗോ കുറച്ചുകൂടി അലൈൻഡ് ആയിരുന്നു, കുറച്ചുകൂടി സോൾഫുൾ ആയിരുന്നു. അവിടുന്ന് അങ്ങോട്ടാണ് സാന്റിയാഗോ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ വായിച്ചു തുടങ്ങുന്നത്, കുറച്ചുകൂടി അലേർട്ടായി തുടങ്ങുന്നത്, ഹാപ്പിനെസ്സിന്, കാപ്നെസ്സിന്, സമാധാനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങുന്നത്. കാരണം ഒരു മനുഷ്യൻ എല്ലാം നേടിയിട്ട് അവസാനം തിരിച്ചേണ്ട സാധനമാണ് സമാധാനവും സന്തോഷം, അല്ലെങ്കിൽ ഒന്നുമില്ല. എന്നാൽ അത് മുന്നേ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സമാധാനത്തിനും സന്തോഷത്തിലാണ് സോൾ ഇരിക്കുന്നത്. ആ സമാധാനത്തിൻ്റെ ലെയറിലേക്ക് നമ്മൾ മൈൻഡിനെ സോളിലേക്ക് സറണ്ടർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സോൾ എന്ത് ചെയ്യാൻ തുടങ്ങും? നമ്മളെ കൂടെ ഗൈഡ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ സോളിലുള്ള ആൽക്കമിസ്റ്റ്, നിങ്ങളുടെ സോളിലുള്ള ഗൈഡ് നിങ്ങളെ ഗൈഡ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളൊരു ആൽക്കമിസ്റ്റിനോടൊപ്പം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യണേ തുല്യ. ആ കഥ കേട്ടവരാണെങ്കിൽ ഒരു ഫാൻറ്റസിക്കിങ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവില്ലേ, എൻ്റെ ലൈഫിൽ ഒരു ആൽക്കമിസ്റ്റൊക്കെ ഇങ്ങനെ വന്നിട്ടില്ലേ, നമ്മളിങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ, വെറുതെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നോക്കിയിട്ടെങ്കിലും ഉണ്ടായിരിക്കും. എക്സാക്ട്ലി എല്ലാവരുടെ ആത്മാവും അവരുടെ ആൽക്കമിസ്റ്റാണ്. ആ ആൽക്കമിസ്റ്റിൻ്റെ അകത്താണ് ആൽക്കമി ഉള്ളത്, സോളിലാണ് ആൽക്കമി ഉള്ളത്.
അപ്പോൾ ആ രഹസ്യം, ആ രസായന വിദ്യ അതിലാണ് ഒളിച്ചു കിടക്കുന്നത്. അതുകൊണ്ടാണ് ആൽക്കെമിസ്റ്റുകൾ മുഴുവനും ഓരോ മനുഷ്യൻ്റെയും അകത്തുള്ള ഐഡിയൽ സെൽഫിനെ പ്യൂരിഫൈ ചെയ്ത് കണ്ടെത്താനാണ് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. എസ്പെഷ്യലി സ്പിരിച്വൽ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഈ ആൽക്കെമിയെ കാണിച്ചു കൊടുക്കാനാണ് പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സോൾ അലൈൻമെൻറ്റ് നമ്മളിൽ നടക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഒന്നാലോചിച്ച് നോക്കിയേ. നിങ്ങൾ കുറച്ചുകൂടി കാമാവും, കുറച്ചുകൂടി റിലാക്സ്ഡ് ആകും. ആ റിലാക്സ്ഡ് കാം ഫ്ലോ സ്റ്റേറ്റിൽ സോള് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പം ഒരു തിടുക്കില്ല, നമുക്ക് ഒരു വെപ്രാളവും ഇല്ല, ഒരു നിരാശബോധവും ഇല്ല. അങ്ങനെ പോണ സമയത്ത് എന്ത് പോയാലും കുഴപ്പമില്ല, എന്ത് വന്നാലും കുഴപ്പമില്ല എന്ന രീതിയിൽ യാത്ര നമ്മൾ ഇങ്ങനെ ആസ്വദിക്കാൻ വേണ്ടി തുടങ്ങും എന്നുള്ളതാണ്. ആ യാത്രയ്ക്ക് ആസ്വദിച്ച് പോകുന്നതിനിടയിൽ ഏതോ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് നമ്മളെ നിധിയും കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും, നമ്മുടെ ട്രഷർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ ട്രഷർ കിട്ടുമ്പോൾ നമ്മൾ സന്തോഷത്തിലൊക്കെ ആകും. ബട്ട് സ്റ്റിൽ നമ്മൾ ആ ട്രഷറിനേക്കാളും മീതെ ആ യാത്രക്ക് പ്രാധാന്യം കൊടുക്കുന്നുള്ളതാണ്. ഒരു 2 മാസം കഴിഞ്ഞിട്ട് എത്തിച്ചേരേണ്ട ഏതോ ഒരു ഗോളിനെ പറ്റി ഇന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതും അല്ലെങ്കിൽ അതെത്തിയാലുള്ള സന്തോഷത്തെ പറ്റി ആലോചിക്കുന്നതും ഈ നിമിഷം എവിടെ ഇരിക്കുമ്പോൾ എനിക്ക് കാമായിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് നോക്കി കഴിഞ്ഞാൽ ആരാ സമ്പന്നൻ എന്ന് ചോദിച്ചാൽ ഈ മൊമെൻറ്റിൽ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് കാമായിട്ട് സോൾഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട് വെക്കുമ്പോഴും നിങ്ങൾ പുതിയ വാഹനം എടുക്കുമ്പോഴും നിങ്ങളുടെ പുതിയ ടാർഗറ്റ് നിങ്ങൾ അച്ചീവ് ചെയ്യുമ്പോഴും ഇതൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ ഹാപ്പിയാണ് ഇൻ മൈൻഡ്. പക്ഷെ ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോഴും വീട് വെച്ചപ്പോഴും കാറ് വാങ്ങിയിടിച്ചപ്പോഴും കല്യാണം കഴിഞ്ഞപ്പോഴൊക്കെ തന്നെ സോള് ഫീൽ ചെയ്തത് സെയിം സാധനം. സോളിന് ഇത് വീട് വെക്കുമ്പോഴുള്ള ഒരു സാധനമാണ്, അങ്ങനെയൊന്നുമില്ല. ഇത് കാറ് വാങ്ങിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ്. ഇതൊക്കെ മൈൻഡിനാണ്. ഫോർ ദ സോൾ എല്ലാം സെയിമാണ്. അപ്പോൾ ആ സ്ഥായി ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ട്. ആ അവസ്ഥ സോളൊന്നും കിട്ടിയിട്ട് ആ സ്ഥായി ഭാവം നിലനിർത്താൻ നമ്മൾ പരിശീലിച്ചിട്ട് മൈൻഡിനെ സോള് ഓടിക്കണം. മൈൻഡ് ഒരു കുതിരയാണെങ്കിൽ ആ കുതിര ഓടിക്കേണ്ടത് ആരാണ്? സോളാണ്. സോൾ അതിന് ഓടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൈഫ് വിൽ ബി സോ സ്മൂത്തർ, സോ ബ്യൂട്ടിഫുൾ. ആൻഡ് ഓൾസോ സോള് നമുക്ക് ലൈഫിലെ ഓരോ ഘട്ടത്തിലും എന്താ പഠിക്കേണ്ടത്, എന്താ മനസ്സിലാക്കേണ്ടത് ആൽക്കെമിസ്റ്റ് പഠിപ്പിച്ച് തന്നെ പോലെ തനിയെ തന്നെ നമ്മളെ പഠിപ്പിക്കും. സെൽഫ് ലേണിംഗ് അത് തനിയെ നമ്മളെങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഇപ്പോൾ ചിലരോടൊക്കെ നിങ്ങൾക്ക് നല്ല പഠിപ്പുണ്ടെന്നല്ല തോന്നണേ, എന്ത് ജീവിതാനുഭവം വേറൊന്നുമല്ല, എല്ലാവരോടെയും പോയി പഠിച്ചുണ്ടാക്കിയതൊന്നുമല്ല, സ്കൂളിൽ പോയിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല, അങ്ങനെ പറയാറുണ്ട് ചില ആൾക്കാർ. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഫ്രം ദെയർ സോൾ. അത് സോൾ വിസ്ഡമാണ്. പുറത്തെ അന്വേഷണങ്ങളൊക്കെ ഒരു പരിധിയിലെത്തിയിട്ട് ഒരു ലെവലിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ തന്നെ ആ മനസ്സിലാക്കി വെച്ച കാര്യങ്ങളൊക്കെ തന്നെ അകത്തൂടെ പ്രോസസ്സ് ചെയ്ത് തിരിച്ചറിയാനുള്ള സംഭവം കിട്ടാമെന്നല്ല. അത് കിട്ടാതെ നിങ്ങൾ ഇംഗ്ലീഷുകാരനെ പോലെ 50 കൊല്ലം യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടും കാര്യമില്ല, 50,000 പുസ്തകങ്ങൾ നിങ്ങൾ പരതിയിട്ടും കാര്യമില്ല. ആ പരതലിനോടൊപ്പം തന്നെ അകത്തുള്ളൊരു പരതലുണ്ട്, ഒരു അന്വേഷണമുണ്ട്. അതിൻ്റെ എന്തോ ഒരു സാധനം ഓണായിട്ട് കിട്ടുമ്പോൾ, ആ ഒരു പ്രകാശം ഓണായി കിട്ടുമ്പോൾ 10 പേജേ വായിച്ചിട്ടുണ്ടെങ്കിൽ 10 പേജിന് 10,000ൻ്റെ പവർ ഉണ്ടാവും. അവരോട് പോയി ചോദിക്കുക, നിങ്ങൾ വേദത്തിൽ 6000 വചനങ്ങളും മനഃപ്പാടമാക്കിയിട്ടുണ്ടോ ചോദിച്ചാൽ എനിക്ക് അത്ര ബുദ്ധി ഇല്ല എന്നറിയും. അത്ര ബുദ്ധിയില്ല, എൻ്റെ ഓർമ്മയിൽ അങ്ങനെ നിൽക്കൂല എന്നറിയും. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എന്താ അറിയുക, എനിക്ക് ആകെ അറിയുന്നത് ഒരു 7 വരെയുണ്ട്, 7 വേഴ്സ് ഉണ്ട്, അത് ഫാത്തിഹ ആണെന്ന് അറിയും. അതിലിപ്പോൾ നിങ്ങൾക്ക് എന്താ അറിയുക, അതിലെനിക്കൊരു 70 ഒട്ടകത്തിന് ചുമക്കാനുള്ള ഐറ്റംസ് സാധനങ്ങളൊക്കെ അറിയാം. അതപ്പോൾ ഇവിടുന്ന് തലയിൽ 7 എണ്ണേ കയറിയിട്ടുള്ളൂ, പക്ഷേ ഹൃദയത്തിലേക്ക് പ്രോസസ് ചെയ്തപ്പോൾ അത് 70,000 കിട്ടി. കൊടുത്ത പോയിന്റ്. തലയിൽ ഒരു വരിയെ കയറിയിട്ടുള്ളൂ, പക്ഷെ കയറിയ ഒരു വരിയെ ഹൃദയത്തിലേക്ക് കൊടുത്തപ്പം, ഉള്ളിലെ വെളിച്ചത്തിലേക്ക് കൊടുത്തപ്പം അത് ഒരു വരിയെ ലക്ഷങ്ങളാക്കി മാറ്റി. അതാണ് അതിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണോ അതിനെ വർധനവിലേക്ക് എത്തിക്കുക, ആ കിട്ടിയത് എന്താണോ അതിനെ വർധനവിലേക്ക് എത്തിക്കുന്നതിനാണ് നമ്മൾ പറയുക ഉള്ളതിൽ ബർക്കത്തുണ്ടാവാന്ന്. ഉള്ളത് ഏറ്റവും ബെസ്റ്റായിട്ട്, എല്ലാം ഒന്നുമില്ലെങ്കിൽ ഉള്ളത് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റാന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരുണ്ട്, പക്ഷെ ഒരു കാര്യമില്ല അതുകൊണ്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. കുറച്ചറിയുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ അവർക്ക് സംഭവിക്കുന്നു, അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട്. അത് ആന്തരിക പ്രകാശം കൂട്ടി അതിലേക്ക് ലയിച്ചപ്പോൾ അതിൽ വർധനവ് സംഭവിക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് ആന്തരിക ജ്ഞാനം, അകത്തേക്കുള്ള അന്വേഷണം നമുക്ക് നിർബന്ധമായിട്ടും വേണമെന്ന് പറയാനുള്ളൊരു കാരണം. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഇഫക്റ്റീവ് ആക്കുന്നതിൽ ഈ അകത്തേക്കുള്ളൊരു അന്വേഷണ ത്വര ഉണ്ടല്ലോ, അതിങ്ങനെ കാണിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ഉള്ളോട്ട് ഇങ്ങനെ എന്തോ ഒന്നുണ്ട്, എന്തോ ഒരു പറഞ്ഞില്ല, അതിങ്ങനെ എന്താണെന്ന് എനിക്ക് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്,
ആ ക്യൂരിയോസിറ്റി നമ്മൾ കാണിക്കുന്നത് തന്നെ നമ്മൾ അകത്തുള്ള ആൾ നമുക്ക് ഇട്ട് തരാം ക്യൂരിയോസിറ്റി. വാ എൻ്റെ അടുത്തേക്ക് വാന്ന്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്, നീ എന്നിലേക്ക് വാ, ഞാൻ നിന്നെ ഗൈഡ് ചെയ്യാൻ റെഡിയാണെന്നുള്ള ആ റെഡിനെസ് എന്നാണ് അത് വരുന്നത്. അപ്പോൾ ഗൈഡഡ് ടോക്കിലൊക്കെ വന്ന് നിങ്ങൾ ഇരിക്കണമെങ്കിൽ നിങ്ങൾ അകത്തുള്ള ആൾ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ടു ലിസൺ ടു യുവർ സെൽഫ്, ടു ലിസൺ ടു ദാറ്റ് സ്പാർക്ക് ഇൻ യു, ദാറ്റ് ലൈറ്റ് ഇൻ യു. അത് കേൾക്കാൻ നിങ്ങൾ അകത്തുള്ള ആളുടെ ക്ഷണത്തെ നമ്മൾ പുറത്ത് ഇങ്ങനെ വന്നിരുന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുക. എത്രത്തോളം പുറത്തും നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ അത്രത്തോളം അകത്തേക്കാണ് പോണത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും സമയം നമ്മൾ ഇരുന്നപ്പോഴും നമ്മൾ പുറത്തെ ചർച്ചകൾ നടത്തണം. ഈ പുറത്ത് ബുദ്ധിയുടെ തലത്തിൽ നടത്തുന്ന ചർച്ചകളൊക്കെ തന്നെ ബുദ്ധിക്കപ്പുറത്തുള്ള ഒരു ബോധത്തിലേക്കുള്ള ഇൻവിറ്റേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ യു ആർ റെസ്പോണ്ടിങ് ടു ദാറ്റ് ഇന്നർ കോൾ. നിങ്ങളുടെ അകത്ത് വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകാണ്. അകത്തേക്ക് പ്രവേശിക്കാനുള്ള, അകത്തേക്ക് കടന്നു ചെല്ലാനുള്ള, അകത്തുള്ളതിനെ ക്ലെയിം ചെയ്യാനും അക്നോളജ് ചെയ്യാനും വേണ്ടിയിട്ട്. അതാണ് ഞാൻ പറഞ്ഞത് അവെയർനെസ് ആൻഡ് അവേക്കണിങ്. അവെയർനെസ്സും വരുന്നുണ്ട്, അവേക്കണിങ് വരണം. അപ്പോൾ ചിലപ്പം ചില സമയത്ത് കുറേയൊക്കെ GT ഒക്കെ ചെയ്യാണ്ടാകുമ്പോൾ അവെയർനെസ് ചിലപ്പം മങ്ങിപ്പോവും. ചിലപ്പോൾ അവേക്കണിങ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അവേക്കണിങ് കിട്ടിയിട്ട് രാവിലെ കണ്ണുറന്നാൽ വെളിച്ചം കണ്ടെന്നാൽ പിന്നെയും ഉറക്കം ഉറങ്ങിയായിരിക്കും. പിന്നെ കുറേ ഉറങ്ങി ബോറടിക്കുമ്പോഴായിരിക്കും ഇതെന്താ ഇരുട്ടിലായി പോയാലുണ്ടല്ലോ, ഒന്നുകൂടി തുറക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രാവിലെ തന്നെ ഇങ്ങനെ തുറന്ന് GT ഇങ്ങനെ കയറി വെക്കും. നല്ല സാധനമുണ്ട്. കുറച്ച് നേരം അവേക്കണിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേക്കപ്പ് ടൈം മാത്രമേ ചില ആൾക്കാർക്ക്. അവേക്കപ്പ് എന്ന് പറഞ്ഞാൽ സദാ ഉണർന്നിരിക്കുന്ന ഒരു അവസ്ഥ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ മറ ഇങ്ങനെ നീക്കി നോക്കി വീണ്ടും മറട്ട് കിടന്നു ബോറടിക്കുന്ന പറയുമ്പോൾ വീണ്ടും ഇങ്ങനെ വന്ന് നോക്കി. അതല്ല, ആ അവെയർനെസ്സും അവേക്കണിങ്ങും എവല്യൂഷനിലേക്ക് നയിക്കണം. എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവേക്കണിങ്ങിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുമ്പോൾ നിങ്ങളുടെ അവേക്കണിങ് അവെയർനെസ് തെന്നുമ്പേക്ക് വീണ്ടും നിങ്ങൾ റീസെറ്റ് ചെയ്ത് യു ആർ പുട്ടിങ് സം എഫേർട്ട് ടു കീപ് ദാറ്റ്. ആ സ്റ്റേറ്റ് കീപ്പ് ചെയ്യാൻ നമ്മൾ എഫേർട്ട് ഇട്ടോണ്ടിരിക്കുക. ഏത് സ്റ്റേറ്റ്? ബുദ്ധിയെ കൊണ്ട് അത്ര പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്ത ആന്തരിക ബുദ്ധിയിൽ കിടക്കുന്ന ആ ഒരു അവെയർനെസ്, ആ ഒരു ക്ലാരിറ്റി, ആ ഒരു ട്രൂത്ത്, അതിനെ തന്നെ മുറുകെ പിടിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ തന്നുമ്പോൾ വീണ്ടും അതിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. ഇപ്പം GT കഴിഞ്ഞു, ഒരു 3 ആഴ്ച നിങ്ങൾ GTക്ക് ഒന്നും വന്നില്ല, അങ്ങനത്തെ ഒന്നിനും പോയില്ല. നിങ്ങളുടെ മൈൻഡ് കൂടുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. മൈൻഡ് ഇങ്ങനെ കൂടുതൽ വർക്ക് ചെയ്യുമ്പോഴേക്ക് കുറേ ഈഗോ റോളുകൾ എടുക്കും, ആകെ പിരാന്താവും. എന്നിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ പറയും ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു സമാധാനം. സംഭവം ഒന്നുമല്ല, ആ മറകളങ്ങ് നീങ്ങിയിട്ട് നമ്മുടെ സോൾ കോളിലെ B എന്നുള്ളതിലേക്ക് നമ്മൾ താനെ കണക്റ്റഡ് ആവാം. കാരണം ഫോർ യുവർ മൈൻഡ് വാട്ട് ഈസ് GT, ദാറ്റ് കണക്ഷനാണ്. അപ്പം നമ്മൾ അതിലേക്ക് വരുമ്പോഴേക്ക് തന്നെ അതൊക്കെ മാറിയിട്ട് ആ ലൈറ്റും കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ആശ്വാസം. ഇത്ര ഉള്ളതിനും ഒക്കെ മല പോലെയുള്ളതൊക്കെ ഉരുകിപ്പോയല്ലോ. മനസ്സിലാണ് മല, മനസ്സിൻ്റെ ചിന്തകളിലാണ് മല കിടക്കുന്നത്. സോളിൽ എന്താണ്? മഞ്ഞു പോലെ ഉരുക്കാന്നുള്ളതാണ് സോളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്നെ ഇനി പരീക്ഷിക്കല്ല തമ്പുരാനേന്ന് മൈൻഡ് കൊണ്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഈ അവസ്ഥയിലെത്തിയ ആൾ ആ മനസ്സിൻ്റെ മറ അങ്ങ് നീക്കിയിട്ട് സോളിൻ്റെ ജ്ഞാനം അങ്ങ് ടച്ച് ചെയ്തപ്പോഴേക്ക് എത്ര വേണമെങ്കിലും തല്ലിക്കോ, എത്ര വേണമെങ്കിലും പരീക്ഷിച്ചോ, ഇതെന്തൊരു സുഖമുള്ള അവസ്ഥയാണ്. പ്രശ്നം പോയില്ല, പ്രശ്നം മാറിയില്ല, പ്രശ്നമൊക്കെ അവിടെ ഉണ്ട്, മല പോലെ തോന്നിയ എല്ലാം അവിടെ ഉണ്ട്. സ്റ്റിൽ ദേ ആർ തിങ്കിങ് ലൈക്ക് അതെങ്ങനെ ആയിക്കോട്ടെ, ഇനി എന്താ വെച്ചാൽ വന്നോട്ടെ, ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പം അവർ തന്നെ തിരിച്ചറിയാണ് മനസ്സിനാണ് ഇത്രമാത്രം കട്ടി. 4D മനസ്സിനാണ് ഇത്രമാത്രം കട്ടി, ഈഗോയിലാണ് ഇത്രയും കട്ടിയായിട്ട് അത് കിടക്കുന്നത്. പക്ഷെ കട്ടിയുള്ളതിനൊക്കെ വളരെ മൃദുലമാക്കി മാറ്റുന്ന ഒരു സോൾ അവെയർനെസ് നമ്മളിലുണ്ട്. അതിലേക്ക് നമ്മൾ അങ്ങ് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഈസിയായി. അപ്പോൾ പറയൂ, ദിക്റുള്ള എന്ന് പറയുന്ന സമാധാനം മനുഷ്യൻ്റെ ആത്മാവിൻ്റെ തലത്തിലാണ് അത് ഉറങ്ങിക്കിടക്കുന്നത്. ആത്മാവിനെ സ്പർശിക്കുമ്പോഴാണ് അത് കിട്ടുന്നത്. അപ്പോൾ ഏതൊരു ദൈവിക സ്മരണയാണോ, ആത്മാവ് എങ്ങനെയാണോ ആ വിഷയത്തെ സ്മരിക്കുന്നത്, അതിലേക്ക് കൊണ്ടുപോകുന്നത്, അപ്പോഴാണ് നമുക്ക് സമാധാനം കിട്ടുന്നത്. പ്രശ്നമുള്ള ആൾക്കാർ ദൈവിക നാമം ഉരുവിടുന്നു, പ്രത്യേകിച്ച് സമാധാനമൊന്നും കിട്ടാത്തവരുണ്ട്. ഇങ്ങനെ പറയുന്നുണ്ട്, ഒന്നും കിട്ടുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് അതിൻ്റെ ഉദ്ദേശം. നിങ്ങൾക്ക് ആ ഇസ്മുകളെ കൊണ്ടോ ദിക്റുകളെ കൊണ്ടോ സമാധാനം കിട്ടണമെങ്കിൽ നിങ്ങളത് ആവർത്തിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ സാധനങ്ങളൊക്കെ ഭാഗിച്ച് കീറി അതിൻ്റെ താഴേക്ക് എടുക്കുന്ന വെള്ളം പോലെ, പാറൻ്റെ ഉള്ളിൽ പൊട്ടിച്ച വെള്ളം കിട്ടുന്നത് പോലെയുള്ള ആ സോളിലേക്ക് അത് കണക്റ്റഡ് ആകുമ്പോഴാണ് നമുക്ക് പ്രശ്നം മാറിയിട്ടില്ലെങ്കിലും വല്ലാത്തൊരു സമാധാനം കിട്ടുക. അവിടെ എത്തുന്നത് വരെ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു അന്വേഷണത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നതാണ്. അതല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഏതാണോ ആ അവസ്ഥയുടെ റെഫറൻസ് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ നമ്മുടേതായിട്ടുള്ള ലിങ്കുകൾ ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റിലൂടെ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ ഈസിനെസ് വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ദിക്റൊന്നും ചൊല്ലിയിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ ദിക്റ് ചൊല്ലിയിട്ട് എത്തുന്ന അവസ്ഥ ഏതാണോ ആ ഹാലിനെ നമുക്ക് റെഫറൻസ് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് നേരെ ഓണായി കിട്ടുന്നു. ഇവിടെ നിങ്ങൾ കുറേ വന്നിട്ട് ആ അവസ്ഥകൾ ഒരുപാട് തവണ ഇങ്ങനെ അനുഭവിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് കയറുമ്പോഴേക്ക് ആ അവസ്ഥ ഓണായിക്കോളും.
ഞാൻ ചിലവരോട് ചോദിക്കലുണ്ട്, എന്തൊക്കെയോ പറയാനായിരിക്കും വന്നിട്ടുണ്ടാവാം, ഒക്കെ വന്ന് ഞാൻ പറയാം എന്താ പറയുക, അതൊക്കെ പോയി ഗൈഡേ, കുറേ സാധനിട്ട് വന്ന് പറയാനും തോന്നില്ല എന്നറിയും. അപ്പോൾ എന്താ സംഭവിച്ചത്, അത് മനസ്സിൽ കട്ടിയായി കിടക്കുമ്പോൾ നമുക്ക് പിടുത്തം വിടുന്നത്. പക്ഷെ സോളിൻ്റെ ഓൺ ആക്കി അങ്ങ് കൊടുക്കുമ്പോഴേക്ക് എന്ത് സംഭവിക്കുന്നു, അതങ്ങ് ഓണാക്കുമ്പോഴേക്ക് അതങ്ങ് തുറന്നു കൊടുക്കുമ്പോഴേക്ക് ആ ഈസിനെസ് വരുന്നു എന്നുള്ളതാണ്. സോ അതിനാണ് നമ്മൾ സ്പിരിച്വൽ അവെയർനെസ് എന്ന് പറഞ്ഞത്. അതാണ് സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ, ഒന്നും ചെയ്യാതെ തന്നെ നമുക്കുള്ളിലെ ഏത് അവസ്ഥയെയും പുൽകാൻ പറ്റുന്ന, തഴുകാൻ പറ്റുന്ന, മൃദുലമായിട്ട് സ്പർശിച്ചിട്ട് അതിനെ ലൈറ്റാക്കി മാറ്റാൻ പറ്റുന്ന ഒരു മാജിക് ഉണ്ട് ആ സ്പിരിച്വൽ അവെയർനെസ് എന്ന് പറയുന്നത്. അത് ഓരോ മനുഷ്യൻ്റെ അകത്തും ഇമ്മ്യൂണിറ്റി സെറ്റ് ചെയ്തതുപോലെ തന്നെ ഓരോ മനുഷ്യൻ്റെ അകത്തും അവൻ്റെ ഗിഫ്റ്റായിട്ട് സെറ്റ് ചെയ്തതാണ്. നിങ്ങളുടെ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജന്മം കൊണ്ട് തന്നെ നിങ്ങളെ ഭൂമിയിലേക്ക് വിടുമ്പോൾ തന്നെ നിങ്ങളുടെ അവകാശമായിട്ട് നിങ്ങളുടെ അവകാശിയായവൻ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തതാണ്. അത് അനുഭവിക്കാമെന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥനായവൻ, സ്വർഗത്തെ സംവിധാനിച്ചവൻ ഭൂമിയിൽ ഇരുന്നിട്ട് അവൻ്റെ സ്വർഗം അനുഭവിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മാജിക്കാണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പം എല്ലാവരും പരിസരത്തിൽ കിടുകിടാ വിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, വല്ലാണ്ട് ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മളെ പരിസരം കുലുങ്ങുന്നുണ്ട്. പക്ഷെ ആന്തരിക ലോകം കുലുങ്ങാതെ വെക്കാന്ന് പറഞ്ഞാൽ എന്ത് മാജിക്കാന്ന് നടന്നു നമ്മൾ വയ്ക്കും. ആ മാജിക്കിൽ തന്നെയാണ് ദ ഡിവൈൻ റിമെമ്പറൻസിൻ്റെ ബ്യൂട്ടി. അത് വരുന്നത് ആത്മീയത എന്നത് ആത്മാവിൽ നിന്നും ആത്മനാദത്തിൽ നിന്നും അവനവൻ്റെ ഉള്ളിൽ നിന്നാണെന്ന് പറയുന്ന സമയത്ത് ആ ഉള്ളിൽ എത്ര രസമാണ്, ഉള്ളിൽ എന്തോരം മാജിക് ഉണ്ട് നമ്മളെ തിരിച്ചറിയാൽ കൂടിയാണ് അവിടെ സംഭവിക്കേണ്ടത്. അപ്പോൾ അത് ഒന്നുകൂടി പൊടി തട്ടിയെടുത്തിട്ട് തിരിച്ചറിഞ്ഞിട്ട് അടുത്ത ആഴ്ചയിലേക്ക് പ്രവേശിക്കുക. ഏതൊക്കെയാണോ കട്ടിയായി കിടക്കുന്നത് ആ കട്ടിയായതിനൊക്കെ ഒന്ന് ലൈറ്ററാക്കി ഇങ്ങനെ വെക്കുമ്പോഴാണ് ഈവൻ മനസ്സിനും പ്രവർത്തിക്കാൻ കുറച്ച് എളുപ്പമുണ്ടാവാം. കാരണം ആ കട്ടിയൊക്കെ നമ്മളങ്ങ് ഈസി ആക്കി കൊടുക്കണം എന്നല്ല, അത് നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് വീണ്ടും കട്ടി കൂടിയിട്ട് കാര്യമില്ല. അത് ഇമോഷണൽ ഗെയിമേ ആവുന്നുള്ളൂ. ഞാൻ പറയുന്നത് മോട്ടിവേഷൻ്റെ തലങ്ങളൊന്നുമല്ല, അതൊക്കെ മാറ്റി വെച്ചിട്ട് വളരെ ലൈറ്റ് സോഫ്റ്റ് ആയിട്ട് ബീയിങ്ങിൽ കിടക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ. ആ ഇന്നർ ബീയിങ് സ്റ്റേറ്റിനെ ഇവോക്ക് ചെയ്ത് എവേക്കൻ ചെയ്ത് അങ്ങ് വെക്കുമ്പോഴേക്ക് മനസ്സിൻ്റെ ലെയറിൽ അത്ര കട്ടിയായി കിടന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസിയായി മാറുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ലേ ആൽക്കെമിസ്റ്റുകൾ. അപ്പോഴല്ലേ നമ്മളൊരു ആൽക്കെമിസ്റ്റാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. വേദനയെ മരുന്നാക്കി മാറ്റുന്നവർ, പ്രയാസങ്ങളെ അത്ഭുതമാക്കി മാറ്റുന്നവർ, അതാണ് ആൽക്കെമിസ്റ്റ്. ദേ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നിനെ ബെൻഡ് ചെയ്യാൻ അറിയാം. അപ്പോൾ കട്ടിയായ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പം അതിൽ ഈ എന്തോ ഒരു സാധനം ഇന്നർ ആൽക്കബി, ഇന്നർ ആർട്ടിസ്റ്റിൽ കിടക്കുന്ന എന്തോ ഒരു സംഭവം വെച്ചിട്ട് കണക്ട് ചെയ്തപ്പോൾ അത് ഭയങ്കര ലൈറ്ററായിട്ട് ഇങ്ങനെ നോക്കിക്കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളോട് ചോദിച്ചു നോക്കിയ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളോട് തന്നെ പറയാം. ലുലുവിനോട് തന്നെ പറയാം, എന്താ പറയണത്, ലുലു ഒരു ആൽക്കമി, ഒരു മാജിക് കാണിച്ചിട്ടെ. ഷഹലയോട് തന്നെ പറയാം, ഞാൻ ഒരു മാജിക് കാണിച്ചിട്ടെ. ഇത് ഭയങ്കര കട്ടിയുള്ള പ്രശ്നമല്ലേ, ഇതിനൊരു സൊല്യൂഷൻ ഇല്ലാത്ത തോന്നില്ലേ, നീ കുടുങ്ങിയെന്ന് തോന്നണില്ലേ, വെരി ഗുഡ്, ഇത് മൈൻഡ്. ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴും ഇതിന് വരെ സിമ്പിളാക്കാൻ പറ്റിയൊരു സാധനം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പം മൈൻഡ് വയ്ക്കും, വിടല്ലേ, പറ്റിക്കല്ലേ, വെറുതെ നടക്കണ കാര്യം വല്ലേണ്ടേ പറയും, ഇതൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, വെറുതെ ഇങ്ങനെ പൊട്ടിക്കല്ലേ എന്നൊക്കെ പറയും, മൈൻഡ് ഇങ്ങനെ പറയും. അപ്പോൾ നമ്മൾ ഇപ്പുറത്തിരുന്നിട്ട് ഇങ്ങനെയൊക്കെ തോന്നുമ്പം ഇങ്ങനെ സെൽഫ് ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടും ഇത് ഭയങ്കര ലൈറ്ററാക്കി മാറ്റുന്ന ഒരു മാജിക് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരട്ടെ എന്ന രൂപേണ നമ്മൾ നമ്മളോടൊന്ന് സംവദിച്ചിട്ട് ഈ സോൾ അവെയർനെസ് ഇവോക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് അതൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ആ പ്രശ്നം, അതിൻ്റെ കട്ടി, അതിൻ്റെ ഇമോഷൻ ഒക്കെ അങ്ങ് ഫ്രീ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നും. നമ്മളെ മനസ്സിങ്ങനെ വണ്ടർ അടിച്ചിരിക്കും. എന്നാൽ നമ്മുടെ സോളോ ഒരു റിയാക്ഷനും ഇല്ലാണ്ട് മറ്റേ ജയറാമിൻ്റെ ഒരു ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് നിശബ്ദതയിലാണ് ആ സംഭവം റെഡിയാക്കി എടുക്കണേ. ഇങ്ങനൊരു മാജിക്ക്, ഇങ്ങനൊരു ആൽക്കമി, ഇങ്ങനൊരു സ്കില്ല് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ നമുക്കൊരു പൂതി ഉണ്ടാവില്ല, ഇത് എങ്ങനെയാ നോക്കാൻ, ഞാനൊന്ന് ആക്കി നോക്കട്ടെ, ഞാനൊന്ന് ആക്കി നോക്കട്ടെ എന്ന രീതി ഉണ്ടല്ലോ. പക്ഷെ ഞാനൊന്ന് ആക്കി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനല്ലടാ, ഇത് ശരിയാവണില്ലടാ, ഞാൻ കുറേ നോക്കി കഴിഞ്ഞാൽ സെറ്റ് ആവണില്ല, അപ്പോഴും ഞാൻ പറയും ഞാൻ ആക്കണ്ട, ഞാൻ മൈൻഡ് ആക്കുന്നത് സോള്, കാരണം ആയതാണ് സോള്. ഞാൻ ആക്കാൻ നോക്കുമ്പോഴാണ് വീണ്ടും ഈഗോ വരാം, ഞാൻ അപ്പം സെറ്റാക്കി തരാം, എൻ്റെ ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഈഗോയിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് തിടുക്കം കൂടും. അത് പാടില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ ന്യൂട്രാലിറ്റി, കുറേ ലെയേഴ്സ് പറയാം, ആ ഒരു ലൈനിലേക്ക് അങ്ങനെ കൂളായിട്ട് വരുന്ന സമയത്തുകളൊക്കെ ആ കാംനെസ്സിലും റിലാക്സേഷനിലൂടെ അതങ്ങനെ ഈസി ആയിട്ട് വരുന്ന ഒരു മാജിക് ഉണ്ട്. നമ്മളെല്ലാവരും അത് അനുഭവിച്ചവരാണെന്ന് എനിക്കറിയാം.
GT ഒക്കെ അറ്റൻഡ് ചെയ്തവരെ നിർബന്ധമായിട്ട് നിങ്ങൾ ആ സാധനം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അതാണില്ലേ ഇത് എന്ന് നമുക്ക് റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുക. അതിൻ്റെ അകത്തിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. സോ യു ഹാവ് വൺസ് ഇഫ് യു ഹാവ് എക്സ്പ്ലോർഡ് ദാറ്റ് ആൽക്കമി, നിങ്ങൾക്ക് എല്ലാത്തിലും ആൽക്കമി യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഉള്ളിലുണ്ട് ഓൾറെഡി അത്. അപ്പോൾ ആ ആൽക്കമി യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സെൽഫോൺ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ സ്മാർട്ട് ഫോണിന് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ കിട്ടി, നിങ്ങളത് ലോഗിൻ ചെയ്തു, നിങ്ങൾക്ക് പാസ്വേഡ് ഉണ്ട്, നിങ്ങൾക്ക് ID ഉണ്ട്, നിങ്ങൾക്ക് നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉണ്ട്, എല്ലാം സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെന്താണ്, ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് യൂട്യൂബ് തുറക്കാൻ പറയാം. യൂട്യൂബ് തുറന്നിട്ട് നിങ്ങൾ സ്പോർട്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തോന്നുന്നത് ലോകത്തിൽ എന്താണ് നടക്കണതെന്ന് ഇതുകൊണ്ട് അറിയാൻ പറ്റുമോ? ഞാനിങ്ങനെ കുറേ ഫോർവേഡും ബാക്ക്വേർഡും അടിച്ചു നോക്കി, ഒന്നും അറിയില്ല. അപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ, അപ്പോൾ ലോകത്തിൽ എന്താ നടക്കണമെന്ന് അറിയാൻ പറ്റൂല തോന്നുന്നുണ്ട്, അത് സെറ്റാവില്ല. അപ്പം നിങ്ങൾ ഈ സ്മാർട്ട് ഫോണെ പറ്റി അറിവുള്ള ഒരാളടുത്ത് പോയി ചോദിക്കുകയാണ്, അല്ല ഇതുകൊണ്ട് നമുക്ക് ഇത് പറ്റുമോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് വേറെ ചാനലിൽ സെർച്ച് ചെയ്താൽ മതി. അതിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇതേ സ്മാർട്ട് ഫോൺ തന്നെ നമുക്ക് വേണ്ടത് തരുന്നത് പോലെയുള്ള ഒരു സാധനം നമ്മുടെ സോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഗിവ് യു എനിത്തിങ്, ഇറ്റ് ക്യാൻ ടേക്ക് യു ടു എനിത്തിങ്. ഏതിലേക്കും അതിനെ കൊണ്ടുവെക്കാൻ പറ്റും. പക്ഷെ സെർച്ച് ചെയ്യാൻ അറിയണം, ടൈപ്പ് ചെയ്യാൻ അറിയണം, അതിൻ്റെ ലാംഗ്വേജിൽ ടൈപ്പ് ചെയ്യാൻ അറിയണം. ChatGPT ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, കറക്റ്റ് പ്രോംപ്റ്റ് കൊടുക്കാൻ അറിയണ്ടേ, അതിലാണല്ലോ കാര്യം. അപ്പോൾ ആരാണോ അന്വേഷിക്കണത് അവർ കണ്ടെത്തും. ശരിയായ രീതിയിൽ ആർക്കാണോ ചോദിക്കാൻ അറിയാം അവർ കണ്ടെത്തും. അപ്പോൾ സോളിൻ്റെ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് സോളിന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ് കറക്റ്റ് ചെയ്യാന്നുള്ള. അതിലൊന്ന് ആവേശ കമ്മിറ്റി ആകാതെ ന്യൂട്രൽ ആവാം, രണ്ടാമത്തത് ഫേക്ക് ആവാതെ നാച്ചുറൽ ആകാം. ഇതൊക്കെ അതിൻ്റെ നിയമങ്ങളാണ്. ന്യൂട്രൽ ആവുക, നാച്ചുറൽ ആവുക. ഈ നാച്ചുറാലിറ്റിനെ പറ്റിയിട്ട് ഓൾറെഡി മുന്നേ ഞാൻ GT ചെയ്തതാണ്. ന്യൂട്രൽ ആകാം, നാച്ചുറൽ ആകാം, കാം സ്റ്റേറ്റിലായിട്ടിരിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ സാധനങ്ങളുണ്ട്. ഈ സംഭവങ്ങളൊക്കെ അവിടെ കറക്റ്റ് മീറ്റ് ചെയ്യുന്ന സമയത്ത് യു സ്റ്റാർട്ട് ഫൈൻഡിങ് ദ പീസ്. എത്ര വലിയ കിടുകിടാ വിറപ്പിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും സാന്റിയാഗോൻ്റെ ജീവൻ പോകുന്ന എത്ര അനുഭവത്തിലൂടെ പോയി. ആൽക്കമിസ്റ്റ് നോക്കി ഇങ്ങനെ ചിരിച്ചു. ആൽക്കമിസ്റ്റ് വാസ് റിഫ്ലക്റ്റിംഗ് ദ സോൾ ഓഫ് ദ സാന്റിയാഗോ. കാരണം ഇന്നെ കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ സോള് കരിയോ? നിങ്ങൾ നാളെ തൂക്കി കൊല്ലാൻ പോവാ ജുനൈസ, മൈൻഡ് കരിയും ചിലപ്പോൾ. അല്ലാ എൻ്റെ കെട്ടിയോള്, എൻ്റെ മോള്, അപ്പം മൈൻഡ് കരിയും. ബിക്കോസ് പൊസഷൻസ്, അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. സോളിന് എന്താ തോന്നുക? ഒന്നും തോന്നില്ല. സോളിന് ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും സോളിന് അങ്ങനെ ഒരു സാധനം ഇല്ല. ഇറ്റ് ഫീൽ ന്യൂട്രൽ. ഇനി മൂപ്പർക്ക് കുറച്ചുകൂടി ഒരു ആവേശം കൂടി. അപ്പോൾ മൂപ്പരൊരാളുണ്ട്, അത് ഇട്ടാൽ മൂപ്പര് കുറച്ചുകൂടി വേഗം നോക്കുന്നൊക്കെ വരും. അത് ആത്മാവിൻ്റെ ആത്മനാഥൻ്റെ സാധനങ്ങൾ വരാമെന്നുള്ള മാത്രം. അതാണ് ഡിവൈൻ റിമെമ്പറൻസ്. അതിലേക്കുള്ള എന്തെങ്കിലും തട്ടിച്ചൊടുത്ത വേഗം ഓണാവും. അപ്പോഴാണ് എന്ത് ചെയ്യുക, ഈ ചില ആൾക്കാർ ഈ മാക്സിമം മുതലാക്കാന്ന് പറഞ്ഞ പോലെ ഒരു ബിസിനസ് ഗോളോ ഫാമിലി ഗോളോ ഒക്കെ വെക്കുമ്പോൾ അതിൽ സോളിനുള്ള സാധനം കൂടി ഇട്ടെടുക്കും. ഇൻറ്റൻഷൻ. ഇപ്പോൾ ചില ആൾക്കാർ വീട് വെക്കുമ്പോൾ കുറച്ചുകൂടി വർക്കത്തുണ്ടായിക്കോട്ടെ അറിഞ്ഞിട്ട് ഒരു നിസ്കാരം മുറി കൂടി ഉണ്ടാക്കിയേക്കും. അതും കൂടി ഒരു സ്പേസ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സംഭവം കൂടി ആക്കിയേക്കും. ഇതേപോലെ നമ്മൾ ചില ആൾക്കാർ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്പിരിച്വൽ ഇത് കൂടി കിട്ടുന്ന വാല്യൂ കൂടി മീറ്റ് ചെയ്യപ്പെടുന്ന, സോൾ നീഡ് കൂടി മീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പം ഇൻറ്റൻഷൻ മീറ്റ് ചെയ്തു. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുമ്പോൾ സോളിനൊരു ആവേശമായിരിക്കും. എന്തെങ്കിലും പ്രശ്നം വന്നാൽ സോൾ എനിക്കതിൽ കണക്റ്റ് ആവണം, മാറുന്നുണ്ട് ഇത് വന്നുകൊണ്ടിരിക്കും. ആ പക്കായിട്ടുള്ള ബോധ്യത്തിലാണ്, ആ അവയർനെസ്സിലാണ് ഞാൻ ഈ ടീമിൻ്റെ എല്ലാ പരിപാടിയും സെറ്റ് ചെയ്യുമ്പം ഫ്ലെയിം. ഇറ്റ് ഈസ് ടു ആക്ടിവേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ദ സോൾ. ഇതിൻ്റെ ഈ പരിപാടിയുടെ എല്ലാ ഏഡിയൻ ടോക്സ് നടത്തുന്ന എല്ലാ പരിപാടിക്കും സോൾ എന്താ ചോദിച്ചാൽ ഞാൻ പറയും ഫ്ലെയിമാണ്. ദർ ഇസ് എ സോൾ കോൺഷ്യസ്നെസ്. അത് ആക്ച്വലി സിംപ്ലി വിൽ ബി കണക്റ്റിംഗ് ടു ദാറ്റ്. ഈ സെഷൻ നടത്തിയാലും വേറെ എന്ത് പരിപാടിയാണെന്നാലും അതിലേക്കുള്ള ലിങ്ക് അവിടെ നടന്നിരിക്കുന്നുള്ളതാകുമ്പം നമുക്ക് ഈസി ഓപ്പണിങ്സ് കിട്ടും. ചലഞ്ചസ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഈസി ആയിട്ട് തന്നെ മറികടന്ന് പോകാൻ പറ്റും. ബിക്കോസ് സോൾ ഈസ് ടേക്കിംഗ് ഫോർവേഡ്. ആലോചിക്കുക, നിങ്ങളുടെ അകത്ത് നിങ്ങളുടെ മനസ്സ് നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സോളുണ്ട്. അത് ബോധ്യപ്പെട്ട് അതിൽ അടിയുറച്ച് മുറുകെ പിടിക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ. ഈ മുറുകെ പിടിക്കാറില്ല, കടുംപിടുത്തം പിടിക്കണം, ഇല്ല ഞാൻ വിടൂല, ഞാൻ എങ്ങനെയെങ്കിലും ഇത് തരണം ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ മൈൻഡ്സിനെ മുറുകെ പിടിച്ചേ. സോളിനെ മുറുകെ പിടിക്കുന്ന ആൾക്കാർ മുറുക്കിയതുപോലെ ആരും അറിയില്ല. മുറുക്കലും ഇല്ല, ഇറുക്കലും ഇല്ല, ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും. ചൂടൊന്നും ഇല്ലേ, എന്താ ഒരു ചൂടില്ലാത്ത, ഇങ്ങനെ ഇരിക്കുന്ന കൂൾ കാം. അതാണ് സോളിനെ ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ബിക്കോസ് സോൾ ഈസ് ടേക്കിംഗ് ഫോർവേഡ്. ആ പോയിന്റിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സെറ്റ് ഫ്രീ. അത് ഞാൻ എങ്ങോട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്,
എൻ്റെ സോളിൻ്റെ ഓപ്പറേഷനിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇറ്റ് ക്യാൻ കണക്ട് എനിവേർ, ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് ഫോർ യു ഫ്രം എനിവേർ. എവിടെ നിന്നും എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഒറ്റ കണ്ടീഷനുള്ളൂ, സോളിൻ്റെ ട്രൂത്തിലായിരിക്കണം. സോളിൻ്റെ ട്രൂത്തിലായിരിക്കണം, മാനിപ്പുലേറ്റീവ് ആകരുത്, മനസ്സിൻ്റെ അനാവശ്യമായിട്ടുള്ള ഇൻറ്റൻഷൻസ് പാടില്ല, പ്യോർ ഇൻറ്റൻഷൻ, പ്യൂരിറ്റിയാണ് സോൾ. ആ പ്യൂരിറ്റി മൈൻഡ് മീറ്റ് ചെയ്യുന്ന ഉറപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദ മാജിക്സ് വിൽ ഹാപ്പൻ ഇൻ എനി റെലം ഓഫ് യുവർ ലൈഫ് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ജീവിക്കുന്ന പ്രാർത്ഥനയാകുന്ന ഗിഫ്റ്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോളാണ്. ജീവിക്കുന്ന മാനിഫെസ്റ്റേഷനാണിത്, ജീവിക്കുന്ന പ്രാർത്ഥനയാണ്, ഈ നിമിഷത്തിൽ നടക്കുന്ന പ്രാർത്ഥനയാണിത്, മാനിഫെസ്റ്റേഷനാണ് നമ്മുടെ സോൾ എന്ന് പറഞ്ഞാൽ. അതെന്നാണ് ഓൾ മാനിഫെസ്റ്റേഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എനർജിയുടെ സീക്രട്ടിലേക്ക് പോകുമ്പോൾ വിൽ ബി കണക്റ്റിംഗ് ടു ദ ഡൈമെൻഷൻസ് ഓഫ് ദ സോൾ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ, ഞാനൊരു പ്രകാശമാകുന്നു എന്ന് അഫർമേഷൻ പറയുമ്പോൾ മനസ്സിലെ പ്രകാശമാണോ ആത്മാവിൻ്റെ പ്രകാശമാണോ നിങ്ങൾ കാണുന്നത്? മനസ്സിൻ്റെതാണെങ്കിൽ മൈൻഡ് പവർ, അവിടെ എന്താണ്, ഞാൻ ഒരു ഷൈനിങ് സ്റ്റാറാണ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര ഷൈൻ ചെയ്തിട്ട് ഈഗോ ലെവൽ എന്തോ സംഭവമായിട്ടിരിക്കണം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ദ റെലം ഓഫ് ദ മൈൻഡ്. എന്നാൽ ഞാനൊരു ഷൈനിങ് സ്റ്റാറാണ് എന്ന് പറയുമ്പം ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളുടെ അകത്തും ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശം പോലത്തെ സൃഷ്ടിപ്പിൻ്റെ രഹസ്യം ഉൾക്കൊള്ളുന്ന, സൃഷ്ടാവിൻ്റെ രഹസ്യം ഉൾക്കൊള്ളുന്ന ഒരു പ്രകാശമാണ് ഞാൻ, ഒരു സ്റ്റാറാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഭയങ്കര കാംനെസ് ആ ഫീൽ ചെയ്യാം, ഭയങ്കര ഈസിനെസ് ആ ഫീൽ ചെയ്യുക. മറ്റേത് ഞാനൊരു തിളങ്ങുന്ന നക്ഷത്രമാണ് എന്ന് പറയുമ്പോൾ ഉള്ളിലിങ്ങനെ ഈഗോയും സ്യൂട്ടും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ മിന്നിക്കെടുക്കും, ഇമോഷണൽ. അത് വേണ്ടാന്നല്ല പറഞ്ഞത്, ആ പാർട്ടും നമ്മൾ പഠിപ്പിക്കാറുണ്ട്, പക്ഷെ ഇതുകൂടി പറഞ്ഞിട്ടേ പഠിപ്പിക്കാറുള്ളൂ. ഈ ഫൗണ്ടേഷൻ സെറ്റായിട്ട് ഇഫ് യു ഓപ്പറേറ്റ് ഓൺ ദ മൈൻഡിനെ സോള് ഗൈഡ് ചെയ്തോളും. നിങ്ങൾക്ക് ഈ ലോകത്തുള്ള സന്തോഷങ്ങളും ആനന്ദങ്ങളും ഒന്നും വേണ്ടാന്നല്ല ഈ പറയുന്നത്. സോൾ ഫൗണ്ടേഷൻ കറക്റ്റായിട്ട് ഇഫ് യു ഗോ ഫോർ ദ ഹാപ്പിനെസ് ഇൻ ദിസ് വേൾഡ്, നിങ്ങൾ അതിന് പിറകെ പോകുന്ന സമയത്ത് സോൾ നിങ്ങളെ സാധാരണ ഒരാൾ അത് ആസ്വദിക്കുന്നതിനേക്കാളും നന്നായിട്ട് ആസ്വദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരും. കാരണം നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായി നിങ്ങൾ സന്തോഷിക്കുമ്പം, ഒരു വീട് വെച്ച് നിങ്ങൾ സന്തോഷിക്കുമ്പം, സോളിന് കൂടി അതൊരു സോൾഫുൾ എക്സ്പീരിയൻസ് തരാൻ പറ്റുമ്പം ഡബിൾ ഹാപ്പിനെസ് ആയിരിക്കും, ഭയങ്കര ഹാർമണി ആയിരിക്കും, ഭയങ്കര കാംനെസ് ആയിരിക്കും. ഈ കല്യാണത്തിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഇരുത്തുണ്ട്, ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു റാഹത്ത്, എന്തൊക്കെയായിരുന്നു എനിക്ക് എന്നെ പിടുത്തമില്ല, സോൾ ഉണ്ടായിരുന്നില്ല. സോൾ ഉണ്ടെങ്കിലോ ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും, പക്ഷെ നമുക്കിതൊക്കെ സ്ലോമോ ആയിട്ടേക്ക് ഫീൽ ചെയ്യുക. ഹായ്, ഫുഡ് തേയൂലെന്ന് പറഞ്ഞേ, ഓക്കെ ഇതിനിപ്പോൾ എങ്ങനെയായിരിക്കും റെഡിയായി വരും, വാവ് എന്ന സാധനത്തിലേക്കുമ്പോൾ ആ തികയൂല എന്നാണ് വെപ്പുകാരൻ പറഞ്ഞത്, പക്ഷെ എല്ലാവർക്കും തികഞ്ഞില്ല. അതെങ്ങനെ? ആള് പ്ലേറ്റിനേക്കാൾ കൂടുതൽ വന്നിട്ടുമുണ്ട്. ചില ആൾക്കാരെ കണ്ടപ്പോൾ മൈൻഡ് പറയുന്നത് ഇവൻ വിളിക്കാത്തവനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ കൂടി സോള് ആരും കഴിക്കട്ടെ എന്ന രീതിയിൽ വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്തോ മാജിക്ക് നടന്നിട്ടുണ്ട്. സോ വാട്ട് ഹാപ്പൻഡ്? അപ്പോൾ ആ ഓരോ മൊമെൻറ്റിലും നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരിക്കും വൺസ് യുവർ സോൾ ഈസ് ദെയർ. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ സോളിന് അതിൽ സന്തോഷിക്കാനും സോളിന് നിങ്ങളോടൊപ്പം നിൽക്കാനൊരു സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ ആൽക്കമിസ്റ്റിൻ്റെ കൂടെ നിർത്തണ പോലെയാണ്. ഉണ്ടല്ലോ അല്ലേ, നിങ്ങൾ ഇവിടെ ഉണ്ടാവില്ലല്ലോ, സൈഡിലില്ലേ, അവിടെ തന്നെ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തുന്നത് പോലെയാണത്. ദാറ്റ്സ് ഇറ്റ്. ഈ പോയിന്റിലാണ് നമ്മൾ സോൾഫുൾനെസ് അല്ല സ്പിരിച്വാലിറ്റിയുടെ സോൾഫുൾനെസ് എന്നുള്ള ആസ്പെക്റ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്പിരിച്വാലിറ്റിയിൽ തന്നെ നമുക്ക് മൈൻഡ്ഫുൾനെസ്, ഹാർട്ട്ഫുൾനെസ്, ഇങ്ങനെ ഓരോ ആസ്പെക്ട്സ് പറയുന്നുണ്ട്. മൈൻഡിന് എന്താണ് സ്പിരിച്വാലിറ്റി, സോളിന് എന്താണ് സ്പിരിച്വാലിറ്റി, ബോഡിക്ക് എന്താണ് സ്പിരിച്വാലിറ്റി, വീടിന് എന്താണ് സ്പിരിച്വാലിറ്റി, ബിസിനസ്സിന് എന്താണ് സ്പിരിച്വാലിറ്റി, അങ്ങനെ തുടങ്ങിയിട്ട് ഓരോന്നിൻ്റെയും സ്പിരിച്വാലിറ്റി ആസ്പെക്ട്സ് വരാനുണ്ട്. ഞാൻ ഇന്ന് സ്പിരിച്വാലിറ്റിയുടെ കോർ സ്റ്റാർട്ട് ചെയ്യുന്ന സോൾ എന്താണോ ആ സോൾ സ്പേസ് തന്നെ ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോയെന്നുള്ളൂ. അപ്പോൾ ഇൻ കൺക്ലൂഷൻ നിർത്താണ്. ഓക്കെ, നിങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കിയിട്ട്, എനിക്ക് നോക്കാനപ്പം ഇങ്ങനെ നോക്കാൻ കഴിയില്ലല്ലോ, കണ്ണുറന്നിട്ട് നിങ്ങളിലേക്ക് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്നിലേക്കല്ല നിങ്ങളിലേക്ക് തന്നെ നോക്കിയിട്ട് ഞാനൊരു ആശ്വാസമാണ് എന്ന് പറയുമ്പം എൻ്റെ മനസ്സ് മാറ്റി വെച്ചിട്ട് ഓൾറെഡി ആശ്വാസമായിട്ടിരിക്കുന്ന സോളാണ്. മൈൻഡ് വെച്ച് പറയുമ്പോൾ എന്താ, ഞാനൊരു ആശ്വാസമാണ് ഈ തലവേദന പിടിച്ച സംയുക്തം, മൈൻഡ് ചോദിക്കൂലേ? എന്നാൽ ഈ മൈൻഡ് മാറ്റി വെച്ചാൽ ഈ തലവേദന പിടിച്ച കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ സോളിൻ്റെ അവസ്ഥകൾ ആലോചിക്കേ, അതാണ് ഭയങ്കര റഷ്യായിരിക്കും കാര്യങ്ങൾ, അതെന്താ ഇതെന്താന്നൊക്കെ അറിയാം. പക്ഷെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആന്തരിക ശാന്തത ഇങ്ങനെ കിടക്കണ്ടായിരിക്കും. പക്ഷെ മനസ്സിൻ്റെ വെപ്രാളത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക്, ഈ ശാന്തതയിൽ നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ചൊറിഞ്ഞു കയറും. നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്, അവിടെ ഇതുണ്ടായിട്ട് ഇവിടെ കിടന്നുറങ്ങാം, എന്താ പ്രശ്നം? സോൾഫുൾ ആയിട്ടുള്ളവരെ കഥ, അല്ലാത്ത ടീംസിൻ്റെ അല്ല. ഇനി എന്താക്കണ്ട, മടിയന്മാരുണ്ടായിരിക്കും ഇവർ, എൻ്റെ ആത്മാവിൻ്റെ ശാന്തതയിൽ ഞാനിരിക്കുകയാണ്,
ഗൈഡ് എന്ന് പറഞ്ഞില്ലേ ആ പുതുപ്പൊക്കെ ഇട്ട് സെഷൻ ഞാൻ എൻ്റെ ആ സോളിൻ്റെ ഒരു ഇതിലൊക്കെ കൊടുത്തിരിക്കുകയാണെന്ന് അറിയാം. ആശാൻ്റെ നെഞ്ചത്തേക്ക് എടുക്കരുത്, അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ സോൾഫുൾനെസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ, ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. അത് ഒറ്റയടിക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴൊക്കെ നിൽക്കില്ല, പക്ഷെ കുറച്ച് നേരത്തെ കിട്ടി നമ്മളത് മനസ്സിലാക്കി എല്ലാവരുടെ ഒരു ആന്തരിക ശാന്തത ഇങ്ങനെ കിട്ടും. GC ചെയ്താലും GT ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് എന്തൊക്കെ വെച്ചാലും അറിയാം പ്രശ്നമാണെന്നറിയാം, എന്നാലും ഉള്ളിൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ടാവുമല്ലോ അല്ലേ, ഉള്ളിൻ്റെ ഉള്ളിലൊരു സംഭവം എടുക്കണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ജീവിതം അവസാനിപ്പിക്കണം എന്ന്, അല്ലെങ്കിൽ ഇന്നത്തോടുകൂടി ഞാനിത് ഇട്ടറിയുക അങ്ങനെ ഒന്നും ഉണ്ടായില്ല. കാരണം മൈൻഡ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊന്നും അല്ലാത്തതിൻ്റെ ഒക്കെ മീതുള്ളൊരു ഓപ്ഷൻ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് വി ചൂസ് ടു ലിവ്, വി ചൂസ് ടു ഫേസ്, അതല്ല വേണ്ടത്. പ്രശ്നങ്ങളില്ലാതിരിക്കില്ലല്ലോ. വി ഡോണ്ട് ചൂസ് ടു ക്വിറ്റ്, നമ്മൾ ക്വിറ്റ് ചെയ്യൂല. മേ ബി വി ചൂസ് ടു റെസ്റ്റ്, അല്ലെങ്കിൽ വി ചൂസ് ടു ഫേസ്, അല്ലെങ്കിൽ വി ചൂസ് ടു ലെറ്റ്സ് സീ എന്നൊരു സംഭവം. ആ ഒരു സംഭവം വരും, അത് എവിടുന്നാണ് വരുന്നത്? നിങ്ങളുടെ ഉള്ളിലെ വേദമാണത്, നിങ്ങളുടെ ഉള്ളിലെ സോളിൻ്റെ ഗൈഡൻസ് ആണത്. ആ സോൾ നിങ്ങളോട് പറയാണ്, കുറേ ഒന്നും വിവരിക്കില്ല. ഇങ്ങനെ നോക്കിയാൽ എന്നാലും ഇതൊക്കെ ആണെങ്കിൽ ഉള്ളോട്ടൊക്കെ എവിടോ ഒരു ഇതിങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ, ഉള്ളിൻ്റെ ഉള്ളിൽ അതറിയാം, അതങ്ങനെയാണെന്ന് അറിയാം. ഇത് ഗെയിമാണ്, ഇതെന്തായാലും ഫേസ് ചെയ്തേ പറ്റൂ. അങ്ങനെയൊക്കെ നടക്കുമ്പോൾ മൈൻഡിൻ്റെ അത് അനുഭവിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോഴേ നമ്മളൊന്ന് അങ്ങനെ നീക്കി നോക്കിയാൽ അവിടെ ഒരാൾ സുഖമായിട്ടിരിക്കുന്നുണ്ട്. വി ഗെറ്റ് കൺഫ്യൂസ്ഡ്. ദാറ്റ് ഈസ് ഫ്രം ദ പാർട്ട് ഓഫ് യുവർ സോൾ. അത് നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ മെല്ലെ ആളെ വിളിക്കുക, ബാ 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 എന്നിട്ട് ബാ എന്നിങ്ങനെ വിളിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇഫ് സോൾ ഈസ് റെഡി ടു ഗൈഡ് യു, തിങ്സ് വിൽ ബി സോ സ്മൂത്തർ എന്നുള്ളതാണ്. ക്ലിയർ ആയില്ല? അതുകൊണ്ട് മനസ്സ് പറ്റിക്കുന്ന സാധന. ആധ്യാത്മിക പഠനങ്ങൾ, വചനങ്ങൾ ഒക്കെ പറഞ്ഞിട്ടുള്ളത് മനസ്സ് നിന്നെ പറ്റിക്കുന്ന തന്നെയാണ്. മൈൻഡ് ട്രെയിനറായി പറയണേ, മനസ്സിലായല്ലേ? മനസ്സ് നമ്മളെ പറ്റിച്ചുകൊണ്ടേയിരിക്കും. അപ്പം മനസ്സ് പറ്റിക്കണതാണെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ മനസ്സ് പഠിക്കണേ. ക്ലിയർ ആയോ? പോയിന്റ് മനസ്സിലായല്ലേ? മനസ്സ് പറ്റിക്കുന്നതാണെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ എന്ത് പഠിക്കണത്? മനസ്സിനെ പറ്റിയിട്ട് പഠിക്കണേ. അപ്പോൾ ഒരു ചോദ്യം, പറ്റിക്കുന്ന സാധനത്തിനെ പറ്റിയിട്ട് ഏതേ മണ്ടന്മാർ പഠിക്കുമോ? ഇത് പറ്റിക്കുന്നതാണെന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ ഈ പറ്റിക്കപ്പെടലിൽ നമുക്ക് ഫ്രീ ആവാൻ പറ്റുള്ളൂ. അതിലൊക്കെ പറ്റിപ്പിടിച്ചാൽ കിടക്കാം, ഒട്ടിക്കെടുക്കാം, പറ്റിപ്പിടിച്ച് കിടക്കും. വേദനകൾ, പ്രശ്നങ്ങൾ, നഷ്ടങ്ങൾ ഒക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കും. അപ്പോൾ അത് മനസ്സിലാക്കലാണ് നമ്മുടെ ആവശ്യം. എന്നിട്ട് നമ്മൾ ബോധവാന്മാരാവുന്നത് ഇതെല്ലാം യാഥാർത്ഥ്യം. ഓക്കെ, ഇതെല്ലാം യാഥാർത്ഥ്യം. ആരൊരാളെ എൻ്റെ ഇടയിൽ കൂടെ ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാ മൈൻഡ്ഫുൾ എന്ന് പറയുന്നത്? ആ ടൈപ്പ് ചെയ്തതിനെ നോക്കിയാൽ മൈൻഡ് ഫുള്ള് വേറെ എഴുതിക്കണേ. മൈൻഡ്ഫുൾ എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് എഴുതണം. ഓക്കെ, അപ്പോൾ ഈ മൈൻഡ് മാത്രം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, മൈൻഡ് ഫുള്ളായി പോകും. മൈൻഡ് ഫുള്ളാവും, സ്പേസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആ സമയത്ത് സോൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം മൈൻഡിന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പം അവിടെ മൈൻഡ്ഫുൾനെസ് ഉണ്ട്. യു സ്റ്റാർട്ട് ലവിങ് വാട്ട് യു ഡു, യു സ്റ്റാർട്ട് എൻജോയിങ് വാട്ട് യു ഡു. അതിൽ സോൾഫുൾനെസ് കൂടി ആഡായി കഴിഞ്ഞാലോ, സോൾഫുൾനെസ് എക്സ്പീരിയൻസ് കൂടി ആഡായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ മൈൻഡ്ഫുൾനെസ്സിൽ നിന്ന് മാറിയിട്ട് ഞാൻ പറയില്ലേ കുറച്ചുകൂടി എലവേറ്റഡ് ആവും. ആനന്ദം, എക്സ്റ്റസി, ബ്ലിസ് അതൊക്കെ അതിൽ വരാൻ തുടങ്ങും. അപ്പോൾ ഒരു ഒഴുക്കും ഒരു പറക്കൽ ഈ സാധനമൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റേത് മൈൻഡ്ഫുൾനെസ് ആണ്, മൈൻഡ് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന മൈൻഡ്ഫുൾനെസ് ആണ്. യു ആർ ഹാപ്പി അബൌട്ട് ദ തിങ്സ്, യു ഫീൽ ലൈവ്ലി, അത്രയേ ഉള്ളൂ. അതിലേക്ക് സോൾ സാധനം കൂടി വരുമ്പോഴാണ് വ്യത്യാസം. ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മൾ ഈ പറഞ്ഞ പല സാധനങ്ങളും ചിലപ്പോൾ നമുക്ക് മെഡിറ്റേഷനിൽ പോയിട്ട് മൈൻഡിൻ്റെ കുറേ സാധനം വെച്ച് മെഡിറ്റേഷനിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കാം, മൈൻഡിൻ്റെ റെലമൊന്നും. പക്ഷേ റൂമിനേറ്റ് ഇങ്ങനത്തെ ലെയറിൽ നമ്മൾ പോകുമ്പോൾ മൈൻഡിൻ്റെ സാധനം എല്ലാം അവിടെ എക്സ്പ്ലോർ ചെയ്യണം. അത് വേറെ തന്നെ. അപ്പോൾ അതിലേക്ക് എത്തുമ്പോൾ ആൾക്കാർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാധനം, അതിൻ്റെ ലെവലിലേക്ക് പോകാനുള്ള കാരണം അത് മൈൻഡും കഴിഞ്ഞിട്ട് നമ്മൾ ടച്ച് ചെയ്ത് പോരുന്നുണ്ട്, ഒന്ന് മുങ്ങി എണീക്കുന്നുണ്ട്. അപ്പോഴാണ് അത് വേറൊരു റെൽപ്പിലേക്ക് പോകുന്നത്. അത് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കണം. ഒരു കോമൺ മെഡിറ്റേഷൻ എക്സ്പീരിയൻസും ഒരു സോൾഫുൾനെസ് എക്സ്പീരിയൻസും ഡിവൈൻ റിമെമ്പറൻസിൻ്റെ ഇവോക്ക് ഇപ്പം വരുന്ന ഒരു സോൾഫുൾനെസ് എക്സ്പീരിയൻസും രണ്ടും കണക്ട് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം എന്താണ്. ഇതിപ്പോൾ പറയുമ്പോൾ ഒക്കെ മൈൻഡാണല്ലോ, ഇതൊക്കെ മൈൻഡിൻ്റെ പറയുമ്പോൾ മൈൻഡിനൊരു ചാനലാക്കി മാറ്റാൻ എപ്പോഴും പരിശ്രമിക്കണത്. എനിവേ, ഇന്ന് തൽക്കാലം ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്.